വായിക്കാം. നാം ഒരു വസനത്തെ വാസിപ്പോ 2 സാമുവേൽ 2 സാമുവേലിൻ പുസ്തകം 19 അധ്യായം അവരുടെ 19ാவது அதிகாரம் 10 വാക്യം 10 11 10 11 അതുപോലെ തന്നെ അതേപോലെ സക്കറിയ പ്രവചനം സകരിയാവിൻ പുസ്തകം 4 6 7 4 அதிகாரம் 7வது 8வது വസനം. നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരുന്ന അബ്സലോമോ പടയിൽ പട്ടുപോയി. ആകയാൽ രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞു. മതി. ഇനി സക്കറിയ പ്രവചനം 4 6 മുതൽ 8 വരെ വായിക്കാം. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിത്, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായിത്തീരും. അതിന് കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. യഹോവയുടെ അരുളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ, സെരുബാബേലിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനമിട്ടിരിക്കുന്നു, അവന്റെ കൈ തന്നെ അത് തീർക്കും. നാം കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആലയങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ സക്കറിയ 4 അധ്യായത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ കേൾക്കാനിടയായി. നാം கடந்த வாரத்திலே இந்த ஆலயங்களை குறித்தும் சகரியா 4 அதிகாரத்தில் இருக்கிறதான 6-7 வசனங்களை குறித்ததான காரியங்களை நாம் தியானித்தோம். അതിനെക്കുറിച്ച് അല്പകാര്യങ്ങളുടെ മനസ്സിലാക്കി തരണമെന്ന് പലരും ഇങ്ങനെ ആവശ്യപ്പെട്ടു. அதை குறித்து சற்று கூட விளக்கமாக தெரியப்படுத்த வேண்டும் என்று பலரும் அவசியப்பட்டார்கள். അത് അന്ത്യകാല ആയതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കേണ്ടതും ആവശ്യമാണ്. അത് കடைசி കാല ചെയ്തിയായി இருக்கிறபடியால் நாம் புரிந்து கொள்ள வேண்டியது அவசியம். ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സെരുബാബിന് മുമ്പുള്ളതായ മഹാപർവ്വതമേ നീ ആർ, செருபாபேலுக்கு முன் இருக்கிறதான பெரிய பர்வதமே நீ யார், നീ സമഭൂമിയായി തീരും. நீ செருபாபேலுக்கு முன் சமபூமியாவாய். അതിന് കൃപ എന്ന ആർപ്പോടെ അതിന്റെ തലക്കല്ലെ കൊണ്ടുവരുന്നു. கிருபை உண்டாவதாக, கிருபை என்றால் சொல்லிய தலைக்கல்லை கொண்டு வருவாராக. ഇവിടെ തലക്കൽ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. இங்கே தலைக்கல் என்று குறிப்பிடுவது ஆண்டவராയ இயேசு. എന്നാൽ ഇത് ആദിമ ആലയത്തിൽ, முதலாவது ஆலயத்திலே അല്ലെങ്കിൽ ആലയത്തിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ, ஆலயத்தின் முதலாவது பகுதியில் നമുക്കറിയാം ക്രിസ്തു യേശു മൂലക്കല്ലായിരിക്കെ இயேசு கிறிஸ்து மூலைக்கல்லாயிருந்தார். അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാനത്തിൽ പണിതിരിക്കും. அப்போஸ்தலர் தீர்க்கதரிசிகள் என்கிற அஸ்திபாரத்தின் மேல் கட்டப்பட்டது. അതിന് നമുക്ക് നിഴലായിട്ട് എടുക്കുമ്പോൾ, அதை நாம் நிழலாக எடுத்துக்கொள்ளும் பொழுது, പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോഴേ யாத்ராமத்தின் புத்தகத்திலே வாசிக்கிறோம். അവിടെ 25 അധ്യായത്തില് 25ാം அதிகாரம் അവിടെ ഒരു നിലവിളക്ക് നമ്മൾ കാണുന്നു. அங்கே குத்துவிளக்கை பார்க்கிறோம். ആ നിലവിളക്കില് அந்த குத்துவிளக்கின் വായിക്കുമ്പോൾ 25 36 മുതൽ വായിക്കാം. 25ാം அதிகாரம் 36 മുതൽ. അവയുടെ മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരിക്കണം. മുഴുവനും തങ്കം കൊണ്ട് ഒറ്റ അടുപ്പ് പണി ആയിരിക്കണം. നോക്കൂ, ഇവിടെ ഒരു കുത്തുവിളക്കിനെ നമ്മൾ കാണുന്നുണ്ട്. இங்கே நாம் ஒரு குத்துவிளக்கை பார்க்கிறோம். ഇതാണ് നമ്മൾ ഫോർമർ ആലയത്തെ കുറിച്ച് ചിന്തിക്കുന്ന വിഷയം, അല്ലെങ്കിൽ മുന്തിന ആലയം. இதைத்தான் நாம் முந்தின ஆலயத்தை குறித்து சிந்திக்கிறோம். ആഗായിലും സക്കറിയയിലും നമ്മൾ വായിക്കുന്നുണ്ട്, ഈ ആലയത്തിന്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിനും വലുതായിരിക്കും. ஆகாயிலும் சகரியாவிலும் நாம் வாசிக்கிறோம், இந்த ஆலயத்தினுடைய மகிமையை பார்க்கலும் பின்வரும் ஆலயத்தினுடைய மகிமை பெரிதாக இருக்கும். നമ്മുടെ ആരംഭകാലങ്ങളിൽ, நம்முடைய ஆரம்ப நாட்களில் ഈ ഉപദേശങ്ങൾ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. இந்த உபதேசங்களை நாம் கற்றுக் கொடுத்தோம். സമാഗമന കൂടാരത്തിന്റെ ഓരോ പണിമുട്ടുകളെ കുറിച്ചും അല്ലെങ്കിൽ ഉപകരണങ്ങളെ കുറിച്ചും വ്യക്തമായി പഠിപ്പിച്ച വിശുദ്ധന്മാർ നമുക്കുണ്ടായിരുന്നു. ஆசாரிப்பு கூடாரத்தின் வேலைப்பாடுகளையும் அதனுடைய பணிமுட்டுகளையும் குறித்து நாம் விளக்கமாய் கற்றுக் കൊടുத்தோம். തൂത്തുക്കുടിയിൽ പാസ്റ്റർ കെ.സി. വർഗീസ് ഈ നിലവിളക്കിനെ കുറിച്ച് 2 വർഷം തുടർച്ചയായിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. தூத்துக்குடியில பாஸ்டர் கே.சி. വർഗീസ് அவர்கள் தொடர்ந்து 2 ஆண்டுகள் இந்த குத்துவிளக்கை குறித்து பேசினார். കാരണം ഈ നിലവിളക്ക് സഭയെ കാണിക്കുകയാണ്. இந்த குத்துவிளக்கு சபைக்கு நிழலாயிருக்கிறது. അവിടെ ഈ വായിച്ച വാക്യത്തിൽ, இன்னைக்கு நான் வாசித்த வசனத்தில் അതിന്റെ 31ാമത് വാക്യം ഒന്ന് വായിച്ച്, അതിന്റെ 31ാவது വസനത്തെ വാസിക്കും പൊழுது, തങ്കം കൊണ്ട് ഒരു നിലവിളക്ക് ഉണ്ടാക്കണം. ഇവിടെ നമ്മളൊരു വിളക്ക് കാണുന്നുണ്ട്, തങ്കം കൊണ്ടുണ്ടാക്കണം. இங்கே நாம் ஒரு குத்துவிளக்கை பார்க்கிறோம், அது பொன்னினால் ஆனது. വായിക്കാം. നിലവിളക്ക് അടുപ്പ് പണി ആയിരിക്കണം. അതിനെ അടുപ്പ് പണി അല്ലെങ്കിൽ ബീറ്റൺ വർക്ക്, அதை அடிப்படையாக செய்யப்பட வேண்டும். ആ നിലവിളക്കിന്റെ, அந்த குத்துவிளக்கின் അതിന് എത്ര അതിന്റെ പൊന്നെടുക്കുന്ന നമുക്കറിയില്ല, அது எவ்வளவு தங்கம் எடுப்பார்னு சொல்ல முடியாது, അളവില്ല. அதற்கு அளவில்லை. പക്ഷെ അത് പണിയുമ്പോൾ அதை செய்யும் பொழுது അത് ബീറ്റൺ വർക്ക് ആയിരിക്കണം എന്നാണ്. அது അടിപ്പ് വേലയാ இருக்க வேண்டும். അടിപ്പ് വേല എന്ന് പറഞ്ഞാൽ, அடிப்பு வேலை என்று சொன்னால் ആ നിലവിളക്കിന്റെ ചുവട് മുതൽ அந்த அடிவிளக்கின் அடிப்பகுதியிலிருந்து നടുശാഖ, அது நடுப்பகுதி, 6 കിളകൾ, அதனுடைய 6 கிளைகள், അതിന്റെ ദീപങ്ങള്, அதனுடைய தீபங்கள், അതിന്റെ മുട്ട്, அதனுடைய மொட்டுக்கள், ഇതെല്ലാം പൂവും മുട്ടും എല്ലാം அதனுடைய பூவும் முட்டும் எல்லாம் ഒരു സ്വർണത്തിൽ തന്നെ അടിച്ചടിച്ചടിച്ച് പണിയണം. அது ஒரே தங்க தகட்டினால் அடித்தெடுக்க வேண்டும்.
അതിനെ വിളക്കി വെക്കാൻ പാടില്ല. அதை விளக்கி தயாரிக்க கூடாது. അതായത് ശാഖകളെ പണിതിട്ട് വിളക്കി വെക്കാൻ പാടില്ല. அதை கிளைகளை செய்து அதை ஒட்ட வைக்க கூடாது. മോശയോട് ദൈവം ഇത് പറയുമ്പോൾ மோசேயோடு ஆண்டவர் கற்பிக்கும் பொழுது പ്രത്യേകം പറയുന്നു, ഞാൻ പർവ്വതത്തിൽ കാണിച്ച മാതൃപ്രകാരം നിങ്ങൾ പണിയണം. விசேஷமாக நான் மலையின் மேல் காட்டின மாதிரியின்படியே செய்வாய். പല പ്രാവശ്യം ആവർത്തിച്ച് മോശയോട് പറയുന്നുണ്ട്. அதை அவர் பலமுறை மீண்டும் வலியுறுத்தி சொல்லுகிறார். കാരണം മോശയ്ക്ക് അതിന്റെ വരുംകാലത്തെ കുറിച്ച് അറിയില്ല. மோசேக்கு அதனுடைய வருங்காலத்தை குறித்து தெரியாது. ഇത് കർത്താവ് മനസ്സിൽ കണ്ടിരിക്കുന്ന കാര്യം ஆண்டவர் தன்னுடைய மனதிலே நினைத்த തന്റെ സഭയാണ്. அது தன்னுடைய சபை. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 26-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ எபேசியர் 5:26 நாம் வாசிக்கும் பொழுது 32 ഈ മർമ്മം വലിയത്, இந்த ரகசியம் ഞാൻ பெரியது, ക്രിസ്തുവിനെയും സഭയും കുറിച്ച് അത്ര പറഞ്ഞു. நான் கிறிஸ்துவையும் சபையும் குறித்து சொல்லுகிறேன். വേദപുസ്തകത്തിന്റെ ആകത്തുക എല്ലാം പഠിച്ചു നോക്കിയാൽ അതിന്റെ സാരാംശം മാറ്റർ ഓഫ് ഫാക്ട് എന്ന് പറയുന്നത് ക്രിസ്തുവും സഭയാണ്. அந்த வேதாகமத்தை முற்றிலுமாக நாம் ஆராய்ந்து வாசிக்கும் பொழுது அதனுடைய கருப்பொருள் கிறிஸ்துவும் சபையும். അതിങ്ങനെ കാലഘട്ടങ്ങളിൽ ദൈവം അതിന്റെ ഭാഗമായി വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. ஆண்டவர் காலாகாலங்களில் அதை பகுதி பகுதியாக ഇവിടെ வெளிப்படுத்தினார். വിളക്കെന്ന് പറയുന്ന സഭയെ കാണിക്കുകയാണ്. இங்கே விளக்கு என்பது சபை. നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ പോലെ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ நாம் கடந்த நாட்களில் குறிப்பிட்டதுപോലെ வெளிப்படுத்தின விசேஷம் 1-ஆம் அதிகாரம் അവിടെ ആസിയയിൽ 7 സഭകൾ 7 നിലവിളക്കായിട്ട് പറയുന്നുണ്ട്. அங்கே ஆசியாவுடைய 7 சபைகளும் 7 குத்துவிளக்காக குறிப்பிடுகிறார். എന്നാൽ പൊതുവായി വരുമ്പോൾ സഭ ഒന്നേ ഉള്ളൂ. ஆனால் பொதுவாக வரும்போது சபை ஒன்றுதான். കുമ്മളി സഭ, പെരിയാർ സഭ, കട്ടപ്പന സഭ. குமளி சபை, பெரியார் சபை, கட்டப்பன ഇൻഡിവിജ്വലായിട്ട് പറയുമ്പോൾ അതിനെ നിലവിളക്കായിട്ട് പറഞ്ഞാലും அதை குத்துவிளக்காக குறிப்பிடுவோம் என்றால் പൊതുവായി ദൈവത്തിന്റെ സഭ ഒന്നേ ഉള്ളൂ. பொதுவான தேவனுடைய சபை ஒன்று. അപ്പൊ ആ സഭയെ കുറിച്ച് നമ്മളിപ്പോൾ വായിച്ച വേദഭാഗത്ത് 25-ാം അധ്യായത്തിന്റെ 30 മുതൽ 36 വരെ വായിക്കുമ്പോൾ நாம் யாத்ராகமத்தின் புத்தகம் 25-ஆம் அதிகாரம் 30 முதல் 35 வரை അത് வாசிக்கும் ബീറ്റൺ വർക്ക്, അടിപ്പ് പണി. அது அடிப்பு வேலையாய். അതിന്റെ അർത്ഥം എന്താ? அதனுடைய അത് அர்த்தம் என்ன? കഷ്ടങ്ങളിൽ കൂടി പണിതെടുക്കേണ്ടതാണ്. அதுக்கு பாடுகளின் ஊடாக பறைந்தெடுப்பது. അപ്പോസ്തലപ്രവൃത്തി 14-22 വായിക്കുമ്പോൾ, அப்போஸ்தலர் நடவடிக்கைகள் 14-ஆம் அதிகாரத்தை வாசிக்கும் 22 വായിക്കുമ്പോഴേ 14-22 വാസിക്കും பொழுது വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും விசுவாசத்தில் நாம் நிலைநிற்க வேண்டும், അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം. அநேக பாடுகளின் ஊடாக தேவனுடைய ராஜ்யத்தில் അതാണ് ഈ பிரவேசிக்க வேண்டும். വിളക്കിന്റെ ബീറ്റൺ വർക്ക്, അടിപ്പ് പണി. அதுதான் വിളക്കിனுடைய അടിപ്പ് വേല. അങ്ങനെ അത് പണിത് വരുമ്പോൾ அப்படி அதை உருவாக்கும் பொழுது അത് ദൈവസഭയ്ക്ക് നിഴലായിട്ടാണ് നമ്മൾ அது പഠിപ്പിച്ചിരിക്കുന്നത്. தேவ சபைக்கு நிழலாக അതിന്റെ செய்யப்படுகிறது. ബേസ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. அதனுடைய அடிസ്ഥാനം இயேசு. യേശു ക്രിസ്തു അതിന്റെ ബേസ്, മൂലക്കല്ലേ. இயேசு கிறிஸ்துவினுடைய மூலைக்கல். നടുത്തണ്ട് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും. அதனுடைய நடுத்தண்டு என்பது அப்போஸ்தலர்கள், അതിന്റെ தீர்க்கதரிசிகள். 6 ശിഖകള് அது 6 கிளைகள், 6 ശുശ്രൂഷകളെ കാണിക്കുകയാണ്. 6 ஊழியத்தை குறிப்பிடுகிறது. അതാണ് 1 കൊരിന്ത്യർ 12-ാം അധ്യായം 28 വായിച്ച് അവിടെ വായിക്കുമ്പോൾ அதாவது 1 கொரிந்தியர் 12:28 வாசிக்கும் അവിടെ 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. அங்க 8 காரியங்கள். അപ്പൊ ഒന്ന്, അപ്പോസ്തലന്മാരും ദൈവസഭയിൽ ഒന്നാമത് വായിക്കാം. தேவனுடைய சபையிலே முதலாவது ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാർ, രണ്ടാമത് പ്രവാചകന്മാർ, മൂന്നാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവർത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. ഈ ഒരു അനുഭവത്തിൽ കൂടിയാണ് ദൈവം സഭയെ വളർത്തിയത്. இந்த அனுபவத்தினூடாக தேவன் சபையை வளர்த்தார். അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ ആരാണ്? அப்போஸ்தலர், தீர்க்கதரிசிகள் என்றால் யார்? നമുക്ക് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ எபேசியர் 4-ஆம் அதிகாரத்தில் 11-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 11-ஆம் வசனத்திலிருந்து வாசிக்கும் பொழுது ദൈവം സഭയിൽ അവിടെ വായിക്കുമ്പോൾ அங்கே நான் வாசிக்கும் பொழுது അവിടെ 5 ഉദ്യോഗസ്ഥന്മാരെ ദൈവം നൽകിയിട്ടുണ്ട്. அங்கே தேவன் 5 உத்தியோகஸ்தரை வைத்திருக்கிறார். അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? എதற்காக? ഇവിടെ 5 ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതായിട്ട് കാണുന്നു. இங்கே 5 உத்தியோகஸ்தரை நியமிக்கிறார். ദൈവം തന്നെ അപ്പോയിന്റഡ് ചെയ്തതായ 5 ഉദ്യോഗസ്ഥന്മാർ. தேவன் நியமித்ததான இந்த ஊழியர். ഇവരാണ് സഭയുടെ അടിസ്ഥാന ശുശ്രൂഷകർ. இவர்கள்தான் சபையினுடைய அடிப்படை ஊழியர்கள். അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടകന്മാർ, സുവിശേഷന്മാർ, ഇടയന്മാർ. அப்போஸ்தலர்கள், தீர்க்கதரிசிகள், சுவிசேஷகர்கள், மேய்ப்பர்கள், போதகர்கள். അപ്പോൾ ഇവരെ കുറിച്ചെല്ലാം ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. ഇവരെ കുറിച്ച് ദേവനുക്ക് നോക്കം. അപ്പോസ്തലന്മാർ എന്ന് പറഞ്ഞാൽ அப்போஸ்தலர் என்று சொன்னால் ദൈവം തന്റെ സഭയെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ അവർ കൊടുത്തിരുന്നു. அவர்களுக்கு தன்னுடைய சபையை குறித்ததான வெளிப்படுத்தலை, സഭ എന്താണെന്നുള്ള ശരിയായ കാഴ്ചപ്പാട് അവരുടെ അഭിഷേകത്തിൽ തന്നെ ദൈവം അവർ കൊടുത്തിരുന്നു. சபை என்ன என்பதை தரிசனத்தின் மூலமாக ஆவியினால் அவர் தெரியப்படுத்தியிருந்தார். അങ്ങനെ അഭിഷേകം ലഭിച്ചവർക്ക്, அப்படி அபிஷேகம் பெற்றவர்கள், അവർക്ക് പുസ്തകം വായിക്കേണ്ട ആവശ്യമില്ല. அவர்கள் புத்தகத்தை வாசிக்க അവർ വചനം വായിച്ച് പ്രസംഗിക്കുമ്പോൾ
പ്രസംഗിക്കുമ്പോൾ തന്നെ ഈ ഉപദേശം അവർക്ക് കൂടി വെളിപ്പെടും. அவர்கள் வசனத்தை வாசித்து பிரசங்கிக்கும் பொழுது உபதேசம் வெளிப்படும். അതുപോലെ സഭയെക്കുറിച്ചുള്ള വെളിപ്പാട് അവർക്കുണ്ട്, ക്രിസ്തുവിനെ കുറിച്ച്. சபையை குறித்தும் கிறிஸ்துவை குறித்த வெளிப்பாடு இருக்கிறது. ഇതുപോലെ പ്രവാചകന്മാർ இதைப் போல தீர்க்கதரிசிகள் അവർ ക്രിസ്തുവിനെ കുറിച്ചും സഭയെ കുറിച്ചും നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യരാണ്. அவர்கள் கிறிஸ்துவை குறித்தும் சபையை குறித்தும் தரிசனம் உள்ளவர்கள். ഇവരാണ് സഭയുടെ അടിസ്ഥാനമായിട്ട് സഭയെ നിർത്തുന്നത്. இவர்கள் சபையை அடிப்படையில் நிறுத்துகிறவர்கள். കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ கடந்த நாட்கள் நாம் பார்க்கும் பொழுது നമ്മുടെ സഭയിൽ സുവിശേഷകർ വന്നിട്ടുണ്ട്. நம்முடைய സഭയിൽ സുവിശേഷകർ இருக்கிறார்கள். ഇപ്പൊ ജയ്ബോയ് പാസ്റ്റർ, ஜெய்வே பாஸ்டர், ഞാൻ അദ്ദേഹത്തെ കണ്ട 2 മിനിസ്ട്രി അദ്ദേഹത്തിന് എടുത്തു കാണിക്കാനുണ്ട്. அவரை எடுத்துக்கொள்வோம் என்றால் 2 വിധமான ஊழியத்தை ഒന്ന്, சொல்லலாம். അദ്ദേഹം ഒരു സുവിശേഷകനാണ്. அவர் முதலாவது ஒரு സുവിശേഷകർ, രണ്ടാമത് ഒരു പാസ്റ്ററിന്റെ ഓർഡിനേഷൻ എനിക്കുണ്ട്. அவருக்கு ஒரு பாஸ்டர் அபிஷேகம், ഇത് സഭ തരുന്ന പാസ്റ്റർ അല്ല. இது സഭை തരുகிற போதക. സഭ 20 വർഷം കഴിയുമ്പോൾ പാസ്റ്റർ ആക്കുന്നത് അതൊരു കോംപ്ലിമെന്റ് മാത്രമേ ഉള്ളൂ. அது சபை 20 ஆண்டுகளுக்கு பிறகு பாஸ்டர் ஆக்குறது ஒரு காம்ப்ளிமெண்ட், அவ்வளவுதான். ഞാൻ പറഞ്ഞില്ല, എന്നോട് പാസ്റ്റർ ആകാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പൊ വേണ്ട, 5 വർഷം കഴിഞ്ഞോട്ടെന്ന് പറഞ്ഞു. என்னை போதகர் ஆக்க வேண்டும் என்று சொன்ன பொழுது இப்பொழுது வேண்டாம், 5 ആണ്ടുകൾ കഴിയട്ടെ. ഞാൻ തമാശ പറഞ്ഞു. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, 2 കാര്യങ്ങളേ ഉള്ളൂ. പാസ്റ്റർ ആയി കഴിഞ്ഞാൽ ഇരുമ്പല്ലൂരിലെ ഒരു കട്ടിൽ കിട്ടും, പിന്നെ ക്യൂ നിൽക്കാൻ ശാപ്പാടിക്കാം. நான் அதை விளையாட்டாக சொன்னேன். அதற்கு 2 குணங்கள். നമുക്ക് ഇരുമ്പലിയൂർ പോകുമ്പോൾ ഒരു കട്ടിൽ கிடைക്കും. വിളയാട്ട് പറഞ്ഞല്ല, പണ്ടൊരു പാസ്റ്റർമാരാണ് ഞങ്ങളോട് പറഞ്ഞതാണ്. போதகர்கள் മുൻപ് എന്നിടത്തിൽ சொன்ன കാരണം അഭിഷേകത്തിലാണ് ഇതിന്റെ എല്ലാം ഇരിക്കുന്നത്. അഭിഷേകം தான் இதற்கு முக்கியம். അതേ ഉള്ളൂ ഈ 20 വർഷം കഴിഞ്ഞുള്ള പാസ്റ്റർഷിപ്പ് നമുക്ക് കിട്ടുന്നത്. 20 ആണ്ടുകൾക്ക് പിറகு നമുക്ക് அந்த போதகர். പിന്നെ ഓൾമോസ്റ്റ് പലരും അതൊരു തലക്കനമായിട്ട് മാറാറുണ്ട്. ഞാൻ പാസ്റ്ററാണ്, ഞാൻ പോതകർ എന്ന് പലർക്കും തലക്കണം വരുகிறது. ഒരിക്കലും ഒരാളെ ബ്രദർ എന്ന് വിളിച്ചു, ഞാനിപ്പോ പാസ്റ്ററാന്ന് പറഞ്ഞത്. ഞാൻ ഒരുവരെ സഹോദര എന്ന് അழைത്ത ഞാനല്ല, ஒருவரை பிரதர் என்று அழைத்த பொழுது அவர் நான் இப்பொழுது. അപ്പൊ ഇങ്ങനെയുള്ള അഹന്തകൾ കയറാവുന്നേ ഉള്ളൂ കുറച്ച്. ഇത് கொஞ்சம் മേട്ടിമേ. പക്ഷെ ദൈവം ഒരാളെ അഭിഷേകം ചെയ്യുമ്പോൾ ദേവൻ ഒരുവർ അഭിഷേകിത്താൽ ഈ 5 വിധ ഉദ്യോഗങ്ങളിൽ ഏതെങ്കിലുമൊക്കെ അവർ കാണും. இந்த 5 വിധ ഉദ്യോഗങ്ങൾ ഏതാவது ഉണ്ടവർക്ക്. കർത്താവായ യേശുവിൽ ഈ 5 ഉദ്യോഗം ഉണ്ടായിരുന്നു. ആണ്ടവരായ യേശു ക്രിസ്തുവിൽ இந்த அந்த തകുതികളെ അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് പറയുമ്പോൾ, അപ്പോസ്തലനായ പൗൽ തീമോഥെയോസിന് ചൊല്ലും പൊഴുது അവർ പറഞ്ഞു, ഞാൻ ഈ സുവിശേഷത്തിന് நான் இந்த சுவிசேஷத்தை അപ്പോസ്തലനും ഉപദേഷ്ടാവും ഉപദേശിയാവും പ്രസംഗിയുമായിരുന്നെന്ന്. நான் பிரசங்கியாராகவும் இருந்தேன். ആ അഭിഷേകം ഉണ്ടായിരുന്നുകൊണ്ടാണ് அந்த அபிஷேகம் இருந்ததினால் തന്നോട് ആരും പറയേണ്ട ആവശ്യമില്ല, താൻ പോയി എല്ലാവരും സുവിശേഷം അറിയിച്ചു. தன்னிடத்தில் யாரும் கட்டளையிட வேண்டியதில்லை, அவர் எல்லா இடத்திலும் சுவிசேஷம் அறிவித்தார். താൻ ഉപദേഷ്ടാവായതുകൊണ്ടാണ് താൻ ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരുന്നത്. அவர் உபதேசியாயிருந்தபடியால் அவர் நிருபங்களை താൻ ഒരു സഭ ചെല്ലുമ്പോൾ ആ സഭ യഥാസ്ഥാനപ്പെടും. தான் ஒரு சபைக்கு செல்லும் பொழுது அந்த சபை நன்மனம் பொருந்தும். ഇതാണ് ഈ അഭിഷേകത്തിലുള്ള കോളിംഗ് അല്ലെങ്കിൽ ഓർഡിനേഷൻ. இதுதான் இந்த அபிஷேகத்தினுடைய வல்லமை. ഒരു പാസ്റ്റർഷിപ്പ് ഉള്ള ആളാണെങ്കിൽ, ഒരു പോതക അഭിഷേകം ഉള്ളവർ അവരെന്ത് ചെയ്യും? ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും പ്രയാസം ഓടി വീട്ടിലെത്തും. വിശ്വാസികൾക്ക് ഏതാவது ഒരു അപായം എന്നാൽ അവർ ഉടനെ കടന്നു ചെല്ലുവാർ. അവരതുപോലെ തന്നെ ഓടി പുറകെ ആത്മാക്കളുടെ പുറകെ അല്ല വിശ്വാസികളുടെ പുറകെ നടക്കും. അവർ വിശ്വാസികൾക്ക് പിന്നാകെ ചെന്ന് അവളെ കവണിപ്പാர்கள். കാരണം അടുത്ത് വരുന്ന ആൾ വേറെ വിളിയാണെങ്കിൽ ചിലപ്പോൾ അത് അങ്ങനെ നടന്നില്ലെന്ന് വരും. അടുത്ത് വരുന്നവരുടെ അழைപ്പ് വേറെ ആയിരുന്നാൽ அப்படி നടക്കും. ഒരു സുവിശേഷകനായ ഒരാൾ വന്നാൽ, ഒരു സുവിശേഷകർ വന്നാൽ അയാൾ വിശ്വാസികളെ ശ്രദ്ധിക്കണമെന്നില്ല. അവർ വിശ്വാസികളെ കവണിപ്പതില്ല. അയാൾ ഇങ്ങനെ എല്ലായിടും നടന്ന് ആത്മാക്കളെ നേടാനുള്ള ഉത്സാഹം. അവർ എല്ലാ ഇടങ്ങളിൽ ചെന്ന് ആത്മാക്കളെ ആദായപ്പെടുത്തുവാർ. ഉപദേഷ്ടാവിന്റെ ഒരു വിളിയാണെങ്കിൽ, ഉപദേശത്തിന്റെ വിളി എന്നാൽ അവർ ഈ ഉപദേശം മനുഷ്യന്റെ ഹൃദയത്തിലാക്കാൻ തൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങും. இந்த ഉപദേശത്തെ മറ്റവர்கள் കற்றுക്കൊള്ളുമ്പടിயாக അവர்கள் செயல்படுவார்கள். എന്നാൽ ഒരു പാസ്റ്റർ ഇവാഞ്ചലിസ്റ്റ് സഭയിൽ അങ്ങനെ ശോഭിക്കണമെന്നില്ല. ഒരു പാസ്റ്റർ ഒരു சுவிசேஷகர் சபையில் அப்படி சொல்லிக்க முடியாது. സുവിശേഷൻ വെളിയിൽ നല്ല ശോഭിക്കും. சுவிசேஷர் வெளியே பயன்படுவார். അയാൾ പ്രാർത്ഥിക്കുന്നിടത്തെല്ലാം സൗഖ്യം കിട്ടും. അവർ ജപിക്കും പൊழுது സുഖം கிடைக்கும். എന്നാൽ ഒരു ഉപദേഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം, അവർ പോതകരെ സംബന്ധിച്ചിടത്തോളം അവർ ജനങ്ങളുടെ ഹൃദയത്തിൽ ഈ സത്യത്തെ ഉപദേശിച്ച് സ്ഥിരപ്പെടുത്താൻ ശ്രമിക്കും. അവർ ജനങ്ങളുടെ ഹൃദയത്തെ இந்த போதகத்தினால் நிரப்பி அவர்களை உறுதிப்படுத்துவார்கள். പിന്നീട് പ്രവാചകൻ, അടുത്ത് തീർക്കദരിസികൾ. പ്രവാചകൻ പ്രവചനം പറയുന്നതല്ല. പിന്നെ നമ്മുടെ സഭയിൽ ഇന്ന് ഞാനും പ്രവചിച്ചു. അത് പ്രവചന വരം, പ്രവാചകനല്ല. അത് തീർക്കദർശന വരം. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആലോചനയെ മറച്ചു വെക്കാതെ ജനങ്ങൾക്ക് അറിയിക്കണം. തീർക്കദർശി എന്ന് சொன்னால் தேவனுடைய ஆலோசனை மறைக்காமல் ஜனங்களுக்கு அறிவிப்பது. അത് അനാദികാലം മുതൽ മറഞ്ഞിരുന്ന മർമ്മം, അനാദികാലം മുതലേ മറഞ്ഞിരുന്ന മർമ്മം, ആ സത്യങ്ങൾ സഭയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ് പ്രവാചകൻ എന്ന് പറയുന്നത്. அந்த സത്യത്തെ വെളിപ്പെടുത്തി സഭயின் തീർക്കദർശി. അപ്പോസ്തലൻ വന്നാൽ, അപ്പോസ്തലർ വന്നാൽ, അപ്പോസ്തലന്റെ അഭിഷേകമുള്ളവർ വന്നാൽ, അപ്പോസ്തല അഭിഷേകമുള്ളവർ വന്നാൽ, സഭ എത്ര കുഴഞ്ഞു മറിഞ്ഞു കിടന്നാലും, സഭ എപ്പോഴും കുഴപ്പത്തിற்குள் இருந்தாலும், എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും, എவ்வளவு பிரச்சனைகள் இருந்தாலும், ഒരു 3 മാസം 6 മാസം ആകുമ്പോൾ സഭയല്ലേ യഥാസ്ഥാനപ്പെടും. 3 മാസം 6 മാസത്തിற்குള്ള സഭ നൽമനം. ഉദാഹരണം പറഞ്ഞാൽ, ഉദാഹരണം சொன்னால், ഇനി അങ്ങനെ ഒരു അപ്പോസ്തോലിക ഉപദേശങ്ങൾ അല്ലെങ്കിൽ ആ നടത്തിപ്പ് കിട്ടിയ മനുഷ്യർ, അപ്പോസ്തല നടത്തുതൽ പെറ്റ നബർ, ഏത് പ്രതിസന്ധിയിലും എന്ത് പ്രതികൂലமான അവർ വിട്ടുപോകത്തില്ല. അവർ വിട്ടുപോകും. സമാഗമ കൂടാരത്തെ കുറിച്ച് വായിക്കുമ്പോൾ, ആസരിപ്പ് കൂടാരത്തെ വാസിക്കുമ്പോൾ, അതിന്റെ കൂടാരം, அதனுடைய அந்த கூடாரமானது
28-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴേ 28 அதிகாரம் முதல் வாசிக்கிறோம். 48 പലകൾ നേരെ നിർത്തിയാണ് കൂടാരം ഉണ്ടാക്കിയത്. 48 பலகளை நேராக நிறுத்தி அந்த கூடாரம் தயாரிக்கப்பட்டது. 48 പലക എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് നിഴലാണ്. அந்த 48 சபைக்கு நிழல். എന്താണ് ഈ 48? என்ன அந்த 48? 12 4 48. 12 4 48. 12 അപ്പോസ്തലന്മാരാൽ 12 அப்போஸ்தலர்களால் 4 സുവിശേഷങ്ങളുള്ള ക്രിസ്തുവിനെ 4 സുവിശേഷങ്ങളുള്ള യേശു ക്രിസ്തുவை വെളിപ്പെടുത്തിയതിനാൽ ഏത് മനുഷ്യനെ ക്രിസ്തു യേശുവിൽ തികഞ്ഞവനായി നിർത്തും. எந்த மனிதனை கிறிஸ்து இயேசுக்குள் பூரணனாக்கும். അതാണ് മരുഭൂമിയിൽ ഈ പലകളെ നേരെ നിർത്തുന്നത്. ஆகவேதான் வனாந்தரத்தில் அந்த பலகை நேராக நிறுத்தப்பட்டது. ആ നേരെ നിർത്തുമ്പോൾ அதை நேராக நிறுத்தும் അതിന് 5 അന്താഴങ്ങളുണ്ട്. அதற்கு 5 താഴ്പാളുകൾ. അത് നിങ്ങൾ ആ 25-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ ഈ സംഭവം അടുത്ത് വെച്ച് കാണാം. அந்த 25-ാം அதிகாரம் முதல் വാசிക്കുമ്പോൾ இந்த സംഭവം. ഇല്ലെങ്കിൽ സമാകൂടാരത്തിലുള്ള പുസ്തകം നമുക്കുണ്ട്. ഇല്ലാവിട്ടാൽ ആസരിപ്പ് കൂടാരങ്ങളുടെ പുസ്തകം അതൊക്കെ വായിച്ച് പഠിക്കുന്നത് നല്ലതാണ്. அதை വാசிப்பது மிகவும் நன்று. 1 കിലോ ഇറച്ചിയുടെ വില പോലും അറിയുന്നില്ല. அதற்கு 1 കിലോ ഇറച്ചി വില ആവതിல்லை. ഒന്നുമില്ലല്ലോ, ഒരു ദിവസത്തെ 1 കിലോ ഇറച്ചിയൊക്കെ മാറ്റി വെച്ചിട്ട് 10 പുസ്തകം വായിച്ച് 10 പേർ കൊടുത്ത ഒരു പ്രയോജനം വരും. ஆனா ஒரு நாள் இறைச்சி சாப்பிடுறதை மாற்றி வைத்த அந்த பணத்தை നിങ്ങൾ ഇതൊക്കെ ചെയ്യാത്തത് കാണുമ്പോഴാണ് പ്രശ്നം വരുന്നത്. இதை நாம் செய்யாமல் இருக்கும்போது നിങ്ങൾ இதை செய்யாமல் இருக்கும் பொழுதுதான் உங்களுக்கு பிரச்சனை. ഞാൻ ചെയ്യുന്നുണ്ട്. நான் செய்கிறேன். ഇപ്പോൾ നമുക്കറിയാലോ ഒരു 3 ലക്ഷം രൂപയുടെ അടുത്ത് പ്രിന്റിംഗ് സാധനങ്ങൾ നമ്മൾ പ്രിന്റ് ചെയ്ത് വിതരണം ചെയ്തു. நான் 3 ലക്ഷം രൂപയ്ക്ക് അധികமான പൊരുക്കളെ പ്രിന്റ് ചെയ്ത് മറ്റുള്ളവർക്ക് ഉപയോഗിച്ചു. ഒരു സുവിശേഷ വേലക്കാരൻ എന്തോ ഇതിന്റെയൊക്കെ ആവശ്യത്തിനാണ് ഒരു സുവിശേഷ ഊഴിയർ കേട്ട இதற்கெல்லாம் அவசியம் என்ன? അതേസമയം കൺവെൻഷൻ 100 കിലോ ഇറച്ചി പോരാ 150 വേണമെന്ന് പറയും. அப்பொழுது அவர் சொல்வார் கன்வென்ஷனுக்கு 100 பத்தாது 150 കിലോ വേണം എന്ന്. ഇതാണ് നമ്മുടെ സംസ്കാരം. ചിലരുടെ നാഗരികം ഇത്. ഞാൻ സമുദായ സഭയിലിരിക്കുമ്പോൾ, കത്തോലിക്ക സഭയിലിരിക്കുമ്പോൾ, എല്ലാ വർഷവും ഞങ്ങൾക്ക് സൺഡേ സ്കൂളിൽ പുസ്തകമാണ് തരുന്നത്. എങ്ങൾക്ക് ഞായർപ്പള്ളി പുസ്തകം എല്ലാ ആണ്ടുകളും തരുവാர்கள் സമ്മാനമായിട്ട്. പരിശാക തരുവാர்கள். അതിലെ ഫാദർ ഡാമിയൻ, ഫ്രാൻസിസ് അസീസ്, ഇഗ്നോഷ്യസ് ലയാള, അങ്ങനെ അനേക മിഷണറിമാരുടെ ചരിത്ര പുസ്തകങ്ങളൊക്കെ ഞങ്ങൾക്ക് തരും. മിഷണറികളുടെ ചരിത്ര പുസ്തകങ്ങളെ തരുവാர்கள். പുണ്യാളന്മാരുടെയും പുണ്യാളച്ചിമാരുടെയും ഒക്കെ തരും. പുനിതരുടെ പുസ്തകങ്ങളെ തരുവാர்கள். സൺഡേ സ്കൂളിൽ നല്ല വചനങ്ങൾ തരും. ഞായർപ്പള്ളിക്ക് തേവ നല്ല വചനങ്ങൾ ഞങ്ങൾക്ക് വീട്ടിൽ പോയി വായിച്ചു പഠിക്കുമ്പോൾ അവരെ പോലെ ആകണമെന്ന് തോന്നും. ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികളുടെ അടുത്ത് നമ്മുടെ ഗ്രഹാം സ്റ്റേറ്റ്സ് ചെയ്ത പോലെ ഒരു പ്രവർത്തനമായിരുന്നു. നമ്മളത് വായിക്കുമ്പോൾ നമുക്ക് ആ സന്തോഷം തോന്നും. പക്ഷെ ഞാൻ അവിടുന്ന് പെന്തിക്കോസിലേക്ക് വരുമ്പോൾ കാണുന്നത് എവിടെ ചെന്നാലും സൺഡേ സ്കൂൾ വാർഷികത്തിന് ഓട്ടുപാത്രം വാങ്ങിച്ചു കൊടുക്കുന്നത് കുപ്പിപ്പരണി, സൺഡേ ക്ലാസ് ആണ്ട് വിളാവിലെ കുപ്പിയിലാണ് ഭരണി അല്ലെങ്കിൽ പ്ലേറ്റ് ഭരണി പോன்றവരെ വാങ്ങിക്കൊടുപ്പാர்கள். ഇത് കണ്ട ഒരു പുതിയ ആത്മാവിമാർക്ക് എന്നെ തിന്നണമെന്നുള്ള ആർത്തി മാത്രമേ ഉള്ളൂ. കാരണം പിള്ളേർക്ക് പോലും പ്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും. പുതിയ കേട്ട പിള്ളേർക്ക് കൂടെ സാപ്പിടുന്ന പൊരുട്കളെ വാങ്ങിക്കൊടുക്കും. അതിന്റെ വിഷയം മനസ്സിലാക്കിക്കോണം. அதை நாம் புரிந்து கொள்ள வேண்டும். എന്നാൽ ഞാൻ ഈ വന്ന സ്ഥലത്തെല്ലാം, ഞാൻ വന്ന ഇടത്തിലെല്ലാം, ഈ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോഴും വർഷങ്ങൾക്ക് മുമ്പ് ഈ സൺഡേ സ്കൂളിൽ ഇതെല്ലാം പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുത്തിരുന്നു. സൺഡേ ക്ലാസ്സിൽ പുസ്തകങ്ങൾ പരദേശി മോക്ഷയാത്ര ഡസൻ കണക്കിന് വാങ്ങിച്ചിടത്ത് കൊടുത്തിട്ടുണ്ട്. പരദേശി മോശയാത്ര എന്ന പുസ്തകത്തെ ഞാൻ നിറയെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇവർ തന്നെ ആവർത്തിക്കുന്നത്. ഈ പ്ലേറ്റ് വാങ്ങിച്ചു കൊടുക്കും. എന്തോ ഒരു സംസ്കാരമാണ് ചിന്തിച്ചു. അതുകൊണ്ട് ഞാനിപ്പോ പറയുകയാണ്, പെന്തിക്കോസ്ത് മിഷനിൽ ഇനി ആ വൃത്തികെട്ട സ്വഭാവം മാറ്റണം. എത്രയോ നല്ല പുസ്തകങ്ങൾ നമ്മുടെ പാസ്റ്റർ ടി യു തോമസും പാസ്റ്റർ AC തോമാച്ചായൻ മുതലിങ്ങോട്ട്, അല്ലെങ്കിൽ പാസ്റ്റർ സി ജോൺ മുതലിങ്ങോട്ട് നല്ല പുസ്തകം. നിങ്ങൾ വിശ്വാസികൾ ഏതെങ്കിലും എത്ര പുസ്തകം വായിച്ച് നിങ്ങൾ കൊടുക്കുന്നുണ്ട്? നിങ്ങളുടെ വീടുകളിൽ ഒരു സെറ്റ് പുസ്തകം ഉണ്ടോ? ഇവിടെ ആണ്ടത് ഞായറാഴ്ച രാത്രി പാതിരാത്രിക്ക് പോലും ബിരിയാണി വേണമെന്ന് പറയുന്ന പാർട്ടികളാണ്. ഇച്ചിരി കേട്ട് കുത്തുകൊണ്ടാലും സാരമില്ല, കല്ലെറിഞ്ഞാലും കുഴപ്പമില്ല. ഈ വൃത്തികെട്ട മെന്റാലിറ്റി നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറണം. ഇനി ഒരു കാലത്ത് ഒരു സൺഡേ സ്കൂളിലും ഈ പ്ലേറ്റും ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കരുത്. നല്ല പുസ്തകങ്ങൾ അടിച്ച് എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള നല്ല ബുക്കുകളുണ്ട്, നല്ല മിഷണറിമാരുടെ പുസ്തകങ്ങളുണ്ട്. സാധു സുന്ദർ സിംഗ് മുതല് DL മോഡി എത്രയോ മനുഷ്യരുണ്ട്. വായിച്ചു കൂടെ? ഞാൻ വിശ്വാസിയായിരിക്കുമ്പോൾ അത് ഡസൻ കണക്കിന് വാങ്ങിച്ച് പബ്ലിക്കിന് കൊടുക്കുമായിരുന്നു. ഞാൻ അധ്വാനിക്കുന്ന കാശ് കൊണ്ട് തന്നെ ഇത് വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. എന്തിനാ? ഇതും വായിച്ചാലല്ലേ അറിവുണ്ടാകത്തുള്ളൂ. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൺവെൻഷൻ എന്നാൽ എന്നാ അർത്ഥം? വലിയ ലക്ഷക്കണക്കിന് പന്തൽ വിട്ട്, ലക്ഷക്കണക്കിന് രൂപ മുടക്കി പന്തൽ പോട്ട്, അതിനുശേഷം കുറെ 2-3 പോത്തിനെയും വെട്ടി എരുതുകളെ അടിച്ച് പൊളിച്ച് നല്ലാതെ സാപ്പിട്ട് അത് ഇറച്ചി
കഴിച്ചിട്ട് ഇങ്ങോട്ട് വരും, പല്ലിനിടയിൽ ഇരിക്കുമ്പോൾ കൺവെൻഷൻ നല്ല ജോറായിരുന്നു. ഇറച്ചി പല്ലുക്കടയിൽ ഇറക്കുമ്പോൾ കൺവെൻഷൻ അതെന്താ ഇന്നത്തെ ഇറച്ചി നല്ല ഒലത്തിറച്ചി തന്നെയായിരുന്നു. ഇന്നേക്ക് നല്ല വറവൽ ഇറച്ചി. പണ്ട് ചേനയൊക്കെ ഇട്ടായിരുന്നു ഒരു കുഴമ്പ് പോലെ വെക്കുമായിരുന്നു. ഇപ്പോഴത്തെ കുമളി കൺവെൻഷൻ നല്ല ഒലത്തി തന്നെയായിരുന്നു. മുൻകാലങ്ങളിൽ മിகவும் ചേനക്കിഴങ്ങ് ഇവകളെ പോട്ട് വയ്പ്പാர்கள். സ്തോത്രം ഹല്ലേലൂയ. ഇപ്പോഴത്തെ നല്ല ഇറച്ചി ആകവേ സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ പൊട്ടന്മാരെ, ഈ അമോണിയ കയറ്റി ഇറച്ചിയേക്കാൾ നല്ലത് ആ ചേനക്കറിയാണ്. ഇപ്പോഴും അത് നല്ലത്. അതുകൊണ്ട് ഈ ഇറച്ചി തന്നെ അങ്ങോട്ട് അടിച്ച് അമോണിയ എല്ലാം കയറ്റി ഈ അറവുകാർ കാശുണ്ടാക്കാൻ വേണ്ടി അമോണിയ ഇല്ലാത്തെല്ലാം കൊടുത്ത് ഈ ഇറച്ചി തിന്നുന്നതിനൊക്കെ നല്ലത് മദ്രാസിൽ ചെയ്ത പോലെ സാമ്പാറും രസമാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. മദ്രാസ് കൺവെൻഷൻ പോയാൽ ഒരു ഗുണമില്ല. ചെന്നൈ കൺവെൻഷനിൽ പോയാൽ വിശേഷമില്ല. എല്ലാ ദിവസവും സാമ്പാറാണ്. എല്ലാ നാളും സാമ്പാർ. ഇവിടെ സാമ്പാറിനകത്ത് ഗുണമുണ്ട്. സാമ്പാറിൽ നിറയെ ഗുണം. നീ ഇവിടെ കേരളത്തിൽ അടിച്ചു തിന്നുന്ന ഇറച്ചിക്കകത്ത് മുഴുവൻ അമോണിയയാണ്. ഇത് കഴിച്ച് വയറും വീർത്ത് വയറ്റിളക്കവും പിടിച്ച് ഇത് ഇച്ചിരി താന്നങ്ങ് പറയുന്ന പോലെ തോന്നിയാലും സംഭവം ഇതായതുകൊണ്ട് പറയാൻ ആരെങ്കിലും വേണ്ടേ? ഇപ്പടിപ്പെട്ട കാര്യങ്ങൾ എന്റെ മാർക്കറ്റ് ഇച്ചിരി കുറഞ്ഞോട്ടെ. ഞാൻ ഈ പ്രസംഗം കഴിഞ്ഞ ആരുടെയും ഒന്നിനും ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ സഭയാണ്. ആത്മാക്കൾ പൂർണ്ണപ്പെടണം. അതിനാണ് ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് മേലാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരും കാണിക്കരുത്. ഒന്നുകൂടെ പറയാം, സൺഡേ സ്കൂളിൽ നിങ്ങൾ കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചുകൂടെ? നല്ല പുസ്തകങ്ങൾ, യോസേപ്പ്, ദാനിയേൽ, എത്രയോ നല്ല രൂത്ത്. ഞാനതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ താത്തു വെക്കാൻ തോന്നത്തില്ല. തന്നെ ആ പുസ്തകങ്ങൾ വാങ്ങിച്ച് സമുദായക്കാർക്കൂടെ കാശുണ്ടാക്കി ബാങ്കിലിടാ, നാളെ എല്ലാം പോവും. അതുകൊണ്ട് ഉള്ള സമയം നല്ലവണ്ണം സുവിശേഷീകരണം ചെയ്യും. പിന്നെ ശരിയാന്നോടെ ഞാൻ പറഞ്ഞേ, തലയാട്ടിയാ പോരാ, അത് ചെയ്യണം. ചെയ്യാനായി പറയുന്നത് എല്ലാ വിശ്വാസികളും സുവിശേഷം അറിയിക്കാനും ബുക്ക് കൊടുക്കാനും ട്രാക്ട് കൊടുക്കാനും ഉത്സാഹികളായിരിക്കണം. കൈപ്രതികൾ കൊടുപ്പതർക്കും പുസ്തകങ്ങളെ കൊടുപ്പതർക്കും ഈ അടിച്ച പുസ്തകം നിങ്ങളൊക്കെ സ്വന്തമായിട്ട് കുറെ പ്രിന്റ് ചെയ്താലും കുഴപ്പമില്ല. അടിത്തിരിക്കുന്ന പുസ്തകങ്ങളെ നിങ്ങൾ സ്വന്തമായി പ്രിന്റ് ചെയ്താലും പറവായില്ല. ഇങ്ങനെയല്ലേ മനുഷ്യൻ അറിയത്തുള്ളൂ. അപ്പടിയാണാൽ തന്നെ മനുഷ്യർ അറിഞ്ഞു കൊള്ളുവാர்கள். ദൈവത്തിന് സ്തോത്രം. കർത്തർക്ക് സ്തോത്രം. അപ്പോൾ ഈ 5 അന്താഴങ്ങൾ, இந்த 5 കാര്യങ്ങൾ, 5 അന്താഴം, 5 താഴ്പാടുകൾ. താഴ്പാടുകൾ എന്ന് പറയുന്നത് ഈ 5 ഉദ്യോഗസ്ഥന്മാർക്ക് നല്ലതാണ്. இந்த தாட்பாடுகள் 5 ഉദ്യോഗസ്ഥർക്ക് നിഴൽ. അപ്പോസ്തലർ, പ്രവാചകർ, ഉപദേശകർ, സുവിശേഷകർ, ഇടയന്മാർ. അപ്പോസ്തലர்கள், തീർക്കദരിസികൾ, സുവിശേഷകர்கள், പോദകர்கள், മേയ്പ്പர்கள். പലകളെ ഒന്നാക്കിയെടുക്കുന്നത്, இந்த பலகைகளை இணைப்பது, ഈ 48 പലകളെ ഒന്നാക്കിയെടുക്കുന്ന ഈ 5 അന്താഴങ്ങളാണ്. இந்த 48 പലകളെ ഇസൈക്കുന്നത് இந்த 5 താഴ്പാടുകൾ. ഈ 5 അന്താഴങ്ങളിൽ 4 എണ്ണം പുറത്തൂടെ വരുന്നതാണ്. இந்த 5 താഴ്പാടുകളിൽ 4 എണ്ണം വെളിപ്പകുതിയിൽ വരും. ഒരെണ്ണം ഈ പലകൾ തുറന്ന്, இந்த പലകകളെ തുളൈത്ത്, പണ്ട് കഴുക്കോലിന് വളയിടുന്ന പോലെ, കൽക്കോൽക്ക് വള പോടുന്നത് പോലെ അകത്തോടെ തുറന്ന് ആ സെൻട്രൽ ബീമായിട്ട് ഇടുന്നതാണ്. അത് നടുപ്പകുതിയിൽ ഇരിക്കുന്നതാണ് തൂണാകാതെ വളയത്ത് പോടുവാർ. അത് ക്രിസ്തുവിനെ കാണിക്കുകയാണ്. അത് യേശുവെ കാട്ടുகிறது. അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഉപദേശിക്കുന്ന അപ്പോസ്തലന്മാർക്കും അവരുടെ ഉപദേശങ്ങൾക്ക് തെളിവായിട്ട് കാണുക. ക്രിസ്തുവെ പ്രസംഗിക്കുന്ന അപ്പോസ്തലർക്ക് നിഴലായി இருக்கிறது. അതുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ, ആകവേதான் നമ്മുടെ സഭകളിൽ ഞങ്ങളെ പോലെ ചില വേലക്കാർ വന്ന്, എങ്ങളെ പോன்ற ഊഴിയர்கள் വന്ന് അഹങ്കാരവും തന്റെയോടും കാണിക്കുമ്പോൾ, അവർ മേട്ടിമേயான കാര്യങ്ങളെ കാട്ടുമ്പോൾ, ഒരു മൂപ്പർ ഒരു സഭയിൽ ചെന്ന്, ഒരു മൂപ്പർ ഒരു സഭയിൽ ചെന്ന്, ഒരു വിശ്വാസി ഏതോ കേട്ടതാണ്. ഒരു വിശ്വാസി ഞാൻ കേൾവിപ്പെട്ടു. ഇല്ല, വിശ്വാസിയുടെ കാര്യങ്ങൾ ഈ മൂപ്പൻ കേട്ടതാണ്. ആ വിശ്വാസിയുടെ കാര്യത്തെ മൂപ്പർ വിസാരിത്താർ. അല്ല, വിസാരിക്കില്ല, കേൾവിപ്പെട്ട. അവർ അപ്പടി കേൾവിപ്പെട്ട. ആരോ சொன்னது, யாரோ சொன்னதை கேள்விப்பட்ட. അത് വെച്ചുകൊണ്ട് സഭയെ പറയുകയാണ്, அதை வைத்துக்கொண்டு சபையில் சொல்லுகிறார், என்னோட காலத்து உன்னை ഞാൻ പുറത്ത് തള്ളുവാൻ, വെളിയിൽ என்னுடைய നാட்കളിலே நான் உன்னை வெளியேற்றி விடுவேன். ആ വിശ്വാസി എനിക്ക് ഫോൺ ചെയ്തു, എന്താണ്ട് പുതിയതായിട്ട് വന്ന് മൂപ്പൻ ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. அந்த விசுவாசி என்னை அழைத்து புதிதாக வந்த மூப்பன் இப்படி சொல்லுகிறார். ഞാൻ ചോദിച്ചു, നിന്നെ അയച്ചത് ആത്മാക്കളെ വെളിയിൽ കളയാൻ വേണ്ടിയാണോ? நான் கூப்பிட்டு கேட்டேன், உன்னை அனுப்பினது ஆத்மாக்களை வெளியேற்றவா? ഇവിടെ ചില പുതിയ സബ് ഇൻസ്പെക്ടർമാരുടെ പോസ്റ്റ് കിട്ടിയ പോലാണോ നിനക്ക് സഭയിൽ ചെല്ലുന്ന? ഞാൻ ചോദിച്ചു. ചില ഇൻസ്പെക്ടറുകൾക്ക് പോസ്റ്റ് കിട്ടിയത് പോലെ അല്ലവാ നീ സഭയ്ക്ക് ചെന്നപ്പോൾ? നീ പോയി 2 കൂട്ടരും വിചാരിക്കുക, നീ ആ 20 കൂട്ടരെ സമാധാനം ഉണ്ടാക്കാൻ നോക്ക്, പുറത്തു കളയുന്നല്ല. നീ സമാധാനത്തെ കൊണ്ടുകൊണ്ട് വെളിയേറ്റുവതല്ല. ചിലർക്ക് മുടക്കാൻ വലിയ ഇഷ്ടമാണ്, മുടക്കാൻ. ചിലർക്ക് അത് നിർത്തൽ ചെയ്യുന്നത്. നിന്നെ എന്നേ ദൈവം മുടക്കേണ്ടതാണ്. ഉങ്ങളെ ആണ്ടവർ എന്നെ നിർത്ത വേണ്ടും. ഉന്നെ എന്നെ ആണ്ടവർ മുടക്കേണ്ടതാണ്. എന്നെയും മുടക്ക വേണ്ടിയത് എന്നെ അല്ലപ്പാ, ഉന്നെ എപ്പോഴേ ആണ്ടവർ ഉന്നെ ആണ്ടവർ എவ்வளவு കാലങ്ങൾക്ക് മുൻ മുടക്ക വേണ്ടും.
ഇതൊന്നും ചിന്തിക്കത്തില്ല. இதை யோசிப்பதில்லை. ഇവിടെ ഒരു ആത്മാവിന്റെ വില അറിയണ്ടേ? ஒரு ஆத்துமாவின் விலை தெரிய வேண்டாமா? ഒരു കൂട്ടർ ആത്മാക്കളെ നേടും, ஒரு கூட்டத்தார் ஆத்துமாக்களை ചില വേലക്കാർ വന്ന് സഭയെ വന്ന് കസരത്ത് കാണിച്ചിട്ട് അവരെ പുറത്താക്കാൻ വലിയ ഇഷ്ടമാണ്. சிலர் சபையிலே வந்து அவர்களுடைய திறமையை காட்டி வெளியேற்றுவார்கள். ഇതൊന്നും ദൈവത്തിന്റെ ഹിതമല്ല. இது தேவ சித்தமல்ல. എന്നാൽ അങ്ങനെയുള്ള സമയത്തും அப்படிப்பட்ட நேரத்தில் എന്തുകൊണ്ടാണ് നിങ്ങൾ വിട്ടുപോകാത്തത്? ஏன் நீங்கள் விட்டு விலகாமல் இருக்கிறீர்கள்? ഞങ്ങളെപ്പോലെ ചില വേലക്കാരെ കാട്ടാൻ കാണുമ്പോൾ വിശ്വാസികൾ ചില പരമാർത്ഥികൾ വേദനിക്കാറുണ്ട്. நம்ம எங்களை போன்ற ஊழியர்களுடைய சில காரியங்களை பார்த்து விசுவாசிகள் வேதனை அடைவார்கள். എന്നാലും വിട്ടുപോകുന്നില്ല. அவர் விட்டு போவதில்லை. എന്താ കാരണം? காரணம் என்ன? ഇതിന്റെ അകത്തോടെ ഒരു അന്താഴം വിട്ടിട്ടുണ്ട്. இதன் உட்பகுதியிലൂடாக ஒரு தாழ்பால் போடப்படும். ബാക്കി 4 ഉടഞ്ഞു പോയാൽ അല്ലെങ്കിൽ വിട്ടുപോയാലും அந்த 4 വിട്ടു പോനാലും ശരിയായ ശുശ്രൂഷകൾ സഭയിൽ ഇല്ലെങ്കിലും சரியான ஊழியம் സഭയിൽ ഇല്ലാവിട്ടാലും ഊഴിയക്കാർ കൃത്യമായിട്ട് സഭയിൽ പ്രവർത്തിക്കുന്നില്ലെങ്കിലും ஊழியர்கள் சரியாக செயல்படாவிட்டாலும் അവരുടെ സ്വാർത്ഥതയ്ക്കും തന്നിഷ്ടത്തിനും ദ്രവ്യാഗ്രഹത്തിനൊക്കെ പ്രവർത്തിക്കുന്ന കാലങ്ങളുണ്ട്. അവர்கள் சுய விருப்பத்திற்கும் தன்னலாபத்திற்குமாக செயல்படுவார்கள். ഇല്ലെങ്കിൽ ഒരു കൂട്ടം വിശ്വാസികളുടെ ആലോചന കേട്ട് പോകുന്ന വേലക്കാരുണ്ട്. ചിലർ ഒരു കൂട്ട വിശ്വാസിയുടെ ആലോചന കേൾപ്പാர்கள். ചില വമ്പന്മാരെന്ന് പറഞ്ഞാൽ വിശ്വാസികൾ സഭയെ നടത്താൻ വലിയ ഇഷ്ടമാണ്. ചില വിശ്വാസികൾക്ക് സഭ നടത്തുന്നത് മിகவும் പ്രിയം. അവർ വിശ്വാസ വീട്ടിൽ വന്ന് അവരുടെ വിശ്വാസ വീട്ടിൽ സഹോദരിമാരെ കൈക്കലാക്കി, ആ സഹോദരികളെ അവർ ഉപദേശിയെ കൈക്കലാക്കി, ஊழியரை வசம் பண்ணி ഇല്ലെങ്കിൽ വെട്ടിലാക്കി, அவர் ஏதாவது வெட்டிலாக்கி വിപത്തിലാക്കി, ஏதாவது விபத்திற்குள்ளாக்கி ഇവർ ഭരിക്കാൻ തുടങ്ങും. இவர்கள் ஆட்சி செய்வார்கள். കുറെ കഴിയുമ്പോൾ ഇവരുടെ അടിയോടെ ദൈവം തമ്മിൽ തെറിപ്പിക്കും. ഇവர்களை കൂണ്ടോട് ആണ്ടവരെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ இப்படிப்பட்ட நேரத்தில் പാവപ്പെട്ട വിശ്വാസികൾ ഭാരപ്പെടും. വിശ്വാസികൾ ഭാരമடைவார்கள். ഒരിക്കൽ ചിലർ ചോദിക്കാറുണ്ട്, ഒരുവർ കേട്ടാർ, പലരും വന്നാല് ഇന്ന വീട്ടിൽ ആദ്യം വിസിറ്റിങ്ങിന് പോകുന്നു, പലരും വരുമ്പോഴത് മുതലാവത് ഇന്ന വീട്ടുകളിൽ ഞങ്ങളെ ആരും ശ്രദ്ധിക്കത്ത് പോലും ഇല്ല, നാം അത് ചിന്തിപ്പത് കൂടെ ഇല്ലല്ലേ, ഞങ്ങളെ ഗവനിക്കുന്നത് പോലും ഇല്ല, ഞങ്ങളെ അവർ കണ്ടുകൊള്ളുവതില്ലേ. ഞങ്ങൾ ഈ സഭയിലുണ്ട്, എന്തെല്ലാം പ്രവർത്തനം ചെയ്താലും അതൊന്നും മാനിക്കത്തില്ല. നാങ്ങൾ ഇങ്ങനെ செயல்படுகிறதை கணம் பண்ணுவதில்லை. എന്താ മറ്റുള്ളവരെ ഉയർത്തിക്കൊണ്ട് പോകുന്നു പറഞ്ഞു. മറ്റുള്ളവരെ ഉയർത്തുகிறார்கள். ഞാൻ പറഞ്ഞാൽ നല്ലതല്ലേ, അത് മിகவும் நல்லது. അങ്ങനെയുള്ള വേലക്കാരൻ നിങ്ങളോട് കൂടിയാൽ നിങ്ങൾക്ക് നഷ്ടം വരും. அப்படிப்பட்ட ஊழியர்கள் உங்களோட செய்தால் உங்களுக்கும் கஷ்டம். ഒരു കത്തോലിക്ക അച്ഛനോട് ചോദിച്ചു, ഒരു കത്തോലിക്ക പാതിരിടത്തിൽ അച്ഛൻ്റെ കൂടെ കപ്പ്യാരായി നിൽക്കുന്ന ഒരു പയ്യൻ, അച്ഛനോട് ഉദവിയാളരായി இருக்கிற ഒരുവർ, അവൻ എല്ലാ ശുശ്രൂഷയ്ക്കും പങ്കുകൊള്ളുന്നതാണ്, അവൻ എല്ലാ ஊழியத்திலையும் பங்கு பெறுகிறான். അച്ഛനെ വലിയ ബഹുമാനമാണ്, അച്ഛൻ പറയുന്നതെല്ലാം അനുസരിച്ച് കൊടുക്കുകയും ചെയ്യും. அந்த அച്ഛനെ അവർ அதிகമായി മതിപ്പാർ, അവർ சொல்லுகிறதெல்லாம் செய்வார். ഇവന്റെ അപ്പം മരിച്ചുപോയി, ഇവരുടെ തകപ്പനാർ ഇറന്നു പോനാർ. അപ്പോൾ ഒറ്റ കുർബാന കൊണ്ട് നിർത്തി, ഒരേ ഒരു ആരാധനയിൽ അവർ നിർത്തിവിട്ടാർ. സാധാരണ ഇങ്ങനെ ദിവസം തോറും കുർബാന ഒപ്പീസും എല്ലാം ചെല്ലും. എല്ലാ നാളും അത് അവർക്കാக പരിந்து பேசி ஜெபிப்பார். അടുത്ത ദിവസം അടുത്ത നാൾ അവിടുത്തെ വക്കച്ചൻ മുതലാളി മരിച്ചു. അങ്ങേ இருக்கிற വക്കച്ചൻ മുതലാളി മരിത്താർ. 9 അച്ഛന്മാര്, 9 ஊழியர்கள் ഇങ്ങേർക്ക് വേണ്ടി കുർബാന എല്ലാം വന്നു. അവർക്കാக അവர்கள் ജപം பண்ண വന്നാர்கள். ബിഷപ്പും വന്നു. ബിഷപ്പും വന്നാർ. പിന്നെ തുടർച്ചയായിട്ട് 30 ദിവസം പിൻപ് തുടർവാക 30 നാൾ സെമിത്തേരിയിൽ ഈ വക്കച്ചൻ മുതലാളിക്ക് വേണ്ടി ഒപ്പീസ് നടത്തുകയാണ്. വക്കച്ചൻ മുതലാളിക്ക് 30 നാൾ. അപ്പോൾ ഈ പയ്യനാണ് അച്ഛന്റെ കൂടെ പുസ്തകം ചൊല്ലുന്നത്. അവർക്ക് പിന്നാൽ പുസ്തകത്തെ വാസിപ്പത്. ഇവനങ്ങ് ഭയങ്കര മനപ്രയാസമായി. ഇവനക്ക് അത് മികുന്ന ഭാരമായിട്ട് ഇവന്റെ മുഖഭാവം കണ്ട് അച്ഛന് മനസ്സിലായി. ഇവനുടെ മുഖത്തെ പാർത്ത്, തോമസ് കുട്ടി, തോമസ്, ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു, നിന്റെ മുഖം ഇച്ചിരി വിളറിയിരിക്കുന്നു, ഞാൻ ഉന്നെ നന്നായി പുരിഞ്ഞു വയ്ത്ത് മുഖഭാവനെ വയ്ത്ത്. ഇതല്ലേ കാര്യം. നിന്റെ അപ്പം മരിച്ചപ്പോൾ ഒരു കുർബാന നിർത്തി, ഇപ്പോൾ 30 കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അതും ബിഷപ്പ് സഹിതം. ഉன்னுடைய தகப்பனார் மரித்த பொழுது ஒரு குர்பானையில் நிறுத்தி விட்டு இப்பொழுது பிஷப்பு கூட வந்து 30 செய்கிறார்கள், 30 நாட்கள் செய்கிறார்கள். അപ്പോൾ നിനക്കൊരു തോന്നലുണ്ട്, ഞാൻ പാവപ്പെട്ടവനായതുകൊണ്ട് എനിക്ക് കുർബാന കുറച്ചു, ഇയൊക്കെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏഴായിരുന്നതിനാൽ എനിക്ക് ഒന്ന്, മറ്റുള്ളവർക്ക് 30 നാളും ചെയ്യുകയാണ്. അല്ലേലും ഈ വെള്ളക്കുപ്പായക്കാര്, വെള്ളക്കുപ്പായ ടിപ്പിയും വരുമായിരിക്കും അല്ലേ, ഇരിക്കട്ടെ. അപ്പൊ വെള്ളക്കുപ്പായക്കാർക്കെല്ലാം ഇതാ പണി. വെള്ള ഉടുപ്പ് പോട്ടിരിക്കുന്നവർക്കെല്ലാം ഇതാണ് വേള എന്ന് നീ ചിന്തിക്കും. அப்படி நீ நினைக்கலாம். എടാ തോമസ് കുട്ടി, ഞാനൊരു സത്യം പറയാം. നിന്റെ അപ്പൻ ജീവിച്ചപ്പോൾ ദൈവഭയത്തോടും മര്യാദയ്ക്കും നല്ല വിശ്വാസിയായിട്ട് മരിച്ചു. അവരപ്പോഴേ സ്വർഗത്തിൽ പോയി. ഒരു കുർബാന പോലും നിന്റെ അപ്പൻ ആവശ്യമില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ വക്കച്ചൻ മുതലാളിക്ക് 30 അല്ല 300 കുർബാന ഇല്ലാലും അവർ നരകത്തിലേ പോകത്തുള്ളൂ. പിന്നെ
ഇതെന്തിനാ ഞങ്ങൾ ചെയ്യുന്ന ചോദിച്ചാൽ ஏன் இதை செய்கிறோம்? ഇവരൊക്കെ നേരെ ചൊവ്വേ 10 രൂപ പള്ളിക്ക് കൊടുക്കത്തില്ല. இவர்கள் சரியாய் 10 ரூபாய் கொடுப்பதில்லை. ഇവരുടെ വീട്ടിൽ മാമോദീസ വരുമ്പോഴേ அவர்கள் வீட்டில் ஞானஸ்நானம் வரும்பொழுது മറ്റെന്തെങ്കിലും പ്രോഗ്രാം വരുമ്പോൾ പള്ളിക്ക് എന്തെങ്കിലും കൊടുക്കും. அவர்கள் வீட்டில் ஏதாவது விசேஷ காரியம் வரும்பொழுது ഇവിടെ ഇവന്റെയൊക്കെ കാശ് വരെ പള്ളിക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ഇതൊക്കെ ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ്. அவர்களுடைய பணம் சர்ச்சுக்கு வருவதற்காக நாங்கள் இப்படி செய்து അതിന്റെ வைத்திருக்கிறோம். പേരെന്നാണ്? ഒപ്പീസ്. அதற்கு பேர் என்ன? ஒப்பீஸ். ഇത് ഒപ്പിക്കുന്ന വേറെയാടാന്ന് പറഞ്ഞു അച്ഛനോട്. இது ஒப்பு செய்கிற തോമസ് കുട്ടിയുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിച്ചു. തോമസ് കുട്ടിയുടെ മുഖം അപ്പോഴത് സൂര്യനെ പോലെ പ്രകാശിച്ചു. ടിപിഎംകാരെ നിങ്ങളുടെ സഭയിൽ വന്ന് ഞങ്ങളുടെ വേലക്കാർ വേർകൃത്യം കാണിക്കുമ്പോൾ டிபிஎம் சபையாரே எங்களுடைய ஊழியர்கள் வந்து உங்களிடத்துல வந்து இப்படி செய்யும் பொழுது എന്നോട് ചോദിച്ചിട്ടില്ലയോ? என்னிடத்துல கேட்டிருக்கிறீர்கள்? ആ അച്ചായൻ വരുമ്പോൾ ഇന്ന വീട്ടിൽ സ്ഥിരമായിട്ട് പോകും, ഞങ്ങളുടെ വീട്ടിൽ കയറത്തില്ല. இந்த ஊழியர் வரும் பொழுது எல்லா இன்ன வீடுகளுக்கு போவார், எங்களுடைய വീടുകൾക്ക് வர മാட்டாർ. ഇടാതെ അവരോടുള്ള സ്നേഹക്കൂടലുണ്ടല്ല, அவர்கள் மீது இருக்கிற அன்பினால் அல்ல. പിന്നെന്തിനാ? ஏன்? അതിന് തന്നെ, இதுதான், അതൊക്കെ തന്നെ. அது முன்பு சொன்னதுதான். പള്ളിക്ക് എന്തെങ്കിലും ആദായം ഉണ്ടാകുന്നത് നല്ലതല്ലേ? സഭയ്ക്ക് ഇവനൊക്കെ നേരെ 10 രൂപ കൊടുക്കത്തില്ല. இவர்கள் சரியான முறையில் 10 ரூபாய் கொடுக்க மாட்டார்கள். വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു സന്തോഷം വരും. വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് ഒരു മகிழ்ச்சி. ടിപിഎമ്മിലെ എല്ലാ വിശ്വാസികളും അങ്ങനൊന്നും അല്ല കേട്ടോ. ടിപിഎമ്മിലെ എല്ലാ വിശ്വാസികളും എന്നാലും ബെർലിലെണ്ണാവുന്ന പാർട്ടികളുണ്ട്. ബെർലാൽ എണ്ണக்கூடிയവർ இருக்கிறார்கள். തന്നെയല്ല, അങ്ങനെയുള്ള വേലക്കാർ നിങ്ങളുടെ വീട്ടിൽ വരാതിരിക്കുന്നതല്ലേ നല്ലത്? அப்படிப்பட்ட ஊழியர்கள் உங்க வீட்டுக்கு வராம இருப்பது நல்லது. ഇനി ഇവരുടെ വീട്ടിൽ പോയി എന്താ ചെയ്യുന്നേ? இவர்கள் வீட்டில் போய் அவர்கள் என்ன செய்கிறார்கள்? ഇവരുടനെ കുറ്റങ്ങൾ അഴിച്ചുവിടും. அவர்கள் தங்கள் மற்றவருடைய குறைகளை சொல்வார்கள். ആ വിശ്വാസ ശരിയല്ല, ഈ വിശ്വാസ ശരിയല്ല, ഞങ്ങൾ മാത്രമാ ശരി. அந்த விசுவாசி அப்படி இருக்கா, இவர் இப்படி இருக்கா, நாங்கள் மட்டும் சரியா இருக்கிறோம். ഈ കുമ്പസാരിക്കാനാ ചെല്ലുന്നേ. இதை சொல்வதற்கு தான் செல்கிறார். കുമ്പസാരം ഇത് അങ്ങനെ വീട്ടുകുമ്പസാരം നടത്തി அப்படி வீட்டிலே குத்தாரிக்கை செய்து അവർക്കൊരു ആശ്വാസം, அவர்களுக்கு ஒரு ஆறுதல். നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. உங்களுக்கு அது தேவையில்லை. നിങ്ങൾക്ക് വീട്ടുകുമ്പസാരം വേണ്ട, உங்களுக்கு വീട്ടിലെ കുത്താരിക്കை മധ്യസ്ഥ കുമ്പസാരം വേണ്ട. മധ്യസ്ഥത്തിലെ இருக்கிற നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ദൈവത്തോട് കുമ്പസാരിക്കുന്നവരുണ്ട്. நீங்கள் நேரடியாக தேவனிடத்தில் ஜெபம் பண்ணுகிறவர்கள். അതാ നല്ലത്. அதுதான் நல்லது. പിന്നെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമേ മനുഷ്യനോട് പറയാവുള്ളൂ. ஏதாவது അത്യാവശ്യം വന്നാൽ மட்டும்தான் മനുഷ്യരിടത്തിൽ നിങ്ങൾ சொல்ல வேண்டும். അങ്ങനെ നമ്മുടെ പാസ്റ്റർ എം ടി തോമസ് ഈ കൊട്ടാരക്കര കൺവെൻഷൻ പറഞ്ഞത്. പാസ്റ്റർ എം ടി തോമസ് അവர்கள் കൊട്ടാരക്കര കൺവെൻഷൻ ചെയ്താൽ ഞാൻ ഇടയ്ക്ക് എന്തിനാ ഈ വിഷയം വിട്ട് പറയുന്നത് വെച്ചാൽ, நான் ஏன் இதை இடையில சொல்லுகிறேன்? നമ്മൾ ദൈവം മാനിച്ചാൽ പോരെ, നമ്മை தேவன் கனம் பண்ணட்டும். നമുക്ക് ചില്ലറയും ലാഭമാണ്, നമുക്ക് கிடைக்கிறது ലാഭം ഇല്ലയോ? വേലക്കാരെ വീട്ടിൽ വരുന്നതിന് അത് ലാഭമല്ലേ? എല്ലാ ലാഭമാണെന്ന് വിചാരിച്ചെങ്കിൽ ഇരുന്നാൽ മതി. ஊழியர்கள் வீட்டுக்கு வருகிற லாபம் நினைத்திருப்போம். അല്ല, വരാത്തത് வராமல் இருப்பது நமக்கு லாபம். ദൈവത്തിന് സ്തോത്രം. கர்த்தருக்கு ஸ்தோத்திரம். അതുകൊണ്ടാണ് ഈ 3 സ്റ്റേജ് പഠിപ്പിക്കുന്നത്. ആകവേதான் இந்த 3 പകുതി. അപ്പൊ ഇത് അന്ത്യകാലമാണ്. പാസ്റ്റർ എം ടി തോമസ് കൃത്യമായി പറയുന്നുണ്ട്, 3-1 കൈവിടപ്പെട്ടു പോകും. പാസ്റ്റർ എം ടി തോമസ് അവர்கள் കട്ടായപ്പെടുത്തി சொல்லுகிறார், 3-1 പകുതി. എല്ലാവരും പറയുന്ന സത്യമാണ്. വേലക്കാരും വിശ്വാസികളും വലിയൊരു ഗ്രൂപ്പ് 3-1 കൈവിടപ്പെടാൻ പോവുകയാണ്. വിശ്വാസികൾക്കുള്ളിൽ ஊழியர்களுக்குள்ளே 3-1 പകുതി കൈവിടപ്പെട പോകുന്നത്. അപ്പൊ കൈവിടപ്പെടുന്നവർ നമ്മൾ എന്തിനാ ചിന്തിക്കാൻ പോകുന്നത്? കൈവിടപ്പെടുകയുടെ കാര്യത്തിൽ നമുക്ക് എങ്ങനെ എടുത്തുകൊള്ളപ്പെടാം, നാം എപ്പടി എടുത്തുകൊള്ളപ്പെടും, അത് മാത്രമായിരിക്കും നമ്മുടെ ചിന്ത. അത് மட்டுமே നമ്മുടെ ചിന്ത. മറ്റുള്ളവരെ കുറിച്ച് ഒരു ഡിസ്കഷൻ പോലും വരുത്. മറ്റുള്ളവരെ കുറിച്ച് നാം വിവരിക്ക വേണ്ടാം. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം വരുമ്പോഴും, ഇപ്പടിപ്പെട്ട പ്രശ്നങ്ങൾ വരുമ്പോഴും, യെശയ്യാപ്രവചനം 57:10 വായിക്കുമ്പോൾ, എന്തുകൊണ്ടാണ് നിങ്ങൾ ക്ഷീണിച്ചു പോകാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത്? ഞാൻ ഈ ടിപിഎമ്മിൽ വന്നപ്പോഴേ എനിക്കൊരു അതിശയം തോന്നി. ഈ പാസ്റ്റർമാരെല്ലാം സഭക്കാർ എപ്പോഴും കുറ്റം പറയുന്ന പോലെ പ്രസംഗിക്കുന്നത്. എല്ലാം ഇവൻ നല്ല കാര്യമൊന്നും പറയത്തുമില്ല, സഭയെ പ്രശംസിക്കത്തില്ല, കുറ്റങ്ങൾ പറഞ്ഞാണ് പ്രസംഗിക്കുന്നത്. അപ്പൊ ഞാനിത് കഴിഞ്ഞപ്പോ ആ പാസ്റ്ററോട് ചോദിച്ചു, ഇങ്ങനെയൊക്കെ പറഞ്ഞ ആത്മാക്കൾ വിട്ടുപോകത്തില്ലെന്ന് ചോദിച്ചു. അവർ നാളെ വരുമോന്ന് ചോദിച്ചു. എടാ മോനെ, ഇതാടാ ടിപിഎം, ഇത് അവർക്കറിയാം ഇത് എന്തുദ്ദേശത്തോടാ പറയുന്നത്. അവസാനം കർത്താവ് അവരെ പ്രശംസിച്ചോളും. ഈ ഒരു വാക്യം കേട്ടിട്ടില്ലേ? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം കിട്ടും. ഞങ്ങൾ വചനത്തെ എടുത്ത് മനുഷ്യരെ കുറ്റബോധം വരുത്തും, കുറ്റം പറഞ്ഞു അവർക്ക് വേദന വരും. അവർ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് അവരെ ആശ്വസിക്കും. അങ്ങനെ കർത്താവിൽ നിന്ന് ഡയറക്റ്റ് ആശ്വാസം പ്രാപിക്കുന്നതുകൊണ്ടാണ് വേലക്കാരുടെ ഭാഗത്ത് കുറവുകൾ കണ്ടാലും അവർ വിട്ടുപോകാത്തതിന്റെ കാരണം. മറ്റു ചില ബന്ധുക്കോസ് സഭകളെ കണ്ടിട്ടില്ലേ? പാലക്കാ പിരിയുന്ന പോലെ പിരിയാണ്. ഒരേ സ്ട്രീറ്റിൽ 3-4 സഭയുള്ള സ്ഥലങ്ങളുണ്ട്. അങ്ങനെ കാര്യങ്ങൾ ടിപിഎമ്മിൽ ഇല്ലാത്തതിന്റെ കാരണം അടിസ്ഥാനപരമായിട്ട് അങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതുകൊണ്ടാണ്. ഇത് തൊട്ടിയിലിട്ടാട്ടുന്നതല്ല, ഇത് അടിപ്പ് പണിയാണ്. അടിപ്പ് ബീറ്റൻ. നമ്മുടെ എല്ലാ കളിമ്പും
നമ്മൾക്കുള്ള இருக்கிற களிம்பு நீங்க வேண்டும். എല്ലാ കീടവും മാറ്റിക്കളയുന്ന, അതിൽ இருக்கிற എല്ലാ അശുദ്ധങ്ങളും നീங்க. അതാണ് ഈ മിനിസ്ട്രിയുടെ പ്രാധാന്യം. അതുതാണ് இந்த ஊழியத்தின் ഇത് നമ്മളെ പൊക്കി പ്രശംസിക്കുകയല്ല, ഇதை നാം ഉയർത്തി നമ്മളെ തകർക്കണം. നാം നുറുക്കപ്പെട வேண்டும். യെശയ്യാ 53:10 വായിക്കുമ്പോൾ, യെശയ്യാ 53:10 വായിക്കുമ്പോൾ ആദ്യം മറ്റേ വാക്യം വായിച്ച് യെശയ്യാ 57:10 വായിച്ച്. വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലമെന്ന് നീ പറഞ്ഞില്ല. നിന്റെ കൈവശം ജീവശക്തി കണ്ടതുകൊണ്ട് നിനക്ക് ക്ഷീണം തോന്നി. നോക്കുക, വഴിയുടെ ദൂരം നിമിത്തം, വഴിയുടെ ദൂരത്തിന് നിമിത്തം നിനക്ക് ക്ഷീണം തോന്നിയില്ല. നീ ഉഴണ്ടു പോകാമ. എന്താ കാരണം? അത് എന്ന കാരണം? നിന്റെ അകത്ത് ജീവശക്തി ഉണ്ട്. ഉനക്കുള്ള ബലത്തെ കർത്താവ് ഈ ശക്തിയെ ഒന്ന് പുതുപ്പിച്ചു വിടുന്നതാണ് ശുശ്രൂഷകരുടെ മറ്റൊരു ജോലി. ഇதை പുതുപ്പിப்பதுதான் ஊழியருடைய இன்னொரு வேலை. പാസ്റ്റർ ഫ്രെഡി പോളിന്റെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. പാസ്റ്റർ ഫ്രെഡി പോളിന്റെ ചെയ്തിയെ ഞാൻ കേട്ടിട്ടുണ്ട്. അന്നത്തെ കാലത്തിൽ മധുരയിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക്, അല്ലെങ്കിൽ ചെങ്കോട്ടയിൽ നിന്ന് ഒറ്റ ബസ്സേ ഒരു ദിവസം ഉള്ളൂ. ആ ചെങ്കോട്ടയ്ക്കും മധുരയ്ക്കും ഒരേ ഒരു ബസ്. അപ്പൊ ആ ബസ് രാവിലെ പോയാൽ പിന്നെ വൈകിട്ട് വരത്തുള്ളൂ. அந்த பஸ் காலையில போனால் மாலையில் தான் வரும். അതുകൊണ്ട് മധുരയ്ക്ക് പോകുന്നവരെല്ലാം, അല്ലെങ്കിൽ മധുരയിൽ നിന്ന് ചെങ്കോട്ടയ്ക്ക് പോകുന്നവരെല്ലാം, മധുരയിൽ നിന്ന് ചെങ്കോട്ടയ്ക്കോ ചെങ്കോട്ടയിൽ നിന്ന് മധുരയ്ക്ക് പോകുന്നവர்கள் ഈ ബസ് തന്നെയാണ് ആശ്രയമാണ്. இந்த ബസ്സை സാർന്നിരുപ്പാர்கள். ഒരിക്കൽ പാസ്റ്റർ ഫ്രെഡി ആ ബസ്സേ കയറി. ഒരു മുறை പാസ്റ്റർ ഫ്രെഡി അവർ മധുരയിൽ നിന്ന് ബസ് പുറപ്പെടുമ്പോൾ തന്നെ നിറച്ച ആളാണ്. ആ മധുരയിൽ നിന്ന് ബസ് പുറപ്പെടുമ്പോൾ നിറയെ ആൾക്കാർ. പിന്നെ കാണുന്നിടത്തെല്ലാം എടുക്കണം. ആ പാർക്കിൽ നിർത്തങ്ങൾ. അത് ബസ്സുകാരന്റെ കാശ് മാത്രമല്ല, അവന്റെ സർവീസാണ്. അത് പണം മറ്റുമല്ല, അത് അവരുടെ ഊഴിയം, സേവ. അവനെ വഴിയിൽ ഇട്ടിട്ട് പോകാൻ അവർക്ക് സാധിക്കത്തില്ല. അവരെ നടുവതിയിലെ വിട മുടിയാതെ. അങ്ങനെ ഓരോ സ്റ്റോപ്പിലും നിർത്തുമ്പോൾ, ഒവ്വൊരു ഇടത്തിലും നിർത്തുമ്പോൾ ഇടിച്ചിടിച്ച് കയറ്റുകയാണ്. അവർ അധികമായി പ്രസ് ചെയ്ത് ഉള്ളേ മീൻ അടുക്കി വെക്കുന്ന പോലെ അങ്ങ് അടിക്കടിക്ക് കയറ്റുക. ശ്വാസം വിടാൻ വയ്യാത്ത വിധത്തിൽ, മൂച്ചു കൂടെ വിട മുടിയാതെ നിലമൈ. അപ്പൊ ജനങ്ങൾ അവിടെ ഇങ്ങനെ സഫർ ചെയ്യും. ജനങ്ങളെ വിധമായി പകിർന്നു കഷ്ടപ്പെടുവാൻ അവർ തങ്ങളെ കഷ്ടത്തേക്ക് ഒപ്പുകൊടുക്കും. അപ്പോൾ കണ്ടക്ടർ എന്നാ പറയും? കണ്ടക്ടർ എന്നെ ചൊല്ലുവാർ ഡബിൾ ബില്ല് അടിക്കും. ഇവരെ കയറ്റിയിട്ട് 2-3 ബില്ല് ക്ലീനാന്ന് അടിച്ചോണ്ടിരിക്കും. 2 മുறை വേഗമായി അടിപ്പാർ. എന്നിട്ട് പറയും ചെങ്കോട്ട എത്താറായി. ചെങ്കോട്ടെ വന്നു വിട്ടത്. ചെങ്കോട്ടയ്ക്ക് ഇനി 30 കിലോമീറ്റർ ദൂരം കിടക്കുക. ചെങ്കോട്ടയ്ക്ക് ഇന്ന് 30 മൈൽ ഇരിക്കുന്നത്. പക്ഷെ ചെങ്കോട്ട എത്താറായെന്ന് കേൾക്കുമ്പോഴേ ചെങ്കോട്ടെ നെരുങ്ങി വിട്ടത് ഒരു ആശ്വാസം. നമുക്കൊരു ആറുതൽ. ഏതായാലും ചെങ്കോട്ട എത്താറായല്ലോ. ചെങ്കോട്ടെ നെരുങ്ങി വിട്ടു. അടുത്ത 29ാമത്തെ കിലോമീറ്റർ ചെല്ലുമ്പോഴും 29ാമത്തെ കിലോമീറ്റർ അടുത്ത ആളുകളെ കയറ്റുക. അടുത്ത ആളെ ഏറ്റുகிறார். അപ്പോഴും ജനം വിഷമിക്കുന്നറിയാം. ജനങ്ങൾ കഷ്ടപ്പെടുന്നത് തെരിയും. അപ്പോ കിളിയോ കണ്ടക്ടർ എന്ത് ചെയ്യും? വീണ്ടും ഡബിൾ ബെല്ല് 3-4 പ്രാവശ്യം അടിച്ചിട്ട് ഓ ചെങ്കോട്ട എത്താറായി. ഇതാണ് പ്രത്യാശ എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവ് വരാറായി. ഈ കാല കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുന്നതിന്റെ കാരണം വരാൻ പോകുന്ന തേജസ് വിചാരിച്ചാൽ റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. 8-ലാണ് 8:18-19 വായിക്കുന്നുണ്ട്. 8:19 വരുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാല കഷ്ടങ്ങൾ സാരമില്ല. നോക്ക നമ്മിൽ വെളിപ്പെട എത്ര 8-ാമത് റോമാലേഖനം 8:18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെടാൻ തയ്യാറല്ലെങ്കിൽ, മീറ്റിങ്ങിന് വരാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ തേജസ്സിന്റെ പങ്കാളിത്തം കിട്ടാതെ വരും. അപ്പോൾ നമ്മുടെ പ്രത്യാശ ചെങ്കോട്ട എത്താറായി. 2000 വർഷമായിട്ട് ഈ ബസ് പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദേശം കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. എന്നാ കറുത്ത് കുറെ നാളായാലോ നീയൊക്കെ പറയാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ നിർത്തരുതോ? അത് ചെങ്കോട്ട എത്തുന്നോടും വരെ പറയും. ഞങ്ങൾക്ക് നല്ല ലക്ഷ്യമുണ്ട്, ഇത് ചെങ്കോട്ടയിൽ എത്തും. നീ ബസ് കയറാത്തത് കൊണ്ട്, നിനക്ക് ചെങ്കോട്ട അറിയാത്തതുകൊണ്ട് നിനക്കിത് അരിഷ്ടാവസ്ഥയായിട്ട് തോന്നും. പക്ഷെ ഞങ്ങൾ പുറകോട്ടല്ല മുന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ഒരു 12 കിലോമീറ്ററേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ 10 ആകും. ഇപ്പോൾ ഇതാ അവസാനത്തെ കിലോമീറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. അന്ന് ഞങ്ങൾ ഇവിടുന്ന് പറക്കുമ്പോ നീയൊക്കെ വായും പൊളിച്ചോണ്ട് നിൽക്കും. അയ്യോ ഇവര് പറഞ്ഞ സത്യമാണല്ലോ, കൈവിട്ട് പോയല്ലോടാ, കൈവിട്ട് പോയല്ലോടാ. ഈ ലോക മനുഷ്യനല്ല ഇത്. പെന്തിക്കോസ് ജനങ്ങൾ അന്തം വിടാൻ പോവുകയാണ്. കാഹളം ധ്വനിച്ച് വിശുദ്ധന്മാർ തേജസ്കരിക്കപ്പെടുമ്പോൾ ഇവിടെയുള്ള പരിഹാസികളും അവിശ്വാസികളും എല്ലാം
അന്തം വിട്ടു പോകാൻ പോവുകയാണ്. പരിഹാസക്കാരர்களும் അവിശ്വാസികളും അവர்கள் ആശ്ചര്യപ്പെട പോകുகிறார்கள். എന്നാൽ ഈ ബസ്സെ വെച്ച് இந்த பஸ்ல வைத்து ഈ കണ്ടക്ടർ ആളെ തള്ളി കയറ്റുമ്പോഴേ ആൾക്കളെ അവർ അധികമായി ഏറ്റും പൊழுது ഇവർക്കെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ട്, അവർക്ക് കഷ്ടം, അയാളോട് ഒരു പ്രയാസം വരും. അവർക്ക് கொஞ்சம் പ്രയാസം വരും. നിങ്ങൾക്ക് ചിലർക്ക് എന്നോട് പ്രയാസം വരുന്ന പോലെ உங்களுக்கு என் மீது பிரயாசம் வருகிறது. ഈ പ്രസംഗമെല്ലാം ചെയ്യുമ്പോഴേ இந்த பிரசங்கத்தை செய்யும் നിങ്ങളുടെ വേലക്കാർക്കും വിശ്വാസികൾക്കെല്ലാം കുറെ ബുദ്ധിമുട്ടുണ്ട്. ஊழியர்களுக்கும் விசுவாசிகளுக்கும் கொஞ்சம் கஷ்டம். എന്നാൽ ചെങ്കോട്ടയിലെത്തി ബസ്സിറങ്ങി കഴിയുമ്പോഴേ ഈ പയണികളെല്ലാം இந்த பயணிகள் അല്ലെങ്കിൽ ഈ പറഞ്ഞ പാസഞ്ചേഴ്സ് இந்த யாத்ரீகர்கள் കണ്ടക്ടർ കൈവച്ചിട്ട് ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു കണ്ടക്ടറെ பார்த்து നന്ദി சொல்லிவிட்டு போவார்கள். കാരണം ചെങ്കോട്ട എത്തി. കാരണം ചെങ്കോട്ടെ വന്നു വിട്ടത്. കണ്ടക്ടറുടെ പ്രത്യാശയുടെ വചനം എന്താ? കണ്ടക്ടർ சொல்லுகிற ചെങ്കോട്ട എത്താറായി, ചെങ്കോട്ടെ നെരുങ്ങി വിട്ടത്. ഇതാണ് ശുശ്രൂഷകർ ചെയ്യേണ്ടത്. ഇതാണ് ഊഴിയർ ചെയ്യേണ്ടത്. പ്രത്യാശയുടെ വചനങ്ങൾ കൊടുത്തവരെ അങ്ങോട്ട് മുന്നോട്ട് നടത്തിക്കൊണ്ടേയിരിക്കണം. നമ്പിക്കയിൻ വാർത്തകളെ അളിത്തു മുൻസെല്ല ചെയ്യണം. അപ്പൊ തന്നെ കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. അവർക്ക് അപ്പപ്പോത് എച്ചരിക്കை വിട വേണം. കമ്പിയെ പിടിച്ചോളാൻ പറയൂ, ഇല്ലയോ? കമ്പിയെ പിടിച്ചുകൊള്ളുക, പിടിച്ചു നിന്നോണം. കാരണം പിന്നെ ആളിന്റെ പെരുപ്പം നിമിത്തം വീഴത്തില്ല, അങ്ങനെ ഒരു ഗുണമുണ്ട്. ആട്കൾ നെരുങ്ങി ഇരിക്കുന്നതിനാൽ വിളമാട്ടോ. അപ്പൊ പിടിച്ചു നിന്നോണം പറയത്തില്ലേ? അവസാനത്തോളം പിടിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഇനി അല്പസമയം മാത്രമേ ഉള്ളൂ കാഹളം തുനിപ്പാൻ. പിടിച്ചു നിന്നോണം, എല്ലാം വിട്ട് മുന്നോട്ട് ആഞ്ഞുകൊണ്ട് ഓടിക്കണം. അതുകൊണ്ടാണ് പല പോരാട്ടങ്ങൾ വരുന്നു. പാസ്റ്റർമാർക്കും സെൻട്രൽ പാസ്റ്റർക്കും ഇടയിൽ പ്രശ്നങ്ങൾ വരുന്നു. വലിയ പാസ്റ്റർമാരിൽ മറ്റുള്ളവർക്ക് പ്രയാസം വരുന്നു, വിശ്വാസികളിൽ നിന്ന് വിശ്വാസികൾക്ക് വരുന്നു. എന്നാലും അവർ പിടിച്ചു നിൽക്കുകയാണ്. എന്താ കാരണം? വഴിയുടെ ദൂരം നിമിത്തം. നമ്മൾ വായിച്ചേ, വഴിയുടെ ദൂരം നിമിത്തം. യെശയ്യാ 57:10. വഴിയുടെ ദൂരം കൊണ്ട് നീ തളർന്നു പോയിട്ടും അത് നിഷ്ഫലമെന്ന് നീ പറയുന്നില്ല. ആർക്കും യേശുവിനെ കുറ്റം പറയാനില്ല, ഈ സഭയെ പറ്റി കുറ്റം പറയാനില്ല, ഇവിടുത്തെ ഉപദേശത്തെ കുറ്റം പറയാനില്ല. നമ്മൾ തമ്മിലുള്ള കുറ്റം അത് സാരമില്ല. അത് പറഞ്ഞു തീരുന്ന എപ്പോഴും നല്ല മനസ്സിൽ വെച്ചുകൊണ്ടിങ്ങനെ നടക്കുന്നതൊക്കെ നല്ല നേരെ അടിച്ചു വിടുക. എന്റെ പോളിസി അതാണ്. ആരോട് കാര്യങ്ങൾ നേരെ പറഞ്ഞ് ക്ലിയർ ചെയ്യുക, പിന്നെ അത് ചുമന്നുകൊണ്ട് നടക്കേണ്ട ആവശ്യം. അതാണ് ബുദ്ധി. നേരെ കാര്യം പറഞ്ഞു തീർത്തോളാം. അപ്പൊ എന്തുകൊണ്ട് ക്ഷീണിച്ചു പോകുന്നില്ല? ഇത്രയും മുന്നോട്ട് പോയിട്ടും പ്രസംഗത്തിന്റെ കുത്ത് കേട്ടിട്ടും ഇല്ല മുടക്കിയിട്ടും നിങ്ങളെയൊക്കെ മുടക്കി വെക്കുന്ന കാലമില്ലായിരുന്നോ? ഇപ്പൊ എന്താ മുടക്കാത്തെന്ന് ചോദിക്കും. ഇപ്പൊ മുടക്കാൻ പോയാൽ മിക്കവാറും 95% മുടക്കേണ്ടി വരും. പണ്ട് തിരുവത്താഴ് എടുക്കുന്ന സമയത്ത് വലിയ സ്ട്രിക്റ്റ് ആയിട്ട് പറയുമായിരുന്നു, രോഗിയായി തീരും, ചത്തുപോകും, അതുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് എടുക്കുമെന്ന് പറയും. ഇപ്പൊ അതൊന്നും പറയുന്നില്ല. പലരും എടുക്കുന്നുണ്ട്. ശുദ്ധീകരിപ്പ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, ഞാൻ തിരുവത്താഴം കഴിഞ്ഞിട്ട് വരട്ടെ, ബാക്കി പിന്നെ പറയാന്ന് പറയുന്നു. പാർട്ടി തിരുവത്താഴം കഴിഞ്ഞിട്ട് നിന്നെ ഒന്ന് കണ്ടോളാം. അവനും കുഴപ്പമില്ല, അവനും പ്രശ്നമില്ല. പിന്നെ ചുരുക്കം ചിലടത്ത് മാത്രം ദൈവം ഇത് ഓർമ്മിക്കാൻ വേണ്ടി ചിലരെ പ്രശ്നത്തിലാക്കുന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ ചിന്തി, കർത്താവ് എന്താ ഇപ്പൊ ഇതിങ്ങനെ ശിക്ഷ കുറഞ്ഞിരിക്കുകയാണല്ലോ, എന്താ കാരണം? അപ്പൊ കർത്താവിനോട് പറഞ്ഞു, നല്ല എപ്പോഴല്ല കുറേ നാൾ മുമ്പാ, നീ ഹോസ്പിറ്റലിലെ പരിപാടിയോ കണ്ടിട്ടില്ലേ? ചില രോഗികൾ അവിടെ ചെല്ലുമ്പോഴേ ഡോക്ടർ പറയും, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇപ്പൊ അവരത് കാണരുത്, ഞങ്ങളുടെ ഒബ്സർവേഷനിൽ ഇരിക്കുകയാണ്, ഒരെണ്ണം കയറി പോകരുത്, ഒരുത്തനും ഇങ്ങോട്ട് കയറി പോകരുത്. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഈ കണ്ടിപ്പുള്ള ഡോക്ടർ എന്ത് പറയും? മനസാക്ഷി ഇല്ലാത്തവൻ. ഒരിക്കലും ഒരുത്തം പറഞ്ഞ, എന്റെ ഡോക്ടർ അതെന്റെ അപ്പനാ, എന്നെ കയറ്റി വിടാൻ പറഞ്ഞു. ഡോക്ടർ നിന്റെ അപ്പൻ നിന്റെ വീട്ടിൽ ഇരുന്നതല്ലേ, എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അപ്പൊ ഇവിടെ വന്നാൽ ഞങ്ങൾ പറയുന്നത് കേൾക്കണം, ഞങ്ങളുടെ പരിധിയിലാണ് നിന്റെ അപ്പൻ, വെളിയിൽ പോടാന്ന് പറഞ്ഞു. അവൻ വെളിയിൽ പോയി. അവൻ അവിടെ ഇരുന്ന് ഡോക്ടറെ പ്രായിക്കൊണ്ടിരിക്കുക. ഇതുപോലെ കഠിന ഡോക്ടർ. എന്നെ എത്ര പേര് പ്രാകുന്നുണ്ടെന്ന് അറിയത്തില്ല, പക്ഷെ ഇത് ഏക്കത്തില്ല. കാരണം ഉദ്ദേശം നല്ലതായതുകൊണ്ട്
2 ദിവസം കഴിഞ്ഞപ്പോൾ ഇപ്പം വീണ്ടും വന്നു. 2 நாட்களுக்கு பிற்பாடு அவர் வந்தார். അപ്പോൾ കുറച്ച് പേരെല്ലാം അവിടെ ഇരിപ്പുണ്ട്. அங்கே கொஞ்சம் பேர் இருக்கிறார்கள். ഡോക്ടർ പറഞ്ഞു, டாக்டர் சொன்னார், ഈ എന്തുവാ ഒരു പേര് പറ, இந்த ചാക്കോ, ചാക്കോ, ഈ ചാക്കോച്ചന്റെ இந்த ചാക്കോച്ചனுடைய മക്കളോ സ്വന്തക്കാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? മക്കളോ ഉറവിനങ്ങളോ യാരാவது இருக்கிறீர்களா? അതുകൊണ്ട് ഞങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. நாங்கள் எல்லாரும் இருக்கிறோம். എന്നാ നിങ്ങളെല്ലാം പോയി കണ്ടോളാൻ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ചെന്ന് അവരെ പാരുங்கள், എന്ത് വേണേലും കൊടുത്തോളാൻ പറഞ്ഞു. என்ன வேணாலும் കൊടുങ്ങൾ. ഉടനെ ഇവൻ അവിടെ നിന്ന് പറയും, എൻ്റെ ദൈവമേ, ഈ ഡോക്ടർക്ക് വന്ന് മാനസാന്തരം, ഇപ്പോഴേക്ക് ബോധോദയം ഉണ്ടായിരുന്നു. இந்த டாக்டருக்கு மனம் திரும்புதலை கொடுத்தீரே. ഡോക്ടർക്ക് മാനസാന്തരം ഉണ്ടായിട്ടല്ല, டாக்டருக்கு மனம் திரும்ப வந்தது. നിന്റെ അപ്പന്റെ കഥ തീരാൻ പോവാ. அவருடைய தகப்பனுடைய காலம் ഇനി ട്രീറ്റ്മെന്റ് കൊണ്ട് കാര്യമില്ല. வைத்தியத்தினால் பிரயோஜனமில்லை. ഇനി ഏതായാലും ചാകാൻ പോകുന്നിടത്ത് அவர் മരണമடைய പോകുന്നവടി ഇനി സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചിട്ട് കാര്യമില്ല. ഇவ்வளவு கண்டிப்பா இருக்க வேண்டியது. അതുകൊണ്ട് നീ കാണേണ്ടവനെല്ലാം കണ്ടു, நீங்க பார்க்க வேண்டியதெல்லாம் பாருங்கள், കഴിക്കേണ്ടവനെല്ലാം കഴിച്ചു, என்ன வேணாலும் പോവേണ്ടിടത്തെല്ലാം പൊക്കോ, போக வேண்டிய இடத்துக்கெல்லாம் போ. മറ്റെന്ത് തോന്നിവാസം കാണിക്കാനും പൊക്കോ. ഇപ്പൊ സ്ട്രിക്റ്റ് ഇല്ലാത്തതിന്റെ കാരണം ഏത് കണ്ടിപ്പില്ല, ഏതായാലും തീരാൻ പോവാ. നീ നിറവடைய ന്യായസിംഹാസനം നിർത്തപ്പെടുന്ന സമയം വരുന്നുണ്ട്. ന്യായാസനത്തിற்கு മുൻ இருக்கிற ഇപ്പൊ സഭയിലൊന്നും വലിയ പ്രശ്നങ്ങളില്ല. സഭയിലെ പെരിയ പ്രശ്നങ്ങളില്ല. അത് ഡോക്ടർ മാനസാന്തരമല്ല, അത് ഡാക്ടറുടെ മനം. നിന്റെ അപ്പന്റെ കഥ തീരാൻ പോവാ. നമ്മുടെ താപ്പനാടെ കഥ മുടി, പലരുടെയും കഥ തീരാൻ പോവാണ്. നമ്മുടെ കഥ തീരപ്പോകുന്നത്. അതുകൊണ്ട് ഇപ്പൊ സഭയിലെ പഴയ പോലെ അല്ലെന്ന് പറയണ്ട. പഴയതുപോലെ അല്ല സഭ. ഇത് പഴയ സഭയല്ല. തേജസ്കരിക്കപ്പെട്ട സഭ പോകുമ്പോൾ, മഹിമയടയുന്ന സഭ പോകുമ്പോൾ ബാക്കിയുള്ളവനെല്ലാം കൈവിടപ്പെട്ടു പോവുക. മറ്റുള്ളവരെല്ലാം കൈവിടപ്പെടുവാണ്. അന്തിക്രിസ്തു വന്ന് ഇച്ഛാവർപ്പിക്കാൻ പോവുക. അന്തിക്രിസ്തു വന്ന് അവളെ കഷ്ടപ്പെടുത്തുക. അതിന്റെ ഇടയ്ക്ക് പിന്നീട് ഒരു ശിക്ഷ വേണോ? ആവശ്യമുണ്ടോ? അതற்கு ഇടയിൽ ഏதாவது ശിക്ഷ തേവയാ? വേണ്ട. അതാ യേശു നീതിമാനിന് നീതി ചെയ്യട്ടെ, നീതിമാനി നീതി ചെയ്യട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, പരിശുദ്ധവാൻ തന്നെ അഴുക്കാടവൻ അഴുക്കാടിക്കോട്ടെ, അശുദ്ധമാകുന്നവൻ അശുദ്ധമാകട്ടെ. ഞാനിതാ വേഗം വരുന്നു. ഞാൻ ഇതോ ശീഘ്രമായി വരുന്നു. ആ വരുന്ന സമയത്തിൽ ഓരോരുത്തരും അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കും. ഓരോരുവർക്കും അവിടെ ചെയ്യത്തക്ക ഫലനെ കൊടുപ്പേൻ. ഇവിടെ നമ്മൾ വായിച്ചുള്ള വഴിയുടെ ദൂരം നിമിത്തം, ആ വഴിയിൽ ദൂരത്തിന് നിമിത്തം നിങ്ങൾ മടുത്തു പോകാതിരിക്കുന്നതിന്റെ കാരണം നിങ്ങൾ വായിച്ചു, ജീവശക്തി നിങ്ങളിലുണ്ട്. ഉനക്കുള്ള ബലത്തെ ഒരുപക്ഷെ കൂട്ടായ്മയുടെ ബലം കുറഞ്ഞു പോകും. ഒരുവേളെ നമ്മുടെ ഐക്യത്തിലൂടെ ബലം കുറയലാം. സഭയുടെ ഐക്യമില്ലാതെ പോയിടും. സഭയിൽ ഐക്യമില്ലാതെ വേലക്കാരുടെ സംരക്ഷണം ഇല്ലാതെ പോകും. ഊഴിയരുടെ പാതുകാപ്പ് ഇല്ലാതെ ചിലപ്പോൾ എതിരായി വരും. നിങ്ങൾക്ക് എതിരായി എന്നിട്ടും നാം പിടിച്ചിരിക്കുന്നതിന്റെ കാരണം അപ്പോഴും പിടിച്ചു നിൽപ്പത് അകത്തൊരു ജീവശക്തി ഉണ്ട്. നമുക്കുള്ള ഒരു ജീവശക്തി ഇരിക്കുന്നത്. ആ ജീവശക്തി എന്താ? அந்த வல்லமை என்ன? ചെങ്കോട്ടയിലെത്തും. നാം ചെങ്കോട്ടை ബുദ്ധിയുള്ള കണ്ടക്ടർ ബുദ്ധിയുള്ള കണ്ടക്ടർ അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ചെങ്കോട്ട എത്താറ എന്ന് പറയുമ്പോൾ ഈ അകത്തിരിക്കുന്ന ചെങ്കോട്ട എഴുന്നേറ്റ് വരും. അപ്പൊ അവർക്കൊരു എനർജി വരും. അവസാനം ചെങ്കോട്ടയിലെത്തും. അതുകൊണ്ടാണ് പലരും വിട്ടുപോകാത്തത്. അല്ലെങ്കിൽ നമ്മുടെ കാട്ടായങ്ങൾ കൊണ്ട് ചില പലരും പണ്ടേ പോകേണ്ടതായിരുന്നു. പോകാത്തതിന്റെ കാരണം ജീവശക്തി ക്രിസ്തു അവരിലുണ്ട്. എന്നാൽ ഈ അന്ത്യകാലത്തിൽ നാം സഭയെ പറ്റി പഠിച്ചു വരികയാണല്ലോ. ഈ നിലവിളക്ക് അടിപ്പണിയായി പണിയാണ്. അതെ, കഷ്ടത്തിൽ കൂടെ വേണം നമ്മളെ പണിതെടുക്കാൻ. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പ്രാകൃത സ്വഭാവങ്ങളിൽ ഇല്ലാതായി തീരും. അതുകൊണ്ടാണ് മുഴുവനും പൊന്നുകൊണ്ടുള്ള വിളക്ക്. ആ മുഴുവൻ എന്നുള്ള വാക്ക് ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അവിടെ നിലവിളക്കിന് തൂക്കമുണ്ട്. 50 ഒരു താലന്ത് പിച്ചളത്തൊട്ടിക്കാണ് അളവില്ലാത്തത്. അളവില്ല, പക്ഷെ ഇത് ഒരു താലന്താണ്. ആ ഒരു താലന്ത് പറഞ്ഞാൽ 50 കിലോയെ കാണിക്കുകയാണ്. 50 എന്ന് പറഞ്ഞാൽ എന്താ? പെന്തക്കോസ്ത് നാളിലാണ് സഭ ഉരുവായത്. ആ സഭ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ വിശ്വാസികൾ മേലക്കാരൻ 120 പേര് സഭ ആരംഭിച്ചു. അങ്ങനെ വരുന്ന സഭ പിന്നീട് നാം നോക്കും ഉപദേശത്തിൽ വളരുകയാണ്. വിശാലമായി വളർന്ന്, അതുകൊണ്ടാണ് ഈ പിച്ചളത്തൊട്ടി അത് കടൽ തൊട്ടിയായി 12 കാളയുടെ പുറത്ത് വരെ നമ്മൾ കേട്ടല്ലോ. അങ്ങനെ ഉപദേശത്തിലും കൂട്ടായ്മയുടെ ബന്ധത്തിലും വളർന്ന് ക്രിസ്തു എന്ന തലയോളം വളരണം. അതാണ് എഫേസ്യ ലേഖനം 4-ാം അധ്യായം നമ്മൾ വായിച്ചു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരെയും ഉപദേശകന്മാരെയും സുവിശേഷകന്മാരെയും ഇടയന്മാരുമായി നിയമിച്ചു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും
വിശ്വാസത്തിൽ ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ഐക്യത, ആണ്ടവരായ യേശുവെ കുറിച്ചതാണ് ജ്ഞാനത്തിലെ നിറവടை യൂണിഫോമിന്റെ ഡ്രസ് കോഡിന്റെ ഐക്യത അല്ല പ്രശ്നം. യൂണിഫോമിന്റെ ആടയുടെ കാര്യത്തിൽ അല്ല, അതൊക്കെ നല്ലത് തന്നെ. അത് നല്ലത്. പക്ഷെ വിശ്വാസത്തിലും പരിജ്ഞാനത്തിലും ഒന്നാകണം. വിശ്വാസത്തിലും ജ്ഞാനത്തിലും നാം തേർന്നവരാക വേണം. ക്രിസ്തുവിന്റെ വിശ്വാസത്തിലേക്ക് നാം വളരണം. യേശുവിൻ വിശ്വാസത്തിൽ അതാണ് പൗലോസ് പറഞ്ഞത്, ഞാനിപ്പോൾ ജീവിക്കുന്നത് ദൈവപുത്രന്റെ വിശ്വാസം. ആകവേதான் പൗലോസ് சொல்றான், நான் இப்பொழுது ജീവിക്കുന്നത്. രണ്ടാമത് പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത, ജ്ഞാനത്തിൻ മേന്മ. അങ്ങനെ വിശ്വാസത്തിലും പരിജ്ഞാനത്തിലും വളരുന്ന വിശ്വാസത്തിലും ജ്ഞാനത്തിലും വളരുന്ന സഭ അങ്ങനെ വരുമ്പോൾ, அப்படி வரும்பொழுது അത് പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഒരു പ്രവാസകാലമുണ്ട്. அந்த സഭയ്ക്ക് ഒരു ചിറയിരിപ്പിൻ കാലം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അബ്രഹാം മുതൽ ദാവീദ് വരെ 14-ാം തലമുറ, ദാവീദ് മുതൽ പ്രവാസകാലം വരെ അടുത്ത ഘട്ടം, പ്രവാസകാലം മുതൽ ക്രിസ്തു വരെ മറ്റൊരു ഘട്ടം. വായിച്ച വാക്യം, ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ഘട്ടങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 1-2 വാക്കിൽ വായിക്കുമ്പോൾ അബ്രഹാം, ദാവീദ്, ക്രിസ്തു. വായിച്ചേ, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു, അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശു ക്രിസ്തു. അബ്രഹാം മനസാക്ഷ്യൻ കാലത്തിലെ വിശുദ്ധൻ, ദാവീദ് ന്യായപ്രമാണം, ക്രിസ്തു കൃപയുടെ പ്രമാണം. അപ്പൊ നാം അബ്രഹാമിനെ പോലെ വിശ്വാസത്തിൽ ഈ കൂട്ടത്തിൽ വരുന്നു. പിന്നീട് ന്യായപ്രമാണ സത്യങ്ങൾ, ഉപദേശ സത്യങ്ങളിൽ വളർന്നു പോകുന്ന ഒരു കാലഘട്ടം. പിന്നീട് ക്രിസ്തു വെളിപ്പെടുക. ക്രിസ്തു തമ്മിൽ ഉണ്ടെങ്കിലും എഫേസ്യ ലേഖനം 3:17 വായിക്കുമ്പോൾ, ക്രിസ്തു വിശ്വാസം നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും സ്നേഹത്തിൽ വേരൂന്നി. ഏത് സ്നേഹം? റോമർ 5:5 പരിശുദ്ധാത്മാവിനാൽ ലഭിക്കുന്ന സ്നേഹം, അതിൽ വേരൂന്നി അടിസ്ഥാനപ്പെടുക. വായിച്ച വാക്യം എഫേസ്യർ 3:17, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും അൻപിൻ അകലമും നീളമും ആഴമും ഉയരവും. ക്രിസ്തുവിന്റെ നീളം, വീതി, ആഴം, ഉയരം. ക്രിസ്തുവിൻ നീളം, ആഴം, ഉയരം, വീതി. അങ്ങനെ വളരുന്ന സഭ. വെളിപ്പാട് 21-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ പര്യായമാണ് സഭ. ക്രിസ്തു തന്നെയാണ് സഭ എന്ന് പറയുന്നത്. അങ്ങനെ പൂർണ്ണപ്പെട്ട സഭ ഒരളവുകോൽ പൊൻകോലുകൊണ്ട് അളന്നപ്പോൾ അതിന്റെ നീളവും വീതിയും സമം. വായിച്ച് 21-ന്റെ 15-ാം വാക്യം. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും. ഈ നഗരം ഏതാണ്? വെളിപ്പാട് 21-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, ഇതാ ഇറങ്ങി വരുന്ന സഭ, സ്വർഗത്തിൽ ദൈവസ്ഥ ഇറങ്ങി വരുന്ന പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം, ഭർത്താവിനായി അലങ്കരിച്ചിരിക്കുന്ന മണവാട്ടിയെ പോലെ. ക്രിസ്തു മണവാട്ടി. നോക്കണം, ഇതിന്റെ അളവ് തുല്യമാണ്. എഫേസ്യ ലേഖനം 3:17 ക്രിസ്തുവിന്റെ നീളം, വീതി, ആഴം, ഉയരം ആ അളവുകോല് കൊണ്ട് അളന്നപ്പോൾ സമം. വായിച്ചേ, എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിന്റെ ഗോപുരങ്ങളെയും മതിലിനെയും അളക്കേണ്ടതിന് പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു, അതിന്റെ വീതിയും നീളവും സമം. വീതിയും നീളവും സമം. അത് കഴിഞ്ഞ് വായിച്ചേ, അതിന്റെ ആഴവും ഉയരവും നീളവും വീതിയും. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളന്നു, 1200 നാഴിക കണ്ടു, അതിന്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. ഏതാണ് ഈ പുതിയ യെരൂശലേം? വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി. അപ്പൊ ഈ അപ്പോസ്തലിക ഉപദേശങ്ങൾ കൊണ്ട് സഭയെ വളർത്തുന്നതിന്റെ ഉദ്ദേശം, ഏത് മനുഷ്യനെയും ക്രിസ്തുയേശു തികഞ്ഞവനായി നിർത്തുന്ന ഒരു സഭ, അതാണ് മണവാട്ടി. ഇപ്പോൾ കാണുന്ന സഭ ദൃശ്യമാണ്. സമുദായങ്ങൾ വിശ്വാസ പ്രമാണം പഠിക്കുമ്പോൾ ദൃശ്യവും അദൃശ്യമായ ഏകസത്യസഭയായ
ദൃശ്യവും കാണപ്പെടുന്നതും കാണാത്തതുമായ. കാണുന്നതും കാണാത്തതുമായ സഭ. അപ്പോൾ സഭ ഇപ്പോൾ കാണുന്നുണ്ട്, സഭ ഇപ്പോൾ പാർக்கிறோம். പക്ഷേ ഇതിനകത്ത് കാണപ്പെടാത്തൊരു സഭയുണ്ട്. ഇത് കാണപ്പെടാത്ത ഒരു സഭ. അതാണ് കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്ന സഭ. അതുതാണ് കർത്തരുടെ വരവിൽ എടുത്ത. അതാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ കാണുന്ന 5-ാം അധ്യായത്തിൽ കാണുന്ന ജയം പ്രാപിച്ച ആൺകുട്ടി. വെളിപ്പെടുത്തുന്ന വിശേഷത്തിലെ 14-ാം അധികാരത്തിലെ വാസി. അപ്പോൾ ആ സഭയ്ക്ക് വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് യേശു ജീവൻ കൊടുത്തത്, അതற்காக യേശു ജീവനെ കൊടുത്തു, അതിനുവേണ്ടിയാണ് മുൻ നിയമിക്കപ്പെട്ടത്. അതുതാണ് മുന്നാൾ നിയമിക്കപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ഘട്ടങ്ങൾ വന്ന இந்த ഘട്ടങ്ങളെ കടന്ന് പ്രവാസത്തിലേക്ക് മനുഷ്യൻ പോകും. നാം ചിറയിരിപ്പുക്ക് പോകും. എല്ലാ വേലക്കാരും വിശ്വാസികളും എല്ലാ ഊഴിയர்களும் വിശ്വാസികളും പൂർണ്ണപ്പെടുന്നതിന് മുൻപ് പൂർണ്ണമടയുവதற்கு അവർക്കൊരു പ്രവാസകാലമുണ്ട്. അവർക്ക് ഒരു ചിറയിരിപ്പ്. എന്താണ് ഈ പ്രവാസകാലം? അത് എന്ന ചിറയിരിപ്പ്? പത്രോസ് ലേഖനം 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ പേതുരു നിരുപം 2-ാം അധികാരത്തിൽ 2:11 വായിച്ചേ. പേതുരു പ്രവാസികളും പരദേശികളുമായ നിങ്ങൾ ഭയത്തോടെ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. 2:1 2:11 വായിച്ചേ. അപ്പൊ നമ്മൾ ആക്ച്വലി പ്രവാസികളാണ്, പരദേശികളുമാണ്. ഈ ഭൂമിയിൽ നമുക്ക് സ്വദേശമല്ല, ഇത് നമ്മുടെ ദേശമല്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോ പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ദൈവം മറ്റു മതക്കാരെ എഴുന്നേപ്പിക്കുന്നത്. യുവന്മാർക്ക് ഇത്തിരി സൗകര്യം കൂടി കഴിഞ്ഞപ്പം ഇവരിവിടെ തന്നെ ജീവിക്കാൻ താല്പര്യപ്പെടുക. ഇസ്രായേലിൽ വെച്ച് യോസേപ്പിനെ അറിഞ്ഞ രാജാക്കന്മാർ വന്നപ്പം ഇവർക്ക് ആനുകൂല്യങ്ങൾ ഒരുപാട് കിട്ടി. ഇന്ന് കണ്ടില്ല, ക്രിസ്ത്യാനികൾ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കന്മാർ പുറകെ പോവുക. അവരുടെ കൺവെൻഷന് മാറി മാറി രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിച്ച് പ്രസംഗിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ട് പോയി സമ്മതം കൂടുകയാണ്. ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുണ്ട്. അപ്പൊ സഭ എന്ന് പറഞ്ഞ എത്രയോ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചല്ലോ, വീണ്ടും വായിച്ചേ. പ്രവാസികളും പരദേശികളുമായിരിക്കുന്ന അപ്പൊ നമ്മളിലൊരു പ്രവാസകാലമുണ്ട്. അതിന്റെ അർത്ഥം ഈ ജഡത്തിൽ നിന്ന് ആത്മാവോട് പിരിയണം. അത് ജഡം സമ്മതിക്കത്തില്ല. അവൻ എപ്പോഴും അവന്റെ സ്വഭാവം തന്നുകൊണ്ടിരിക്കും. ഒന്ന് പാപം, മരണം, ഈ രണ്ട് ശക്തികൾ നമ്മളെ പോരാടിക്കൊണ്ടിരിക്കും. അങ്ങനെ പോരാടുന്ന സമയത്തിൽ അതിനെ നമുക്ക് ജയിക്കണം. അതിന് നാം ഭയത്തോടെ ദൈവത്തിൽ കരയുന്നവരായിരിക്കണം. ഈ പ്രവാസകാലം ഭയത്തോടെ കഴിയണം. മറ്റുള്ളവരുടെ വിഷയത്തിൽ ഇടപെടാൻ പോരുത്. നമ്മുടെ പ്രവാസത്തിൽ നമുക്ക് എങ്ങനെ ഒരു വിടുതൽ വേണം. ഇസ്രായേൽ ജനം 70 വർഷം പ്രവാസകാലത്തിലായിരുന്നു. അനേകരും മരിച്ചുപോയി. പെന്തിക്കോസിൽ പലരും മരിച്ചു കഴിഞ്ഞു. ജീവിക്കുമ്പോൾ തന്നെ മരിച്ചിരിക്കുകയാണ്. പേരിന് മാത്രമേ ഉള്ളൂ പലരുടെയും പെന്തിക്കോസ്, പേരിന് മാത്രം. എന്നാൽ ജീവശക്തി ഉള്ളവര്, അവരും ചില പ്രവാസമുണ്ടവർക്ക്. എത്രയോ കാലങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ ഈ ജഡത്തിന്റെ ശക്തി തന്നെ വിടുവിക്കണമേ, ഈ സ്വയത്തിന്റെ ശക്തി തന്നെ വിടുവിക്കണമേ, ഈ ജഡ ദ്രവ്യാഗ്രഹത്തിന് വിടുവിക്കണമേ. പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. കർത്താവ് ഒരു ദിവസം വിധി തരും. അതാണ് കൃപയെന്ന് പറയുന്നത്. ഇത് നമ്മുടെ പുണ്യപ്രവൃത്തിയിലല്ല, നമ്മുടെ യാതൊരു യോഗ്യതയിലുമല്ല. യിരെമ്യാ പ്രവചനം 32-ാം അധ്യായത്തിൽ 1-2 വാക്യത്തിൽ വായിക്കുമ്പോൾ, വാളിനെ ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപ കണ്ടെത്തി. വായിച്ചേ. വാളിനെ തെറ്റി ശേഷിച്ച ജനം മരുഭൂമിയിൽ കൃപയെ കണ്ടെത്തി. എത്രാം വാക്യം? 31:2 വായിച്ചേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, വാളിനെ തെറ്റി ശേഷിച്ച എന്താ കാരണം? വാള് ന്യായവിധി. അനേക ബന്ധുക്കോസുകാരും ന്യായവിധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ ആന്തരിക മനുഷ്യൻ മരിച്ചു കഴിഞ്ഞു. വേലക്കാരനും പലരും മരിച്ചു കഴിഞ്ഞു. ഒരു ചെറിയ ഗ്രൂപ്പിന് മാത്രമേ ജീവനുള്ളൂ. എങ്കിലും അവർക്ക് വിട്ടുപോരാൻ തടസ്സമായിരിക്കുന്നില്ല, പ്രവാസമുണ്ട്. അതാണ് റോമാലേഖനം 7-ാം അധ്യായത്തിന് 24-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അവൻ നിലവിളിക്കുകയാണ്, കർത്താവേ ബാക്കിയെല്ലാം ശരിയായിരിക്കുകയാണ്, എന്നാൽ ഈ ജഡത്തിന്റെ പോരാട്ടം എന്നെ വിട്ടു പോകുന്നില്ല. ചില കോപം, വൈരാഗ്യം, പ്രതികാരം, ഇങ്ങനെ ഏതെങ്കിലും ശക്തി നിങ്ങൾ വാഴുന്നെങ്കിൽ അത് നിങ്ങളുടെ പ്രവാസകാലമാണ്. അതിനെന്ത് ചെയ്യണം?
നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. ഒരു ദിവസം നിങ്ങൾക്കൊരു അഭിഷേകം തരും. അഭിഷേകത്താൽ നിങ്ങളുടെ മുഖം മുടിച്ചു കളയും. എന്തുകൊണ്ടാണ് ഇത് കാലതാമസം വരുന്നത്? ഒരുപക്ഷെ രോഗമായിരിക്കാം, മറ്റു വല്ല പോരാട്ടമായിരിക്കാം. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ അപ്പോസ്തലൻ നിലവിളിക്കുകയാണ്. അപ്പോസ്തലനായിരുന്നിട്ട് പോലും തന്റെ ജീവിതത്തിൽ ഏതോ ഒരു ശക്തി തന്നെ പുറകോട്ട് വലിക്കുകയാണ്. അതിനെ ജയിക്കാൻ വേണ്ടിയാ താൻ പറഞ്ഞത്, പിൻപിലുള്ളതിനെ മറന്ന്. അത് നമ്മുടെ കഴിവും പ്രാപ്തി കൊണ്ട് കിട്ടുകയില്ല, മൂപ്പൻ പട്ടം കൊണ്ട് പാർശ്വപ്പട്ടം കൊണ്ട് കിട്ടുകയില്ല. അത് കുഞ്ഞുങ്ങളെ പോലെ നിലവിളിക്കണം, കരയണം. അങ്ങനെ നിലവിളിക്കുന്ന സമയത്തിൽ നമ്മൾ നമ്മൾ ചില സ്വഭാവങ്ങൾ, നല്ല സ്വഭാവങ്ങൾ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. ക്രിസ്തുവിന്റെ താഴ്മ ലഭിക്കുന്നതിന് വേണ്ടി ആത്മീയരായ മനുഷ്യരെ അവർക്കുണ്ടാകുന്ന പോരാട്ടങ്ങളാണ് അവരെ താഴ്ത്തുന്നത്. അപ്പൊ അവർ നീളത്തെ വിട്ടു താഴ്മയിലേക്ക് വരും. അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ യെശയ്യാപ്രവചനം 10-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവം നമുക്ക് മേലൊരു അഭിഷേകം തരും. അത് നമ്മുടെ കഴിവും പ്രാപ്തി കൊണ്ടല്ല, ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്താൽ, തന്റെ അഭിഷേകത്താൽ മുഖക്കൈകൾ ഒടിച്ചു പോകും. Yoke shall be destroyed by the anointing. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. അന്നാളിൽ അവന്റെ ചുമട്, ചിലർക്ക് ഞാനെന്നുള്ള അഹംഭാവം, അത് അശൂറിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അശൂർ ഭൂമിയെ വാഴാൻ പോകുന്നൊരു കാലമുണ്ട്. എതിർ ക്രിസ്തുവിന്റെ കാലത്ത് വരുമ്പോൾ ഒരു അസിറിയ ശക്തിയോട് കൂടിയാണ് വരുന്നത്. അതിലെല്ലാ സാമ്രാജ്യങ്ങളുടെയും ശക്തി ഉണ്ടാകും. അപ്പൊ ആ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് ഇപ്പോഴേ നമ്മളിൽ വ്യാപരിക്കുന്നുണ്ട്. അതാണ് നമുക്ക് താഴാൻ കഴിയുന്നില്ല. ആരെങ്കിലും നമ്മളെ പറ്റി പറഞ്ഞാൽ ഇങ്ങനെ ചുരുട്ടി കയറും മേളോട്ട്, സഹിക്കാൻ ഒക്കുന്നില്ല. എന്നെ കുറിച്ചോ, ഞാൻ ആരാ? അതാണ് ഈ അസീറിയൻ ശക്തി. ആർക്കും കീഴ്പ്പെടാത്തത്. അതാണ് സെരുബാബേലിനുള്ളതായ മഹാപർവ്വതം. അത് സമഭൂമിയായി തീരണം. അതാണ് നമ്മൾ വായിച്ചത്, മരുഭൂമിയിൽ കൃപ കണ്ടെത്തണം. അതുകൊണ്ട് അബ്രഹാമിന്റെ കാലം, അത് രക്ഷിക്കപ്പെട്ട കാലം, വിശ്വാസത്തിൽ വന്ന കാലം. ദാവീദിന്റെ കാലം, അത് ന്യായപ്രമാണത്തിൽ ഉപദേശം വളർന്ന കാലം. ഇനി പ്രവാസം കഴിഞ്ഞിട്ട് കൃപ കണ്ടെത്തണം. അതിനാര് വെളിപ്പെടണം? ക്രിസ്തു വെളിപ്പെടണം. അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി ലോകത്തിൽ വന്നു. മോശയുടെ പ്രമാണത്തിന് ഇച്ചിരി മാറ്റം വെക്കണം, അല്ല അല്പം മാറ്റി വെക്കണം. പകരം ക്രിസ്തുവിന്റെ സത്യം, ആ കൃപ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഞാനല്ല, എന്റെ കഴിവുകൊണ്ട് പ്രാപ്തി കൊണ്ട് ഒന്നും സാധ്യമല്ല. ആ താഴ്ത്തപ്പെടുന്ന സ്വഭാവത്തിലേക്ക് വരും. അപേക്ഷയും യാചനയും. യിരെമ്യാ 30-ന്റെ 9-ാം വാക്യം വായിക്കുമ്പോൾ ആ കൃപ കണ്ടെത്തുന്നവർ കരയുന്നവരായി തിരിച്ചു വരുമെന്നാണ്. വായിച്ചേ, കരയുന്നവരായി തിരിച്ചു വരും. വായിച്ചേ 30-9. ഇല്ലല്ലോ, 30-ന്റെ 9 അതോ 19? അവരെ കരയുന്നവരായി ഞാൻ കൊണ്ടുവരും. യിരെമ്യാ 30 അതോ 31? 31-ന്റെ 9 ആണോ? 39 വായിച്ചേ. അവർ കരഞ്ഞും കൊണ്ടുവരും. അഹങ്കാരം പറഞ്ഞു വരുന്നതല്ല. പ്രിയ സുവിശേഷ വേലക്കാരെ, വിശ്വാസികളെ, നിങ്ങളേത് പാസ്റ്റർമാരായിരുന്നാലും ശരി, ഏത് മദർമാരായിരുന്നാലും ശരി, നിങ്ങളുടെ അകത്ത് ബന്ധനം ഇരിക്കുമ്പോൾ നിങ്ങളുടെ ശുശ്രൂഷയെ മാനിക്കും. പക്ഷെ നിങ്ങൾ ബന്ധനസ്ഥരാണ്. നിങ്ങളെ ബദ്ധരാക്കിയിരിക്കുന്ന ചില സ്വഭാവങ്ങളുണ്ട്. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ അധികാരം നടത്താൻ പോകരുത്. നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിനായിട്ട് കരയണം. വിശ്വാസികൾ കരയണം. അവരെ കരയുന്നവരായി കൊണ്ടുവരും. അവരുടെ മേൽ ഞാൻ എന്റെ കൃപ പകരും. അപ്പോൾ അന്ത്യകാലത്തിൽ ക്രിസ്തു നമ്മിൽ വെളിപ്പെടാതിരിക്കുന്നതിന്റെ കാരണം ഈ സെരുബാബേലിനുള്ളതായ മഹാപർവ്വതം. വാക്യം സക്കറിയാ പ്രവചനം 4-ന്റെ
മഹാപർവ്വതമേ നീ മാത്രം, பெரிய பர்வதமே நீ எம்மாத்திரம், നീ സമഭൂമിയായി തീരും. സെരുബാബേലുക്ക് മുൻ നീ സമഭൂമിയാവാய். അതെങ്ങനെയാണ്? അത് എപ്പടി? ആരാണ് സെരുബാബേൽ? യാർ അന്ന് സെരുബാബേൽ? ക്രിസ്തുവിന്റെ നിഴലാണ്. ക്രിസ്തുവിന്റെ നിഴൽ. ക്രിസ്തുവിന്റെ മുമ്പിൽ മാത്രമേ ഇത് സമഭൂമിയായി തീരൂ. ക്രിസ്തുവിന് മുന്നാലതാണ് அந்த பெரிய பர்வதம். നിന്റെ മുമ്പിൽ കാണുന്ന മഹാപർവ്വതം ഏതാണ്? ഉനക്ക് മുന്നിൽ இருக்க பெரிய பர்வதம் നിന്റെ സ്വയമാണോ? ഉന്റെ സ്വയമാ? ജഡമാണോ? ദ്രവ്യാഗ്രഹമാണോ? ഇതിലേതാണ് നിന്റെ മുമ്പിൽ മുഖ്യം? ഏത് ഉനക്ക് മുന്നിൽ இருக்க? നീ വലിയ ഭക്തരെ പോലെ കാണിക്കും, നീ ഭക്തനാக നടിക്കറായി, ഭക്തിയുള്ളവരെ പോലെ ഡ്രസ് ചെയ്യും. ഭക്തിയുള്ളവരെ പോലെ, പക്ഷെ നിന്റെ അകത്ത് ദുരാഗ്രഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നെങ്കിൽ ഉനക്കുള്ള തിരാസയാണ്, അതാണ് നിന്റെ പർവ്വതം. അതുതാണ് ഉനക്ക് മുന്നിൽ இருக்கிற നീ ഞാനെന്നുള്ള അഹംഭാവം ഉണ്ടെങ്കിൽ ആ സ്വയം അതാണ് പർവ്വതം. நான் என்கிற சுயம் அதுதான் அந்த பெரிய பர்வதம். ഒരു ഗ്ലാസ് ദ്രവ്യാഗ്രഹം, അതുപോലെ ജഡം, மாமிசம் அல்லது பொருளாசை, എങ്ങനെല്ലാം നമ്മൾ വിശുദ്ധിയെ പറ്റി പറഞ്ഞാലും எப்படி எல்லா കാര്യത്തിലും പരിശുദ്ധത്തെ പറ്റി சொன்னாலும் ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പല സൂழ்நிலைகளிൽ നിന്റെ മനസ്സ് മറ്റൊന്നിലേക്ക് പോകുന്നുണ്ടോ? உன்னுடைய மனது வேறொன்றின் மீது சாய்கிறது. അതൊരു അർത്ഥം നീ ക്യാപ്റ്റിവിറ്റിയിലാണ്, നീ അപ്പോൾ സിരയിരുപ്പിൽ, പ്രവാസത്തിലാണ്. നീ വെളിയെ ഇതിനെ നീ സമഭൂമിയാക്കി തീർക്കുന്നില്ലെങ്കിൽ ഇതേ നീ സമഭൂമിയാക്കാവിട്ടാൽ ഒരു കാലത്ത് നിനക്ക് മുന്നോട്ട് പോകാനൊക്കത്തില്ല. ഒരു കാലം നിന്നെ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉന്നെ തടை ചെയ്തു வைத்திருக்க. അതിനെന്ത് ചെയ്യണം? அதற்கு என்ன செய்ய? ആ സിരുബാബന്റെ പർവ്വതത്തെ ഇല്ലാതാക്കണമെങ്കിൽ அந்த சிறுபாவிலின் பெரிய பர்வதம் നിന്റെ സീനിയോറിറ്റി കൊണ്ട് പറ്റില്ല, அது അங்கே മുതിർച്ചയിനാൽ നിന്റെ പ്രോട്ടോകോൾ കൊണ്ടൊക്കില്ല, ഉன்னுடைய പാതുകാപ്പിൽ, നിന്റെ കസേര കൊണ്ടൊക്കില്ല. നാற்കാലിയിനാൽ അതിന് കൃപാ കൃപാ എന്ന് ആർപ്പോടെ ആണിക്കൽ കയറ്റണം. கிருபை கிருபை என்று அவரிடத்தில் சொல்லி நெருங்க வேண்டும். അങ്ങനെ ആണിക്കൽ എന്ന് പറയുന്നത് തലക്കല്ലാണ്. அந்த மூளைக்கல் தலைக்கல் ஆகிறது. ഇപ്പോൾ ആ കല്ല് എവിടെ പോയി? இப்பொழுது அந்த கல் எங்கே? നമുക്ക് തിരിച്ചു വരാം. நாம் திரும்பி வருவோம். 1 ശമൂവേൽ 2 ശമൂവേൽ 15-ാം അധ്യായത്തിൽ 2 സാമുവേൽ 15-ാം അധ്യായം അവിടെ നമ്മൾ വായിക്കുമ്പോൾ അங்கே നാം വാസിக்கிறோം. അവിടെ അബ്സലോം ദാവീദിന് പകരം അബ്സലോം ദാവീദുക്ക് പകരமாக തന്ത്രപരമായിട്ട് രാജാവായി. അവൻ തന്ത്രത്തിനാൽ രാജാവാണ്. അവന്റെ മകനാണെങ്കിലും അവനുடைய മകനായ അവന്റെ അകത്ത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ്. അവനുക്കുള്ളേ അന്തിക്രിസ്തുവിൻ ആവി. അവൻ എന്താ ചെയ്തത്? അവൻ என்ன செய்தான்? 15-ാം അധ്യായത്തിൽ അത് 15-ാം അധികാരം വായിച്ചേ, അവിടെ 15-13 വായിച്ചേ. 15-13 2 സാമുവേൽ. അനന്തരം ഒരു ദൂതൻ ദാവീദിന്റെ അടുക്കൽ വന്ന് ഇസ്രായേലിയരുടെ ഹൃദയം ഇസ്രായേലിയുടെ ഹൃദയം ഇസ്രായേലർ എല്ലാവരുടെയും അബ്സലോമിനോട് യോജിച്ചു പോയി. അബ്സലോമിനോട് യോജിച്ചു പോയി. അബ്സലോമോട് കൂടെ சேர்ந்திருக்கிறது. ഇത് ഒരു ദിവസം കൊണ്ടല്ല, ഇത് ഒരു നാളിലെ നടന്ന ഏകദേശം 2 വർഷക്കാലം 2 ആണ്ടുകൾ. ഈ അബ്സലോം എന്താ ചെയ്തേ? അബ്സലോം என்ன செய்தான்? തന്റെ പ്രവർത്തികൾ കൊണ്ട് തനിക്കറിയാൻ രാജസ്ഥാനത്തേക്ക് വരാൻ സാധ്യമല്ല. തன்னுடைய செயல் തന്നെ அரசனைக்கு കൊണ്ടുപോകാൻ. കാരണം അവൻ അബ്നോനെ അടിച്ചു കൊന്നു, അബ്നോനെ അവൻ അടിച്ചു കൊന്നു, മറ്റു പല ദോഷം ചെയ്തു, இன்னும் പല തീമകൾ ചെയ്താൻ. എന്നിട്ട് ദാവീദ് അവനെ അകറ്റി. ദാവീദ് അവനെ വെളിയെ. ദാവീദ് വന്ന് യെരുശലേമിൽ പാർത്തു, പക്ഷെ എന്റെ മുഖം നിനക്ക് കാണാനൊക്കില്ല. നീ യെരുശലേമിലെ വാസി, ஆனால் എൻ മുഖത്തെ പാർപ്പതിல்லை. അതുകൊണ്ട് അബ്സലോമിന് മനസ്സിലായി ഇനി രാജസ്ഥാനത്തേക്ക് വരാനൊക്കില്ല. ഇനി அரசனைக்கு வர முடியாது. അതിനടുത്ത പണി അവൻ അടുത്ത് என்ன ചെയ്തു? 15-ാം അധ്യായത്തിൽ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ 15-ാം അധികാരം 1 മുതൽ വായിച്ചേ. അനന്തരം അബ്സലോം ഒരു രഥത്തെയും കുതിരകളെയും. ഇതൊരു ആവിയാണ്, അബ്സലോമിന്റെ ആവി. ഇത് ഒരു ആവി. പണ്ട് നമ്മുടെ പാസ്റ്റർമാരെല്ലാം ഈ ആവിയെ പറ്റി നന്നായിട്ട് പഠിപ്പിക്കുമായിരുന്നു. നമ്മുടെ ഊഴിയர்கள் മുൻനാட்களிൽ இந்த ആവിയെ കുറിച്ച് വിളക്കമായി പേശിനാர்கள். അബ്സലോമിന്റെ ആവി, അബ്സലോമിൻ ആവി, യോവാബിന്റെ ആവി, യോവാബിന്റെ ആവി, അമ്നോന്റെ ആവി, അമ്മോനി ആവി. പാസ്റ്റർ കേസി ഓറീസ് ഇതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുമായിരുന്നു. திட்டமாய் சொல்லிக் கொடுப்பார். അമ്നോൻ മരിച്ചെങ്കിലും അമ്മോൻ മരിത്താർ, അമ്നോന്റെ ആവി ഇപ്പോഴും ഉണ്ട്. അമ്മോനിൻ ആവി ഇപ്പോഴും இருக்கிறது. സ്വന്തം പെങ്ങളെ പോലും പാപം ചെയ്യണമെന്നൊരു ആത്മാവ്. തன்னுடைய சொந்த സഹോദരിയുടെ പാപം ചെയ്യ വേണമെന്ന്, അല്ല സഹോദരന്റെ അടുത്ത്, സഹോദരന്റെ അപ്പൻ മകളുടെ അടുത്ത്, അപ്പൻ മകളുടെ, മകൻ അമ്മയുടെ അടുത്ത്, മകൻ അമ്മാവുടെ, ഇതിന്നും വ്യാപിക്കുന്ന ഒരു സ്പിരിറ്റ് ആണ്. ഇന്നും അത് ക്രിയ ചെയ്യുന്നത്. ഇവിടെ ഈ ഒരു ആത്മാവ്, இந்த ആവി, യോവാബിന്റെ ആവി, യോവാബിന്റെ ആവി என்பது നല്ല നൈസായിട്ട് പേശി അകത്തൂടെ കത്തിയിറക്കും. சரியாக பேசி കത്തിയെ ഏറ്റുவது. അബ്നേർ എന്ന് പറയുന്ന ശ്രേഷ്ഠനായ മനുഷ്യൻ ദാവീദുമായിട്ട് സഖ്യം കൂടിയതിനു ശേഷം അവൻ തിരിച്ചു പോകുമ്പോൾ യോവാബിന് മനസ്സിലായി അബ്നോർ വന്നാൽ, അബ്നോർ വന്നാൽ എനിക്കിനി അധികം സ്ഥാനം കിട്ടത്തില്ല, കാരണം അവൻ എന്നെക്കാൾ ശ്രേഷ്ഠനാണ്. അപ്പൊ അതുകൊണ്ട് അവനെ രഹസ്യമായി പോയി തട്ടി. അബ്നേരെ നിനക്ക് സുഖമായിരിക്കുന്നു ചോദിച്ചിട്ട് അവന്റെ വയറ്റ് കത്തിയേറ്റി. രണ്ടാമത് അമാസ ഇവനേക്കാൾ ശ്രേഷ്ഠനായ ഒരു പടയാളിയായിരുന്നു. ദാവീദ് അവനെ സൈന്യാധിപനായി തിരഞ്ഞെടുത്തു. പക്ഷെ തന്റെ സ്ഥാനം പോകുമെന്ന് മനസ്സിലായി. അമാസായെ വഴിയിലിട്ട് കൊന്നു കളഞ്ഞു. പ്രതികാര ചിന്താഗതി, പ്രതികാരം നോക്കണം. പ്രതികാരവും സ്ഥാനക്കയറ്റത്തിന് വേണ്ടി മറ്റുള്ളവരെ കൊല്ലുക. ഇതിന്ന് ആത്മീയ ഗോളത്തിൽ തന്നെ ഉണ്ട്. സുവിശേഷ വേലക്കാരനുണ്ട്. മറ്റുള്ളവർ എന്നെക്കാൾ വലിയവരാകരുത്, എന്നെക്കാൾ നന്നായി വരുന്നെങ്കിൽ അവനെ ഇല്ലാതാക്കണം. എനിക്ക് അവിടെ 1-ാം സ്ഥാനത്ത് വരണം. ഇതാണ് യോവാബിന്റെ ആത്മാവ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ
അബ്സലോമിന്റെ ആത്മാവ്, അബ്സലോമിൻ ആവി, അബ്നേരിന്റെ ആത്മാവ്, അബ്നേരിന്റെ ആവി, ഇങ്ങനെ ഒരുപാട് ഇസബേലിന്റെ ആത്മാവ്, യെസേബേലിൻ ആവി, ഇതെല്ലാം പഠിച്ചു വെച്ചാൽ ഇതെല്ലാം നാം കற்றுക്കൊണ്ടാൽ ഇന്ന് നമ്മുടെ ഇടയിൽ വേലക്കാരും വിശ്വാസികളും പ്രവർത്തിക്കുന്ന ഏത് ആത്മാവിലാണ് തിരിച്ചറിയാൻ കഴിയും. ഇതേ നാം പുരിந்து കൊള്ളുவோம் என்றால் ஊழியரிடத்திலேயும் விசுவாசிகளிடத்திலே என்ன ஆவி, വിശ്വാസികൾ നമ്മളെ സമീപിക്കുമ്പോൾ അവർ ഏത് ആത്മാവെന്ന് നമുക്ക് കാണാൻ കഴിയും. விசுவாசிகள் நம்மை நெருங்கும்போது எந்த ஆவியில், അതിനാണ് ഈ സത്യങ്ങളെല്ലാം പഠിച്ചു മുന്നോട്ട് പോകുന്നത്. இதைத்தான் கற்று நாம் தேர வேண்டும். അപ്പൊ ഇവിടെ അബ്സലോം എന്ത് ചെയ്തു? അബ്സലോം என்ன செய்தான்? തനിക്ക് മനസ്സിലായി ദാവീദ് ഇരിക്കുന്നിടത്തോളം കാലം തനിക്ക് ഇവിടെ വരാനൊക്കില്ല. தாவீது இருக்கிற வரைக்கும் எருசலேமிலே பார்க்க இருக்க முடியாது. അവിടെ ദാവീദിനെ ഓടിക്കുക, தாவீதை விரட்டி, ദാവീദിനെ സിംഹാസനത്തിൽ ഇറക്കി വിടുക. தாவீதை சிங்காசனத்தை இறக்குவோ, അതിന് അവൻ എന്ത് ചെയ്തു? அவன் என்ன செய்தான்? 50 രഥങ്ങളെയും കുതിരകളെ സംഭവിച്ചു. 50 ரதங்களையும் குதிரைகளையும் താഴോട്ട് വായിക്കുമ്പോൾ கீழே வாசிக்கும் അവൻ பொழுது ചെന്ന് ഗേറ്റിൽ പോയി നിൽക്കും. அவன் வாசல் நிற்பான். രാജകുമാരന്മാരെ ഗേറ്റ് കാണേണ്ടവരല്ലോ. ராஜகுமாரர்கள், രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ ராஜா சிங்காசனத்தில் ഇവൻ വാസലിലേ ചെല്ലും. இவன் வாசலில் நிற்பான். ഇസ്രായേലിൽ ആരെങ്കിലും ഒരു പ്രശ്നമായിട്ട് വന്നാൽ யாராவது பிரச்சனையோடு வந்தால் അങ്ങോട്ട് அகത്തോട്ട് വിടത്തില്ല. அங்க உள்ளே விட மாட்டான். അവർ നോക്കുമ്പോൾ രാജാവിന്റെ മകനല്ലേ, அவர் ராஜாவுடைய மகன். അതുകൊണ്ട് രാജാവിന്റെ മകൻ അങ്ങോട്ട് ഇറങ്ങിച്ചെന്ന് ராஜா மகன் கீழே இறங்கி போய் എന്ത് ചെയ്യും? என்ன செய்வான்? കേറി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും. அவனை கட்டி அணைத்து முத்தம் செய்வான். അവനെ കണ്ടാൽ തന്നെ നല്ല അഴകാ. அவனை பார்த்தால் அழகா, അത് രാജാവിന്റെ പ്രിയ സീമന്ത പുത്രനും കൂടാണ്. ராஜாவுடைய மகன். ഇങ്ങനെ സാധാരണ ജനങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുമ്പോൾ சாதாரண ஜனங்களை கட்டிப்பிடித்து முத்தம் செய்வான். നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ ഈ രാഷ്ട്രീയക്കാരും ഒന്നും കാണിക്കാറില്ലയോ? நம்முடைய പിന്നെ ഇവന്മാര് പലരെയും പൊടിയിട്ടാ കാണത്തുമില്ല. தேர்தல் நேரங்களில் அரசியல் தலைவர்கள் செய்கிறார்கள். ഉമ്മ വയ്ക്കലും அவர்களை கண்டுபிடிக்க முடியாது. ചേർത്ത് വെച്ച് அணைத்து ഫോട്ടോ എടുക്കുക, போட்டோ எடுப்பது, അല്ലെങ്കിൽ ഈ വായനാറ്റുള്ള കളവി മാറിയിരിക്കുക. இல்லாவிட்டால் நீ தள்ளினல். ഇത് രാഷ്ട്രീയക്കാരുടെ ആത്മാവാണ് ഈ അബ്സലോമിനാണ്. இந்த அரசியல்வாதியுடைய அந்த ஆவிதான் അവൻ നിന്ന് കെട്ടിപ്പിടിച്ച് அவன் கட்டி அணைத்து, എന്താ നിങ്ങളുടെ പ്രശ്നം? என்ன உன்னுடைய பிரச்சனை പറഞ്ഞോട്ടെ. சொல்லுங்கள். അല്ല, ഞാൻ ദാവീദിനെ കാണാൻ പോവാ. நான் தாவீது அரசரை பார்க்க போகிறேன். അല്ല, പറഞ്ഞോട്ടെ. അവിടെ ഇപ്പൊ ദാവീദിനെ പുള്ളിക്കാൻ സമയമൊന്നുമില്ല. அவருக்கு இப்ப நேரம் போதாது. അവർക്കിപ്പോ അതിനൊന്നും നേരമില്ല. உங்களுடைய பிரச்சனை கேட்க அவருக்கு நேரம் இல்லை. ഞാൻ എന്നോട് പറ, என்னிடத்தில் சொல்லுங்கள். ജനങ്ങൾ വിശ്വസിക്കും, ஜனங்கள் நம்புவார்கள். അങ്ങനെ പറഞ്ഞ് அப்படி சொல்லி 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 ജനങ്ങളുടെ ഹൃദയങ്ങളെ വശീകരിക്കും. அவன் ஜனங்கள், ഏത് ജനങ്ങളുടെ? எந்த ஜனங்கள்? പരിജ്ഞാനമില്ലാത്ത, ஞானமில்லாத ஜனங்கள். ഇന്ന് സഭകളിലും അതൊക്കെ ഉണ്ട്. சபையில் அது இருக்கு. അങ്ങനെയുള്ള വേലക്കാരെ സൂക്ഷിച്ചോണം. அப்படிப்பட்ட ஊழியர்கள், അത് ആണായാലും പെണ്ണായാലും, அது ஆணாயிருந்தாலும் ദൈവ നടത്തിപ്പിൽ, தேவனுடைய நடத்துதலில், ദൈവികമായ പദ്ധതിയിൽ നിന്ന് தேவனுடைய திட்டத்திலிருந்து നിങ്ങളുടെ വീട്ടിൽ വന്ന് കെട്ടിപ്പിടിക്കും, ഉമ്മ കൊടുക്കും, മക്കളെ, കുഞ്ഞുങ്ങളെ, പിള്ളേരെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആശ്ലേഷിക്കാൻ തുടങ്ങുമ്പോഴേ, உங்களுடைய வீட்டில் வந்து உங்களை உங்களுக்கு அன்பாய் பேசி உங்களை ഇല്ല, അടുക്കളയിൽ ചെന്ന് ഒരു ഉപദേശം ഉണ്ടായിരുന്നു. അടുക്കളയിൽ ചെന്ന് കറിച്ചിട്ടൊക്കെ പൊക്കി നോക്കും. ஒரு உபதேசம் അടുക്കളയിൽ തന്നെ ഒരു മീൻ കഴിക്കും. அடுப்புல இருந்து மீன் எடுத்து சாப்பிடுவார். അയ്യോ, ഞങ്ങളുടെ ഉപദേശം എന്നാ മുടിഞ്ഞ സ്നേഹമാ. எங்களுடைய போதவருக்கு எவ்வளவு நல்ல அன்பு. തമിഴിലും മുടിഞ്ഞ കേട്ടോ, மிகவும் கொடியதான அன்பு. ജനങ്ങളങ്ങ് അടുക്കുകയല്ലേ, ஜனங்கள் நெருங்குகிறார்கள். ഇപ്പുറത്തോടെ സെൻട്രൽ പാസ്റ്ററുടെ നടത്തിപ്പിന് കസേര ആപ്പ് നോക്കുക. அங்கே இருக்கிறதான சென்டர் போதவருக்கு അങ്ങനെ ഒരുത്തൻ ഇത് കോഴിക്കോട് ഉണ്ടായിരുന്നു. அப்படி ஒருவர் கோழிக்கோட்டில் இருந்தார். സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ அவரை பொறுக்க முடியாத பொழுது പാസ്റ്റർ എന്നോട് ഒരു മാസത്തിന് പ്രസംഗിക്കാൻ പറഞ്ഞു. மாஸ்டர் பாஸ்டர் என்னை ஒரு மாதம் ഞാൻ ഈ അബ്സലോമിന്റെ വിഷയം എടുത്ത് പ്രസംഗിച്ചു. நான் அப்சலோமுடைய காரியத்தை பேசினேன். എന്നോട് പാസ്റ്റർ 20 മിനിറ്റ് സംസാരിക്കാനാ പറഞ്ഞു. பாஸ்டர் இடத்துல 20 நிமிடம் பேச சொன்னார். പക്ഷെ അബ്സലോമിന്റെ വിഷയം വന്ന് പാസ്റ്റർക്ക് മനസ്സിലായി ഇത് നമുക്ക് അനുകൂലം, അതുകൊണ്ട് എന്നോട് പറഞ്ഞു എത്ര വേണമെങ്കിലും പ്രസംഗിച്ചോളാം പറഞ്ഞു. പുള്ളി എഴുന്നേറ്റങ്ങ് പോയി. அவர் எழுந்து நீங்கள் எவ்வளவு நேரம் வேணாலும் பேசுங்கள் என்று போய்விட்டார். അങ്ങനെയുള്ള നടത്തിപ്പുകാർ കേട്ടോ. അവർക്ക് അനുകൂലമായ കാര്യമാണെങ്കിൽ അവർ സമയം തരും, അല്ലെങ്കിൽ ഇരിക്കട അവിടെ എന്ന് പറയും. அவர்களுக்கு அனுகூலமா இருந்தால் பேச சொல்வார், இல்லாவிட்டால் உட்கார என்று விடுவார். അങ്ങനെയും വരും. அப்படியே நடக்கும். ഏതായാലും പ്രസംഗം കഴിഞ്ഞപ്പോൾ பிரசங்கம் முடிந்த பொழுது ഈ അബ്സലോമിന്റെ ആത്മാവുള്ള ഉപദേശിയായി കിടുങ്ങാൻ തുടങ്ങി. அந்த அப்சலோம் ஆவி உள்ளவர் அவர் குலுங்க ஆரம்பித்தார். ഏതായാലും പിന്നീട് പെട്ടെന്ന് പുള്ളിക്ക് വേറെ സ്ഥലത്തേക്ക്, വേറൊരു ഔട്ട് ഓഫ് സെന്ററിലേക്ക് മാറ്റമായി. അവർ വേറൊരു இடத்துக்கு வெளியேற்றப்பட்டார். അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ മനസ്സിലായി ഞാൻ പോയ തെറ്റായിപ്പോയി. தான் போன பகுதி சரியில்லை என்பதை புரிந்தார். പ്രസംഗം കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് തന്നെ ചോദിച്ചു, கொஞ்ச நாள் கழிந்து என்னிடத்தில் கேட்டார், ഇന്ന് എനിക്കിട്ടായിരുന്നു തകർത്ത് മുഴുവൻ അല്ലേ? அன்னைக்கு எனக்கு தானே அந்த உபதேசம் முழுவதும் ഞാൻ തകർത്തത്. நீங்கள் தகர்த்தது எனக்கு. ഞാൻ പറഞ്ഞു തകർക്കാൻ തുടങ്ങിയില്ലല്ലോ, ഇനി അതിന് ശേഷമായിരുന്നു തകർച്ച വരുന്നു. இனிமேல் தான் தகர்ച്ചல் വരും என்று சொன்னார். പിന്നീട് താൻ നോർത്ത് ഇന്ത്യയിൽ പോയി. அவர் வட இந்தியாவுக்கு போனார். താൻ എന്നെ വിളിക്കുമായിരുന്നു, ഞാൻ പലപ്പോഴും പൈസയൊക്കെ അയച്ചു കൊടുത്തു. நான் പലമുறை അവർ ഏതായാലും ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. அவர் தப்பித்தார். അപ്പൊ ഇതുപോലെ അബ്സലോമിന്റെ ആത്മാവ് ലോക്കൽ ഉപദേശിമാർക്ക് എറിയാൽ ലോക്കലിൽ இருக்கிற ஊழியர்களுக்கு അവർ സെൻട്രൽ പാസ്റ്റർക്കോ ചീഫ് പാസ്റ്റർക്കോ എതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും. அவர்கள் ചീഫ് പാസ്റ്റർക്കോ സെൻട്രൽ പാസ്റ്റർക്കോ എതിരാக അല്ലെങ്കിൽ നടത്തിപ്പിന്റെ കാലുവാരാൻ തുടങ്ങും. നടത്തുതലെ അവர்கள் எப்படி അങ്ങനെയുള്ളവരുടെ സൈഡ് പിടിക്കരുത്. അത് അബ്സലോമിന്റെ ആത്മാവാണ്. அப்படிப்பட்டவர்களுக்கு நாம் செவி கொடுக்க കൂടാതെ. ചിലപ്പോൾ കൂടെ ഇരിക്കുന്ന സഹോദരിമാരായിരിക്കും, കൂടെ இருக்கிற സഹോദരികളായിരിക്കും, മദറമ്മച്ചിയായിരിക്കും ഈ അബ്സലോമിന്റെ ആത്മാവ് കയറുന്നത്. மதருக்கு அப்சலோமின் ஆத்மா இருக்கலாம்.
പിന്നെന്തെല്ലാം സ്റ്റൈൽ വാക്കുകളായിരിക്കും. என்ன விதமான வார்த்தைகள். അച്ഛൻകുഞ്ഞ് പോലും പെന്നിയെന്നല്ല വിളിച്ചിട്ടില്ല. അച്ഛൻകുഞ്ഞ് കൂടെ പെന്നിയെന്ന് നമ്മൾ കൂപ്പിടവില്ലേ. ഇത് വന്നാണ് ഉപദേശി അല്ലെങ്കിൽ അമ്മച്ചി പെന്നിക്കുഞ്ഞേ പെന്നിക്കുഞ്ഞേ എന്ന് അழைப்பார். അയ്യോ പെന്നിക്കുഞ്ഞ് അങ്ങോട്ട് ഐസിട്ട പോലങ്ങായി പോകും. ഐസുക്കുള്ള പോട്ടതുപോലെ ആയിവിടുവാർ പെന്നിക്കുഞ്ഞ്. കുഞ്ഞു മോള് ഇല്ലയോ, അത് പിന്നെ അങ്ങനെ ഇരിക്കട്ടെ. എന്തെല്ലാം ആത്മാവ് ഇത് തിരിച്ചറിയുന്നതാണ് വിഷയം. ഇதை പൊതുത്തറിந்து കൊള്ളുന്നതാണ് കാര്യം. ഇത് തിരിച്ചറിയുന്ന ഉപദേശിമാർ കുറവാണ്. ഇதை പുரிந்து കൊള്ളുகிற ஊழியர்கள் ഇത് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ വെച്ച് വെട്ടുന്നത്. മനസ്സിലായോ? ഇത് പുരിந்தതിനാൽ தான் நாங்கள் அங்கே കാരണം ഇവരും നശിക്കും, ഇവർ നിമിത്തം സഭയും നശിക്കും. ഇവர்களுം അഴിവാറുകൾ. അതുകൊണ്ട് യാതൊരു കോംപ്രമൈസും അതിനകത്തില്ല. എന്ത് വിധமான ഒത്തുപോകുതലും. എന്നാൽ എന്തുകൊണ്ടാണ് ഇവിടെ അബ്സലോമിനെ അനുവദിച്ചത്? ஏன் അബ്സലോമിനെ അനുവദിத்தார்? 2 വർഷമായിട്ട് ദാവീദിന്റെ ഇന്റലിജൻസിന് അറിയത്തില്ലേ? ദാവീദിനുடைய രഹസ്യ ഉളവാളികൾ. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം കണ്ടില്ലേ? കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങൾ വരെയും കേരളത്തിലെ മന്ത്രിമാർക്കെതിരായിട്ട് വന്നു കഴിഞ്ഞു. അതിന്റെ പേരെന്താ? സീരിയൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ഫ്രോഡ് പണി മാത്രമല്ല, സീരിയസ് ആകുമ്പോഴാണ് ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇന്റലിജൻസ് തെറ്റായിട്ടല്ല. ഇന്ദിരാഗാന്ധിയുടെ കാലത്തിൽ ഖാലിസ്ഥാൻ സ്ഥാപിച്ച് ബഹളം ഉണ്ടാക്കിയതായ ബിൽഡാന്തനോ അല്ലല്ലോ, വേറെ പാർട്ടി മറന്നുപോയി, പഞ്ചാബുകാരൻ ഖാലിസ്ഥാൻ ഉണ്ടാക്കിയ ബില്ലാദൻ മറ്റല്ലേ ഒരുത്തനുണ്ടായിരുന്നു. ഇല്ലല്ലോ, വേറെ പേരാ. അപ്പൊ ആ മനുഷ്യനെ ഇന്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തു. CBI വിജിലൻസ് എല്ലാം ഇന്ദിരാഗാന്ധി കൊടുത്തു. അപ്പൊ ഇന്ദിരാഗാന്ധി വിട്ടുവരെ വിട്ടേക്കാൻ പറഞ്ഞു. അപ്പൊ ആൾക്കാർ പറഞ്ഞു ഇന്ദിരാഗാന്ധിയുടെ സപ്പോർട്ട് ആയതുകൊണ്ടാണ്. അല്ല, ഇപ്പോൾ പിടിച്ചാൽ ജനത്തിന് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകും. അവന്റെ അതിക്രമം പൂർണ്ണമാകണം. ബൈബിൾ ഉണ്ടല്ലോ, അമോരിയുടെ അക്രമം പൂർണ്ണമാകുമ്പോൾ, അക്രമം തുടങ്ങി പൂർണ്ണമാകുമ്പോൾ അവിടെ ന്യായവിധി വരും. ഇത് ഓരോ മന്ത്രിമാരും പാസ്റ്റർമാരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാഞ്ഞിട്ടല്ല, ഇതിന്റെ മേൽ ന്യായവിധി വരേണ്ട സമയം കഴിഞ്ഞെങ്കിലും ഇപ്പോൾ ന്യായം വിധിക്കാൻ പോയ മറ്റു പലർക്കും ദോഷം വരും. പരമാർത്ഥികൾ പലരും അപകടത്തിലാകും. അബ്സലോമിന്റെ ചരിത്രം വായിക്കുമ്പോൾ എന്താ സംഭവിച്ചത്? കാര്യം അറിയാതെ, ഇവന്റെ തട്ടിപ്പ് മനസ്സിലാക്കാതെ 600ഓളം ഇസ്രായേലർ ഇവന്റെ പിന്നാലെ ചെന്നു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഞാൻ കാഹളം പോകുന്ന സമയത്ത് നിങ്ങൾ പറയണം അബ്സലോം രാജാവാന്ന് വിളിച്ചു പറയണം. நீங்க அப்சலோம் ராஜாவானான் என்று ஆர்ப்பரியுங்கள். അവരൊന്നും അറിയാതെ വിളിച്ചു പറയാ. ദാവീദിന്റെ മകനല്ലേ? ദാവീദിൻ മകനല്ലവ. അവരുടെ നമ്മുടെ സഭയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നാം ഗവനിക്ക വേണ്ടിയത്, ചെറിയാങ്കുഞ്ഞ് ഞങ്ങളുടെ പാസ്റ്ററല്ലേ? ചെറിയാങ്കുഞ്ഞ് നമ്മുടെ അല്ലടോ, പാസ്റ്ററുടെ വായിന്ന് വരുന്നത് അവന്റെ നടത്തിപ്പാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ നടത്തുതലും അവരുടെ ചെയ്തിയാണ് നിങ്ങൾ കാണാൻ. മദറും സിസ്റ്റേഴ്സിന്റെ അവരുടെ അല്ലെങ്കിൽ അവരുടെ ചങ്ങാത്തമല്ല നമുക്ക് ആവശ്യം. അവർ ഏത് ആത്മാവിലാണ് നിങ്ങളോട് ഇടപെടുന്നത് തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം. അതുപോലെ സെൻട്രുകാരും ഏത് ആത്മാവിലാണ് വർക്ക് ചെയ്യുന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴാണ് അത് ആ ആത്മാക്കളുടെ വിവേചനമുള്ളവർക്ക് അറിയത്തുള്ളൂ. അങ്ങനെയുള്ള സമയത്തിൽ ഞങ്ങൾ ചിലപ്പോൾ അതിന് അറിയാവുന്നവർ പോയി നടത്തിപ്പോട് പറയും ഇത് ശരിയല്ല, ഈ പോക്ക് ശരിയല്ലെന്ന് പറയും. അത് നടത്തിപ്പിനെതിരല്ല. നടത്തിപ്പുകാരും സഭയ്ക്കും ദോഷത്തിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ പ്രവാചകന്മാരുടെ ആത്മാവുള്ളവരെ അയക്കും. അത് നടത്തിപ്പിനെതിരല്ല. നാഥാനെ ദാവീദിന്റെ അടുത്ത് അയച്ചില്ലേ? അങ്ങനെ ആരെങ്കിലും നിങ്ങളോട് എന്നോട് പറയുമ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വിടുതൽ പ്രാപിക്കാൻ നോക്കണം. ഇവിടെ അബ്സലോമിന്റെ ആത്മാവ് അധികരിച്ചു. ഏകദേശം 2 വർഷത്തോളം അവൻ ഈ പണി ചെയ്ത് ഒരു ദിവസം കാഹളം ഊതി അവൻ രാജാവായി. എന്താ റിസൾട്ട് വന്നത്? അവൻ ദാവീദിനെ കൊല്ലാൻ പ്ലാൻ ഇടുക. സ്വന്തം അപ്പനാ. അവരുടെ ബന്ധങ്ങൾക്കല്ല പ്രാധാന്യം, ആവികൾക്കാണ് പ്രാധാന്യം. അവനിൽ എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു. ഇപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് അവിടം വിട്ട് കരഞ്ഞും കൊണ്ട് പോവുക. അവൻ കരഞ്ഞും കൊണ്ട് ഓടുകയാണ്. വായിച്ചേ 15-ന്റെ 23 23 വായിച്ച് 15. ദേശമൊക്കെയും വലിയ കരച്ചിലായി. ദേശമൊക്കെയും വലിയ കരച്ചിലായി. ദേശത്താർ മുഴുവൻ അഴുതാர்கள். ഇത് തിരിച്ചറിയണം.
இதை நாம் புரிந்து നമ്മുടെ സെന്ററുകളിൽ நம்முடைய ഉപദേശിയായാലും ശരി ഉപദേശിനിയായാലും ശരി ജനങ്ങളെ സ്വാധീനിക്കാൻ തുടങ്ങുമ്പോൾ, ജനങ്ങളെ അവர்கள் കാരണം ജനങ്ങളിൽ പലർക്കും പരിജ്ഞാനമില്ലാത്തവരാ. ജനങ്ങൾ ஞானமில்லாதவர்கள் നിങ്ങളുടെ വീടുകളിൽ വന്ന് ഉപദേശം പറയുമ്പോൾ உங்களுடைய வீடுகளில் வந்து உபதேசி അതിനകത്ത് രാഷ്ട്രീയമുണ്ടോ, அதற்குள்ள அரசியல் ജാതി വ്യത്യാസം കൊടുക്കുന്നുണ്ടോ, ஜாதி வித்தியாசம் ഭാഷ വ്യത്യാസം കൊടുക്കുന്നുണ്ടോ? மொழி வித்தியாசம் இருக்கிறதா? പ്രസംഗത്തിൽ പലതും പറയാം. പ്രസംഗം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോ பிரசங்கம் முடிந்து ஒரு வீட்டுக்கு வரும் பொழுது നമ്മളെല്ലാം ഒരു ഇടവക്കാരല്ലേ? நாம் எல்லாரும் ஒரே மந்தையில் உள்ளவர்கள். ഇല്ലെങ്കിൽ നമ്മളെല്ലാം ഒരു ഭാഷക്കാർ താനേ. நாம் ஒரே மொழி பேசுகிறவர்கள். ഈ ആത്മാവ് പറയുന്ന വേലക്കാരെ സൂക്ഷിച്ചോണം. இந்த ஆவி உள்ளவர்களை கவனியுங்கள். ഇല്ലെങ്കിൽ നടത്തിപ്പിന് വിരോധമായി വീട്ടിൽ വന്ന് നിങ്ങളെ തിരിക്കാൻ പോകുന്ന സഹോദരിമാരെ സൂക്ഷിച്ചോണം. നടത്തിപ്പിற்கு എതിരായി വന്ന് ഉങ്ങളെ തിരുപ്പുകളെ അത് അബ്സലോമിന്റെ ആത്മാവാണ്. അത് അബ്സലോമിൻ ആവി. ഒരു സമയത്തേക്ക് ചില പ്രശ്നം ഉണ്ടാകും, ചില നേരങ്ങളിൽ പ്രശ്നം വരും. പക്ഷെ അവസാനം ദൈവത്തിന്റെ ന്യായവിധി വരും. മുടിവിലെ ദൈവത്തിന്റെ ന്യായത്തീർപ്പ് വരും. ഇപ്പോൾ എന്ത് ചെയ്തു? വീണ്ടും വായിച്ചേ 23. ദേശമൊക്കെയും വലിയ കരച്ചിലായി. ദേശമൊക്കെയും വലിയ കരച്ചിലായി. ദേശത്തിൻ ജനങ്ങൾ ആളുതാറുകൾ, ജനമെല്ലാം കടന്നുപോയി. അപ്പൊ കരച്ചിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ സ്വയശക്തിയെ ഇല്ലാതാക്കണമെങ്കിൽ ഇനി അബ്സലോമിന്റെ ആത്മാവ് എന്നിലും നിങ്ങളിലും ഉണ്ടാകും. ഞാനെന്നുള്ള അഹംഭാവം വരുമ്പോൾ ദാവീദ് വിട്ടുപോയതുപോലെ ക്രിസ്തു നമ്മെ വിട്ടുപോകും. ഗലാത്യർ 5:4 വായിക്കുമ്പോൾ, ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ ക്രിസ്തുവിനോട് വേർപെട്ടു പോയി, കൃപയിൽ നിന്ന് വീണുപോയി. ഗലാത്യർ 5:4. ന്യായപ്രമാണത്താൽ നീതീകരിക്കപ്പെടുവാൻ വേറൊന്നും വേണ്ട, സ്വയം നീതീകരണം മതി. ഞാനെന്നുള്ള അഹംഭാവം, എന്നെ തന്നെ നീതീകരിക്കുന്ന സ്വഭാവം, ഇതാണ് അബ്സലോമിന്റെ ആത്മാവ്. അങ്ങനെ വരുമ്പോൾ ദാവീദ് പിന്നെ അവിടെ ഇരിക്കില്ല. ദാവീദ് ആ കസേരയിലെ വിഷയം അവന് ദൈവ സാന്നിധ്യമാണ്. അവൻ കാട്ടിലേക്ക് പോയി. നോക്കണം, ദൈവ സാന്നിധ്യവും പെട്ടകവും ദൈവജനങ്ങളും, ഇസ്രായേൽ ജനമല്ല ദൈവജനങ്ങളും ദാവീദിന്റെ പിന്നാലെ പോയി. ഇപ്പോൾ സാന്നിധ്യമാണ് കാട്ടിൽ. ഇവിടെ പിശാച് വാഴുന്നു, അബ്സലോം വാഴുകയാണ്. അവൻ എന്ത് ചെയ്തു? എല്ലാം ഘടകവിരുദ്ധമാക്കി മാറ്റി. പക്ഷെ ഒരു ഗുണമുണ്ടായി. ആ പരീക്ഷ കൊണ്ട് നല്ലത് വെളിവായി വന്നു. ദാവീദിന്റെ കാലുവാരാൻ നിന്നവന്മാരും കസേര തെറിപ്പിക്കാൻ പോയവരും കുറെ വെപ്പാട്ടികളൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇതിനെ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി കൂടിയാണ് അബ്സലോമിനെ അനുവദിച്ചിരിക്കുന്നത്. ഇതുപോലെയാണ് കർത്താവായ യേശു ക്രിസ്തു ഇവിടെ 1000 വർഷം ഭരിക്കുന്നതിന് മുൻപ് എതിർ ക്രിസ്തുവിനെ അബ്സലോമിന്റെ ആത്മാവാണ്. അവൻ വശീകരണ ശക്തിയുള്ളവനാണ്, നയചാതുര്യമുള്ളവനാണ്, നയബുദ്ധിയുള്ളവനാണ്. അങ്ങനെ ക്രിസ്ത്യാനികളെയും ബന്ധുക്കോസുകാരെല്ലാം വശീകരിക്കും. അവനെ കുറിച്ചല്ല, ക്രിസ്തുവിനെ കുറിച്ച് ശരിയായി വെളിപ്പാടില്ലാത്ത ബന്ധുക്കോസുകാരായ വേലക്കാരും വിശ്വാസികളും അവന്റെ പിന്നാലെ പോകും. ഇന്നേ ബന്ധുക്കോസുകാർ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ പോയി കഴിഞ്ഞു. ദൈവം അങ്ങനെ 7 വർഷം അവനെ അനുവദിക്കുമ്പോൾ ഈ ചക്കരകളെല്ലാം നിരത്തി കൊടുക്കും. അവനെ കൊണ്ടൊരു നിരപ്പ് ഉണ്ടാക്കും. അബ്സലോമിനെ കൊണ്ട് അരമന ഒന്ന് വൃത്തിയാക്കി എടുത്തു. കാലുവാരാൻ നിന്ന അഹിത്തോഫലിനെ ഉൾപ്പെടെ അവിടെ ന്യായം വിധിക്കപ്പെട്ടു. ഇപ്പോൾ അവസാനം എന്ത് ചെയ്തു? ഈ അബ്സലോമിന് എന്താ സംഭവിച്ചേ? അതിനു മുമ്പായിട്ട് അതിന്റെ 26-ാം വാക്യം വായിച്ച് 19-ന്റെ 26 2 ശമൂവേൽ 15-ന്റെ 26. സോറി, 15-ന്റെ 26. അല്ല, എനിക്ക് നിന്നിൽ പ്രസാദമില്ല എന്ന് അവൻ കൽപ്പിക്കുന്നെങ്കിൽ ഇതാ ഞാൻ ഒരുക്കം. ദാവീദ് എന്ത് പറയുന്നു? ദാവീദ് യുദ്ധത്തിന് പോയില്ല. ശരി, ഞാനിപ്പോ കാട്ടിലാണ്, നാളെ ഞാൻ തിരിച്ചു വരണം, ദൈവഹിതമാണെങ്കിൽ വന്നോളും, ഇല്ലെങ്കിൽ വേണ്ട, ഇവിടെ മതിയല്ലോ, എനിക്ക് ദൈവം എന്റെ കൂടെ ഉണ്ട്. ഇതാണ് ഒരു ഭക്തന്റെ സാക്ഷ്യം. തുടർന്ന് നമ്മൾ എന്ത് ചെയ്തു? തുടർന്ന് സംഭവിച്ചെന്താണ്? ദാവീദ് ഒലിവുമലയുടെ കയറ്റത്തിലേക്ക് കരഞ്ഞുകൊണ്ടുപോയി. വായിച്ചേ. ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്നു. 30-ാം വാക്യമല്ലേ? 30. വായിക്കാം. ദാവീദ് തലമൂടിയും തൻ മുഖത്തെ മൂടി തലമൂടിയും ചെരുപ്പിടാതെയും നടന്നു. ചെരുപ്പിടാതെയും നടന്നു. വെറും കാലോട് നടന്ന. ചെരുപ്പിടാത്തിന്റെ അർത്ഥം എന്താ? ചെരുപ്പ് പോടാതെ അർത്ഥം തന്നെ. യുദ്ധത്തിൽ
അടിമകൾ ഇവിടെ പിടിച്ചാൽ യുദ്ധത്തിൽ പോർ വീരരെ കൈദികളാക്കി അവരുടെ തല മൂടും ചെരുപ്പ് ഇല്ലാതെ നഗ്നഭാഗത്ത് നടക്കട്ടെ. അവൻ തലയെ മൂടി ചെരുപ്പ് കളത്തി. ഇപ്പൊ ദാവീദ് ദൈവത്തോട് പറയുകയാണ്, ദാവീദ് ആണ്ടോട്, കർത്താവേ, എന്റെ കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങൾ എന്റെ ജീവിതത്തിൽ പ്രവേശിച്ചു. കടന്ന കാല வாழ்க்கையிலே പാപം വന്നത്, നിനക്ക് അരുതാത്ത ഞാൻ പലതും ചെയ്തു, ഉമക്ക് പ്രിയമല്ലാതെ ചെയ്തേൻ. അതുകൊണ്ട് ഞാൻ നിന്റെ മുമ്പാകെ അടിമയായി വരുന്നു. ഞാൻ ഉമക്ക് മുൻപാകെ അടിമയായി വരുന്നു. കരഞ്ഞും കൊണ്ട്, ഞാൻ അഴുതുകൊണ്ട്, തലമൂടി തോറ്റവനെ പോലെ ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് என்ன செய்தான்? ഒലിവുമലയുടെ കയറ്റത്തിലേക്ക് പോയി. ഒലിവുമലയിലെ അവൻ ഏറി പോനാൻ. അപ്പോൾ സ്വയം കുറ്റം സമ്മതിക്കുന്നവര്, അവൻ തമ്മിൽ ഉണ്മയെ ഒത്തുകൊള്ളുகிறവർ, ഇന്നും നാം കുറ്റത്തെ സമ്മതിച്ചാൽ, നാം നമ്മുടെ കുറയെ ഒത്തുകൊണ്ടാൽ, ഞാൻ തെറ്റുകാരനാണെന്ന് സമ്മതിച്ചുകൊണ്ട് തവറിവിട്ടേൻ എന്ന് சொன்னால், നാം എന്ത് ചെയ്യണം? നാം என்ன ചെയ്യണം? നമ്മളെ തന്നെ തല മൂടണം. നാം നമ്മുടെ തലയെ മൂട வேண்டும். തല മൂടുക എന്ന് പറഞ്ഞാൽ തല മൂടുന്നത് നമ്മുടെ ബുദ്ധിയെല്ലാം അപലമാക്കണം. നമ്മുടെ ബുദ്ധികളെല്ലാം ഇനി ഞാനല്ല, ഇനി ഞാനല്ലേ, ഇത് ചെരുപ്പൂരി കളയണം. ചെരുപ്പ് കളക്ട வேண்டும். അതിന്റെ അർത്ഥം എന്താ? പഴയ മനുഷ്യനെ ഒഴിഞ്ഞു കളയണം. പഴയ മനുഷ്യനെ വിട வேண்டும். മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച്, മുൻ നടന്ന നടക്കയെ കുറിച്ച്, ചതിമോഹങ്ങളെ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഒഴിഞ്ഞു കളയണം. പഴയ മനുഷ്യനെ നിങ്ങൾ കളഞ്ഞു പോകണം. ഒഴുക്കം പ്രാപിച്ച പുതുമനുഷ്യ ധരിക്കണം. ഇതാണ് പ്രവാസത്തിൽ നിന്ന് വരുന്ന വിശ്വാസികൾ വേലക്കാർക്ക് ഒരു ഘട്ടമുണ്ട്. ഇത് சிறையிருப்பிலிருந்து வருகிறவர்களுக்கு இருக்கிறதான ஊழியர்கள், അതാണ് ഇടുക്കുവാതിൽ കൂടെ അകത്ത് കിടപ്പിൻ. ഇടുക്കமான വാസലുകളെ ഉള്ള പ്രവേശനം. ഇസ്രായേൽ ജനത്തെ കുറിച്ച് വായിക്കുമ്പോൾ, ഇസ്രായേലിനെ കുറിച്ച് വായിക്കുമ്പോൾ, അവർ 38 വർഷം അവർ 38 ആണ്ടുകൾ ഓർ മരുഭൂമിയിൽ അല്ലെങ്കിൽ കാദേശിൽ താമസിക്കുമ്പോൾ, അവർ കാദേശിൽ വാഴുമ്പോൾ സുഖസമൃദ്ധമായ ജീവിതം, നല്ല സെழிப்பான வாழ்க்கை, നല്ല ഭക്ഷണം, നല്ല സാപ്പാട്. വായിച്ച് ആവർത്തന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വായിക്കാം. ആവർത്തനം 2:1 മുതൽ. പെട്ടെന്ന് വായിക്കാം. അനന്തരം യഹോവ എന്നോട് കൽപ്പിച്ചതുപോലെ നാം തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിൽ തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി വരണം. വീണ്ടും നാം കനാനിൽ പ്രവേശിക്കണമെങ്കിൽ, കർത്താവിന്റെ വരവിൽ കാണപ്പെടണമെങ്കിൽ തിരിഞ്ഞ് ചെങ്കടൽ വഴി വരണം. ചെങ്കടൽ കാണിക്കുന്നു, മരണത്തെ അടക്കത്തെയും കാണിക്കുക. വീണ്ടും നമ്മൾ സ്നാനസത്യത്തിലേക്ക് വരണം. നമ്മുടെ പാപങ്ങൾക്ക് നാം മരിക്കണം, പുതു സൃഷ്ടിയായി തീരണം. അതിനെന്ത് ചെയ്യണം? ചെങ്കടൽ വഴിയായി വരണം. വടക്കോട്ട് തിരിയാനാ പറഞ്ഞിരിക്കുന്നത്. ആവർത്തന പുസ്തകം 1:40 വായിക്കുമ്പോൾ, വായിച്ചേ, വടക്കോട്ട് തിരിവിൻ. നിങ്ങൾ തിരിഞ്ഞ് ചെങ്കടൽ വഴിയായി മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യുവിൻ. അതിന് നിങ്ങൾ എന്നോട് ഞങ്ങൾ അപ്പം തിരിഞ്ഞ് വീണ്ടും മരുഭൂമിയിലേക്ക് യാത്ര ചെയ്യണം. ദൈവമക്കൾക്ക് കർത്താവിന്റെ വരവിന് മുമ്പ് ഒരു മരുഭൂമിയുണ്ട്. നമ്മൾ ഇത്രയും കാലം ഈ ഭൂമിയിൽ ജീവിച്ചു, ആവശ്യമായ പണം കിട്ടി, നല്ല വീട്, നല്ല വിശ്വാസ വീട്, കാറ് എല്ലാം ഉണ്ട്. പക്ഷെ ഇനിമേൽ ഒരു മരുഭൂമി വരാൻ പോവുകയാണ്. ഉത്തമത്തിൽ വായിക്കുമ്പോൾ, മണവാട്ടി മരുഭൂമിയിൽ നിന്ന് വേണം വരാൻ. ഇന്ന് മരുഭൂമിയെ നീ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, വെളിപ്പാട് 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, മരുഭൂമിയിലേക്ക് നീ പോവുകയാണ്. മരുഭൂമിയിലായിരിക്കും സഭ കർത്താവിന്റെ വരവിൽ കാണപ്പെടും. നീ മരുഭൂമി ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, കഷ്ടാനുഭവങ്ങൾ കൂട്ടായ്മ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ, നീ മരുഭൂമിയിലേക്ക് പോകേണ്ടി വരും. എതിർ ക്രിസ്തുവിന്റെ രാജ്യത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ തിരിഞ്ഞ് ചെങ്കടൽ വഴി. മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ചെങ്കടൽ ആവശ്യമായിരുന്നു, സ്നാനം. ഇത് സ്നാനത്തിന് മുൻകുറി. വീണ്ടും നമ്മൾ മാനസാന്തരപ്പെടണം. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ കാണുമ്പോൾ 2-3 അധ്യായത്തിലെ സഭകളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടുക. പക്ഷേ ഒരു കൂട്ടർക്ക് സാധിച്ചില്ല. അവര് ദൈവത്തിന്റെ കൽപ്പനയെ അധികരിച്ചുകൊണ്ട് പർവ്വതത്തിലേക്ക് കയറി. അവർ അമാലിലേക്ക് ശക്തികൾ വിഴുകിക്കളഞ്ഞു. ഇന്നും വീണ്ടും താഴോട്ട് വരാൻ മനസ്സില്ലാത്ത വിശ്വാസികൾ, വേലക്കാരെ, ക്രിസ്തുവിന്റെ സൗമ്യതയും താഴ്മയും ധരിച്ചു പോകേണ്ട വേലക്കാർ, വിശ്വാസികൾ എന്താ ചെയ്തത്? വികളികളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സ്വയം പല പാപങ്ങൾക്ക് ഇടപെടുകയാണ്. അഹങ്കാരത്തിന്റെ നികളത്തിന്റെയും പരിഹാസികളായി മാറുകയാണ്. ലേഖനത്തിൽ വായിക്കുമ്പോൾ, അന്ത്യകാലത്ത് ഭക്തി കെട്ട മോഹങ്ങളെ അനുസരിക്കുന്ന പരിഹാസികൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. അവർ മഹിമകളെ ദുഷിക്കും. അവർക്ക് വേറെ ചില ബിസിനസ്സാണ്. അങ്ങനെയുള്ള വിശ്വാസികളും വേലക്കാരും ഈ സത്യത്തോട് മറുതലിച്ചുകൊണ്ടിരിക്കും. അതിനെ അതിജീവിക്കാനാണ് കനാനിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽ ജനത്തോട് പറയുന്നു, നിങ്ങൾ തിരിഞ്ഞ് മരുഭൂമിയിലേക്ക് വരിക. ബുദ്ധിമുട്ടായി. 38 വർഷമായില്ലേ ഈ സുഖജീവിതം, ഈ കസേര, ഈ ഭരണം, ഈ അധികാരം. മറ്റുള്ളവരൊക്കെ ബഹുമാനിക്കുന്നു, അപ്പച്ചാ വിളിക്കുന്നു, അമ്മച്ചി വിളിക്കുന്നു, കാശ് കിട്ടുന്നു,
പിന്നെ അപ്പച്ച അമ്മച്ചി എന്ന് അழைக்கிறார். பணம் ഒരു ഡോട്ട് പോലും ഇല്ലാത്ത അലക്കി തേച്ച കസല വിട്ടുകൊണ്ട് നടക്കുന്നു. നന്നാக தேய்த்த വസ്ത്രങ്ങളെ ധരിக்கிறார். താഴോട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. കീഴെ ഇറങ്ങുവதற்கு സങ്കടം. അതാ കർത്താവ് കീഴെ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. ஆனால் நீங்கள் കീഴെ ഇറങ്ങി നിങ്ങൾ മരുഭൂമിയിലേക്ക് വരുന്ന എല്ലാ വേലക്കാരും വിശ്വാസികളും, നിങ്ങൾ എല്ലാ ഊഴിയர்களுം വിശ്വാസികളും അത് ബുദ്ധിമുട്ടായവര് മറുതലിച്ച് പോയി ആവപ്പെട്ടു. അത് കഷ്ടമായി തോന്നിനോ മറുതലിച്ചു. എന്നാൽ എന്തിനു വേണ്ടിയാണ് മരുഭൂമിയിലേക്ക് ഇറാൻ പറഞ്ഞത്? സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിൽ നിങ്ങൾ വായിച്ച് പഠിച്ചാൽ മതി. ഞാൻ ഷോർട്ടായിട്ട് പറയാം. 21:4 വായിച്ച്. 21:4 സംഖ്യാപുസ്തകം 21:4. എണ്ണാഗമം 21:4. ഏദോം ദേശം എന്ന് പറഞ്ഞാൽ ഏശാവിന്റെ പർവ്വതമാണ്. ഏദോം ദേശം എന്ന് சொல்வது ஏசாவின் മല. ജഡത്തിന്റെ ശക്തികളെ നാം ജയിക്കണം. നാം മാംസത്തിൻ വലമേ ജയിക്കണം. കർത്താവിന്റെ വരവിന് മുമ്പ് നമ്മുടെ മുമ്പുള്ള മഹാപർവ്വതം സമഭൂമിയാകണം. നമുക്ക് മുന്നേ ഇരിക്കുന്ന പെരിയ പർവ്വതം. അപ്പോൾ നമ്മോട് പോരാടുന്ന ശക്തികൾ ഏതൊക്കെയാണ്? നമ്മളിലെ ഒന്ന് ഏദോമിയ ശക്തി. അതെന്താ? ജഡബന്ധങ്ങൾ, മാംസ ഉറവുകൾ. നമ്മുടെ സ്വന്തക്കാർ ചാർച്ചക്കാർ എന്നുള്ള ബന്ധം കിടക്കുകയാണ്. നമ്മുടെ ഉറവിനകൾ എൻகிறதான ബന്ധം ഉറവ്. ഇന്ന് മക്കൾക്ക് വേണ്ടി വിശ്വാസം ത്യജിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. മക്കൾക്കാக വിശ്വാസത്തെ വിടുகிற പിള്ളേർ. അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സത്യം വിൽക്കുന്നവരുണ്ട്. അവരുടെ വിരുപ്പത്തിற்காக സത്യത്തെ വിൽക്കുന്നവர்கள். വിശ്വാസികളെ തെറ്റായ പ്രവണതയിൽ കൂട്ടിനിൽക്കുന്ന വേലക്കാരുണ്ട്. വിശ്വാസികളുടെ തവറാன കാര്യത്തിക്ക് ഉദവികരവർ. കാരണം മാനുഷിക ബന്ധങ്ങൾ, അത് മനിത ഉറവുകൾ, ജഡബന്ധങ്ങൾ, മാംസ അതാണ് ഏദോമിയ ശക്തികൾ. അത് ഏദോമിൻ വലമൈ. അതിനെ നീ ജയിക്കണം. അതേ നാം ജയിക്ക വേണം. അതിനായിട്ട് യാത്ര പുറപ്പെട്ട് ചെങ്കടലിലേക്ക് വരണം. അതിൽ നിന്ന് പുറപ്പെട്ട് നാം അങ്ങനെ പുറപ്പെട്ടപ്പോൾ അപ്പോൾ വന്ന പൊഴുത് പിന്നീട് പല ശക്തികളോട് കടക്കുകയാണ്. അങ്ങേ പല ശക്തികൾ നീ കനാനി ചെല്ലുമ്പോൾ നീ കാണാനൊക്കെ പോകുമ്പോൾ അവിടെ നീ ജയാളിയായി വേണം കാണപ്പെടാൻ. നീ അങ്ങ് വെറ്റിയാളനായി ഇരിക്കണം. ഒന്നാമത് ഏദോമിയ ശക്തിയെ ജയിക്കണം. ഏദോമിയ ശക്തിയെ വെറ്റിയിക്കണം. അതിന്റെ 21-ാം വാക്യം വായിച്ചേ. 29-ാമത് വചനം. 21. 21 അത് കഴിഞ്ഞ് 24. 21 24. അത് കഴിഞ്ഞ് 28. 28. അത് കഴിഞ്ഞ് 33. അതற்கு പിൻ 33. 4 വചനം വായിക്കാം. ആദ്യം 21 വായിക്കാം. 21 വാസിപ്പോ. അമോര്യർ നോക്കണം. അടുത്ത ശക്തി, അടുത്ത വലമൈ. ഏദോമിയ ശക്തി ഇവിടെ നിൽപ്പുണ്ട്. ഏദോമിയ ശക്തി അത് ജഡത്തിന്റെ ശക്തിയാണ്. അത് മാംസത്തിൻ വലമൈ. ജഡബന്ധങ്ങള്. മാനിത ഉറവുകൾ. കർത്താവിന്റെ വരവിന് പോകാൻ തടസ്സമായിരിക്കുന്ന ഒരു കാര്യം ഈ ഭൂമിയിലെ ചില ജഡബന്ധങ്ങളാണ്. ഇത് ഉടകത്തിരിക്കുന്ന മാംസ. അത് അപ്പനായിരിക്കും, അമ്മയായിരിക്കും, സഹോദരിയായിരിക്കും, ഭാര്യയായിരിക്കും, ഭർത്താവായിരിക്കാം. ഒരുവേളை തകപ്പനോ തായോ സഹോദരനോ. ഇല്ല, സഭയിലെ ചില ബന്ധങ്ങളായിരിക്കാം. സഭയിൽ ഇരിക്കുന്നവരോട് വേലക്കാരെ തമ്മിലുള്ള ബന്ധമായിരിക്കാം. ഉറവ്. ഇതിനെ നീ ജയിക്കണം. ഇதை നിങ്ങൾ ജയിക്കണം. രണ്ടാമത് അമോരിയർ വായിച്ചേ. അടുത്ത അമോരിയர்கள். അമോര്യരാരാ? പരിഹാസികൾ. അവர்கள் പരിഹാസക്കാരர்கள். ദാൻ ഗോത്രത്തെ അമോര്യർ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി. അവர்கள் താൻ ഗോത്രത്തെ അവர்கள் തള്ളി. ന്യായാധിപന്മാർ പുസ്തകം വായിക്കണം. 1-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ന്യായാധിപതികൾ ഒന്നേ വാസിക്കുമ്പോൾ അമോര്യരെ ഇസ്രായേൽ അമോര്യർ ഇസ്രായേൽ ദാൻ ഗോത്രത്തെ തിക്കിത്തള്ളി മലനാട്ടിൽ കയറ്റി. അവர்கள் താൻ ഗോത്രത്താരെ അവர்கள் തള്ളി മലയിലേക്ക് താഴ്വരയിലേക്ക് ഇറങ്ങാൻ സമ്മതിച്ചില്ല. അവர்கள் പളത്താക്കി ഇറങ്ങി. കാരണം വാസസ്ഥലം വിട്ടുപോയ പരിഹാസികളായി മാറി. അവர்கள் തങ്ങളുടെ വാസസ്ഥലം വിട്ട് പരിഹാസം. ജോസേഫ് ഗ്രഹം ബലം കൂടിയപ്പോൾ യോസേഫ് ബലം അടഞ്ഞപ്പോൾ അമോര്യരെ കീഴടക്കി. അമോര്യർകളെ അവർക്ക് അതിന്റെ അർത്ഥത്തിൽ വിശുദ്ധിയുടെ ഉപദേശം. അത് പരിശുദ്ധത്തിന് ഉപദേശം. വിശുദ്ധിയുടെ ഉപദേശം നമ്മെ വിട്ട് പോയാൽ പരിശുദ്ധത്തിന് ഉപദേശം നാം പരിഹാസികളാകും. നാം പരിഹാസക്കാരാണ്. വെള്ളയിട്ടുകൊണ്ട് നടക്കുന്ന പരിഹാസികളായിട്ട് മാറും. നാം വെള്ള വസ്ത്രം ധരിച്ച പരിഹാസക്കാർ. ആത്മാവിനെ ജയിക്കണം. അന്ത ആവിയെ ജയിക്കണം. ഒന്ന് ഏദോമിയ ശക്തി, ഏദോമിയ ശക്തി. 2 അമോര്യർ പരിഹാസശക്തി. അമോര്യരുടെ ശക്തി. മൂന്നാമതായിട്ട് വായിച്ചേ അമ്മോന്യർ 24. ഇസ്രയേൽ അവനെ വാളിന്റെ വായ്ത്തല കൊണ്ട് വെട്ടി അർന്നോൻ മുതൽ യാബോക്ക് വരെയും അമോന്യരുടെ അതിർ ദേശം. ആരാണ് അമോന്യര്? ലോത്തിന് വ്യാജസന്തതി ഉണ്ടായി ജാരസന്തതിയായി ജനിച്ചു. തന്റെ പെൺമക്കളിൽ ജനിച്ചതിൽ ഒന്നാണ് അമോന്യര്. ഈ അമോന്യർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരസംഗം. പരസംഗം, തെറ്റായ ഉറവ്. നിങ്ങൾക്ക് സ്വന്തം ഭാര്യയും ഭർത്താവ് ഇരിക്കുമ്പോൾ ആ ഭാര്യ ഭർത്തൃ ബന്ധത്തെ കവിഞ്ഞിട്ട് മറ്റൊരു സ്ത്രീയെ മോഹിക്കുകയോ വാട്സപ്പിൽ കൂടെയോ അല്ലെങ്കിൽ ഫോണിൽ കൂടെ സംസാരിച്ച് സന്തോഷിക്കാൻ പോയാൽ അത് പുരുഷനോടായാലും ശരി, അങ്ങനെയുള്ള ഭാര്യമാര് അമോന്യ ശക്തിക്ക് ഭർത്താക്കന്മാർ അടിമകളാണ്. വേലക്കാരായ ഞങ്ങൾ വിശ്വാസികളായാലും ശരി, തമ്മിലായാലും ശരി, ജഡിക വർത്താനം പറഞ്ഞ് സന്തോഷിക്കാനും ജഡിക ബന്ധങ്ങൾ പുലർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ അമോന്യ ശക്തിയാണ്. ഇത് ഈ കാലങ്ങളിൽ കൂടി വരുന്നൊരു കാലമാണ്. അതിനെയും നാം ജയിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ താഴ്ന്നു വരാൻ പറഞ്ഞത്. അതാണ് ഇടുക്കുവാതിൽ കൂടെ പോകേണ്ടി വരുന്നത്. അങ്ങനെ മൂന്നാമത്തെ ശക്തിയായ പരസംഗത്തെ ജയിക്കണം. നാലാമതായി
നാലാമതായി நான்காவதாக അതിനേക്കാൾ ഭയങ്കര ശക്തി മോവാബ്. அதை விட பெரிய சக்தி மோவாப். വായിച്ചേ 28 വാക്യം വായിച്ചേ. ഹെശ്ബോനിൽ നിന്ന് തീയും സീഹോന്റെ നഗരത്തിൽ നിന്നും ജ്വാലയും പുറപ്പെട്ടു മോവാബിലെ ആരിനെയും അർന്നോൻ തീരത്തെ ഗിരിനിവാസികളെയും ദഹിപ്പിച്ചു. മോവാബിനെ ദഹിപ്പിച്ചു കളയണം. மோவாப்பை நாம் அக்கினிக்கரை. ആരാണ് മോവാബ്? யாரந்த மோவாப்? യെശയ്യാവിലും യിരെമ്യാവിലും വായിക്കുമ്പോൾ യേശയ്യാവിലും യെരമ്യാവിലും മോവാബ് മഹാഗർവി, மோவாப் கர்வம் நிறைந்தவன், അവൻ നിഗളിയാണ്, அவன் மேட்டிமையானவன், അവനെ ആർക്കും അടക്കാൻ ഒക്കത്തില്ല. அவன் யாராலும் അവൻ கட்டுப்படுத்த, എവിടെ ചെന്നാലും എല്ലാവരും തലയ്ക്ക് മേളിൽ കയറണം. அவன் எல்லாருடைய தலைக்கு மீதா. ഈ ആത്മാവ് വേലക്കാർക്കും വിശ്വാസികൾ ഉണ്ടെങ്കിൽ இந்த ആവി വിശ്വാസികൾ അവർ ദൈവത്തിന് ശത്രുവാണ്. அவன் അത് ஆண்டவருக்கு எதிரி. ദൂതന്റെ പാപമാണ്. அது தூதனுக்கு வந்த ആ பாவம். മോവാബ്യ ശക്തിയെ ജയിക്കണം. அந்த അതാണ് നിഗളം. அதுதான் மேட்டிமை. ആ നിഗളത്തെ നാം ജയിക്കേണ്ടിയിരിക്കുന്നു. அந்த மேட்டிமை അതിനെന്ത് ஜெயிக்கும். ചെയ്യണം? அதற்கு என்ன செய்யணும்? കഷ്ടങ്ങളിൽ കൂടെ പോകണം. கஷ்டத்தினூடாக போக. അതിനാണ് അന്ത്യകാലത്തിൽ കർത്താവിന്റെ വരവിൽ ഒരുക്കപ്പെടുന്ന വിശ്വാസികളും വേലക്കാരും വലിയ പരീക്ഷകളിലൂടെ പോകേണ്ടത് ആവശ്യം. கர்த்தருடைய வரைக்கு ஆயத்தமாகிற ஊழியர்களும் விசுவாசிகளும் பாடுகளினூடாக போக. ആ കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ அந்த பாடுகளினூடாக போகும்போது നമുക്ക് ഈ ശക്തികളെല്ലാം പതുക്കെ പതുക്കെ ജയിക്കാൻ സാധിക്കും. இந்த வல்லமைகளில் வெற்றி பெற முடியும். അപ്പൊ അടുത്ത നിഗളം, அடுத்தது மேட்டிமை. ഇനി ഏറ്റവും വലിയ ശക്തി വരികയാണ്. அடுத்த பெரிய சக்தி അതെന്താ? அது என்ன? ബാശാന്യ ശക്തി. பாசானின் வல்லமை. വായിച്ച 33. പിന്നെ അവർ തിരിഞ്ഞ് ബാശാൻ വഴിയായി പോയി ബാശാൻ രാജാവായ ഓഗ് തന്റെ സകല ജനവുമായി അവസാനമായി ബാശാൻ രാജാവായ ഓഗ്. பாசானின் ராஜாவாகிய ஓகு. എന്താണ് ഈ ബാശാൻ? என்ன அந்த കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ஆண்டவராய் இயேசு கிறிஸ்து சிலுவையில் மரித்தார். ഗെത്സമന തോട്ടം മുതൽ ക്രൂശീകരണം വരെയും கெத்செமனே முதல் തന്നോട് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരു മരണത്തിന്റെ ശക്തി നമ്മൾ കാണുന്നുണ്ട്. அவரோடு போராடுகிற மரணத்தின் வல்லமையை കർത്താവ് பார்க்கிறோம். പോലും പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിക്കളയണമേ. ஆண்டவரே கூடுமானால் இந்த பாத்திரத்தை என்னை விட்டு நீக்கும். അവസാനകാലം മരണം ഒരു ഭയമായി മാറുകയാണ്. முடிவு நேரத்திலே மரணம் பயமாகிறது. പെന്തക്കോസ്തുകാരെല്ലാം സുവിശേഷം അല്ലെങ്കിൽ രോഗശാന്തി സത്യങ്ങളെ സന്തോഷത്തോടെ സ്വീകരിച്ചൊരു കാലം ഉണ്ടായിരുന്നു. பெந்தகோஸ்தேக்காரர்கள் குணமாக்குதலை ഇന്ന് അവർക്ക് ഗ്യാസ് കയറി ഒരു വേദന വന്നാലും ഭയമാണ്. അയ്യോ ചത്തുപോവോ, நாம் சின்ன ஒரு வலி வந்தாலும் நாம் மரித்து விடுவோம் என்கிற பயம். കാരണം പ്രത്യാശയില്ല. நம்பிக்கை இல்லை. അത് ഈ മരണഭയം ഓഗിന്റെ ശക്തിയാണ്. இது ஓகனுடைய வல்லமை. അങ്ങനെയുള്ള ശക്തിയുള്ളവർ ആരും കർത്താവിന് ഒരു പോകാൻ സാധ്യതയില്ല. அந்த வல்லமை இருக்கிறவர்கள் தேவனுடைய வல்லமை. അതാണ് ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകും. அதுதான் முடிவான சத்ருவாகிய கடைசி சத்ரு. അവസാനത്തെ ശത്രുവാണ് മരണം. கடைசி சத்ரு மரணம். ആദ്യത്തെ ശത്രു പാപം. முதலாவது சத்ரு பாவம். ഇസ്രായേൽ ജനം കനാനിൽ വരുമ്പോൾ இஸ்ரவேல் கானானுக்கு ഒന്നാമത് ചെങ്കടൽ കടക്കേണ്ടി വന്നു. முதலாவது അത് செங்கடல். പാപത്തിൽ നിന്നുള്ള വിടുതൽ. பாவத்திலிருந்து விடுதலை. അവസാനം യോർദാൻ കടക്കേണ്ടി വന്നു. கடைசியாக யோர்தானை கடந்து. യോർദാൻ മരണത്തിന് നിഴല്. யோர்தான் மரணத்துக்கு நிழல். മരണത്തെയും ജയിക്കേണ്ടിയിരിക്കുന്നു. மரணத்தை நாம் ஜெயிக்க வேண்டும். കർത്താവായ യേശു തന്റെ ക്രൂശീകരണ സമയത്തിൽ இயேசு சிலுவையில் அறையப்படும் பொழுது സങ്കീർത്തനം 22:12 വായിക്കുമ്പോൾ சங்கீதம் 22:12 ബാശാൻ കുറ്റന്മാർ എന്നെ വളഞ്ഞു. பாசான் தேசத்து பல മരണത്തിന്റെ ശക്തികൾ യേശുവിനെ വളഞ്ഞു. மரணத்தின் வல்லமை விளையாடும். അവസാന കാലം വരുമ്പോൾ கடைசி நாட்களில் മരണത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. மரணத்தின் வல்லமை உங்கள் மீது. ആ ശക്തിയെ നേരിടാൻ നിങ്ങൾ കഴിവില്ലെങ്കിൽ, அதை எதிர்க்க உங்களால் അതിനുള്ള കൃപ കിട്ടിയില്ലെങ്കിൽ அதுக்கு கிருபை നിങ്ങൾ இல்லாமல் തോറ്റുപോയതായിത്തീരും. நீங்கள் தோற்று போவீர்கள். പുതിയ യെരൂശലേമിൽ പ്രവേശിപ്പാൻ കഴിയില്ല. புதிய எருசலேம் மக்கள் போக முடியாது. അതുകൊണ്ട് ഈ ശക്തിയെ ജയിക്കണമെങ്കിൽ இந்த வல்லமையை ദൈവം ஜெயிக்க നിങ്ങളെ താഴ്ത്തും. தேவன் உங்களை താഴ്ത്തുമ്പോൾ நீங்கள் താഴും ആ താഴ്വയിൽ കൂടെ പോകണം. நீங்கள் அந்த தாழ்மை ആ മരുഭൂമിയിൽ കൂടെ പോകണം. அந்த வனாந்தரத்தில் അപ്പോൾ ഈ മറഞ്ഞിരിക്കുന്ന 5 ശക്തിയെ കൂടി ജയിക്കാൻ സാധിക്കും. இந்த மறைந்திருக்கிற 5 வல்லமையை ஜெயிக்க. ഒന്ന് ജഡിക ബന്ധങ്ങൾ, முதலாவது மாம்ச பந்தம். രണ്ടാമതായിട്ട് പരിഹാസികളായ അമോര്യർ, പരിഹാസികളാണ് എമോരിയர்கள். മൂന്നാമതായി അമോന്യർ, പരസംഗം, അന്യ ജഡം മോഹിച്ചു കിടക്കുന്ന അന്യ മാംസത്തെ ഇച്ഛിക്കുന്ന അമോനിയர்கள். നാലാമതായിട്ട് മോവാബ്യർ, നിഗളം. നാലാവதாக മേട്ടിമയാണ്. അഞ്ചാമതായിട്ട് കാണപ്പെടുന്നതായ മരണം. ஐந்தாவது കാണപ്പെടുகிற മരണമായി ദാവീദ് 5 കല്ലെടുത്തായിട്ട് കാണുന്നുണ്ട്. ആകവേதான் താവീദ് 5 കല്ലുകൾ എടുത്ത ആ കല്ല് ക്രിസ്തുവിനെ കാണിക്കുകയാണ്. அந்த கிறிஸ்து இயேசு அந்த கல்லு இயேசு ആ ക്രിസ്തുവിൽ കൂടെയുള്ള ജയത്തെ കാണിക്കുകയാണ്. கிறிஸ்துவின் மூலமா ஒரு வெற்றியை നാമോ നമ്മെ സ്നേഹിച്ചു മുഖാന്തരം ഇതിനൊക്കെയും ജയം പ്രാപിക്കുകയാണ്. நாம நம்மில் அன்புவதன் மூலமா അവസാന കാലത്ത് ക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും പൂർണ്ണമായിട്ട് അനുസരിക്കണം. கடைசி நாட்களே இயேசுவையும் അപ്പോൾ പരിശുദ്ധാത്മാവിനെയും എന്ത് ചെയ്തു? അപ്പോൾ നടന്നു. അവർ ഈ ശക്തികളെ ജയിച്ചു. അവர்கள் இந்த വല്ലമകളെ ജയിച്ചവർ കനാൻ കൈവശമാക്കുന്ന 21 അവസാനം ഒന്ന് വായിച്ചു. ഏറ്റവും അവസാനം 25 അധികാരം കടൈസി വാക്യം 21 ഏറ്റവും അവസാനം. അങ്ങനെ അവർ അവനെയും അവന്റെ പുത്രന്മാരെയും അവന്റെ സകല ജനത്തെയും ഒട്ടൊഴിയാതെ സംഹരിച്ചു അവന്റെ ദേശത്തെ കൈവശമാക്കി. ആ ദേശത്തെ കൈവശമാക്കി. அந்த தேசத்தை கைவசமாக்கி. നമുക്കൊരു ദേശം കർത്താവ് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. നമുക്ക് ദേവൻ ഒരു ദേശത്തെ, മനോഹരമായ ദേശം. അത് അഴകാണ്. അത് കൈവശമാക്കണമെങ്കിൽ அதை நாம் கைவசமாக்க. എന്താണ് ഈ ദേശം?
அது என்ன தேசம்? വീണ്ടെടുപ്പിന്റെ ശരീരം. மீட்பின் சரீரம். നമുക്കൊരു തേജസ്സിന്റെ ശരീരമുണ്ട്. ஒரு மகிமையின் சரீரம். ആ ശരീരം ലഭിച്ചാൽ அந்த சரீரத்தை பெற்றால் നിമിഷങ്ങൾ കൊണ്ട് മുഴു ലോകവും പറന്നു നടക്കാം. நாம் നിമിഷത്തിற்குള്ള മുഴു അതാണ് രൂപാന്തര ശരീരം. அதுதான் மறுரூப. അതാണ് ഈ വാഗ്ദത്ത ദേശം. அதுதான் വാഗ്ദത്ത ആ ദേശം നമുക്ക് അവകാശമാക്കണമെങ്കിൽ அந்த தேசத்தை சுதந்தரிக்க ഇന്ന് ഈ ശരീരത്തിൽ പോരാടുന്ന ശക്തികളെ, இன்னைக்கு നമ്മുടെ ശരീരത്തെ നമ്മുടെ ആത്മാവിന് വിരോധമായി പോരാടുന്ന ജഡിക ശക്തികളെ ആവിക്ക് വിരോധമായി പോരാടുമ്പോൾ ജയിക്കുന്നവർ ജയാളിയായി ചെല്ലുമ്പോൾ, നിങ്ങൾ വെറ്റി പെറുகிறவர்களாയി വെറ്റിയാളായി അങ്ങനെ നാം ജയിച്ചു ചെല്ലുമ്പോൾ அப்படி நாம் வெற்றி பெற்று യോർദാനെ വടികൊണ്ട് പിരിക്കേണ്ട ആവശ്യമില്ല. യോർദാനെ കമ്പനാൽ വടിക്കാൻ ആ യോർദാനിൽ அந்த യോർദാനിൽ ജയം പ്രാപിച്ച വിശുദ്ധന്മാരുടെ കാല് തൊട്ടപ്പോൾ വെറ്റി പെറ്റ പരിശുദ്ധവാൻ യോശുവയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ യോർദാൻ പിൻവാങ്ങിപ്പോയി. യോശുവാൻ പുസ്തകത്തിൽ വായിக்கிறோம், സമുദ്രമേ നീ ഓടുന്നത് എന്താ? സമുദ്രമേ നീ പോകുന്നത് 144 സങ്കീർത്തനാണെന്ന് തോന്നുന്നു. 144 യോർദാൻ കണ്ട് ഭയന്നോടി. യോർദാൻ പിന്നിട്ട് തിരുമ്മിനത് ഭയന്നു. സമുദ്രമേ നീ ഓടുന്നത് വാക്യം വായിച്ചേ. സമുദ്രമേ നീ ഓടുന്നത് എതിർക്കാണ് 144 അതെ. യോർദാൻ പിൻവാങ്ങിപ്പോയി സമുദ്രം ഓടുന്നത് എന്ത്? യോർദാൻ പിൻവാങ്ങി സമുദ്രം പോകുന്നത് എന്താ കാരണം? ജയം പ്രാപിച്ച് വിശുദ്ധന്മാർ വരുമ്പോൾ ജയം പെറ്റ മരണം മാറിപ്പോകും. മരണം മാറിപ്പോകും. ഇത് ശവപ്പെട്ടി വെച്ചവർ പറയാനുള്ളതല്ല. ഇത് ശവപ്പെട്ടി വയ്ത്തുകൊണ്ട് ചൊല്ലുവതല്ല, പറയാം, ചൊല്ലലാം, ജീവനുള്ളവർക്ക് വേണ്ടി. ജീവനുള്ളവർക്കാ ചൊല്ലലാം. കണ്ടോ വാക്യം 144 114 യോർദാൻ പിൻവാങ്ങുന്ന എന്താ? സമുദ്രമേ നീ ഓടുന്നത് വാക്യം 5-ാം വാക്യം 114:5. സമുദ്രമേ നീ ഓടുന്നത് എന്താ? മലകളെ നിങ്ങൾ ഓടുന്നത് അന്ന് സമുദ്രം ഓടിയെങ്കിൽ കടലേ ഇന്ന് ഈ സമുദ്രം എന്ന് പറഞ്ഞ ലോകമാണ്. സമുദ്രം യേശു പറഞ്ഞു ലോകത്തിന്റെ പ്രഭു വരുന്നു, അവനോടൊരു കാര്യമില്ല. അങ്ങനെ ജയം പ്രാപിച്ച വിശുദ്ധന്മാർ ഈ ലോകം കണ്ടു നിൽക്കും. അവർ ലോകത്തെ അതിജീവിച്ചവരാണ്. അവർ കാഹളനാദം കേൾക്കുമ്പോൾ പറന്നുയരുമ്പോൾ ലോകം അവരെ നമിക്കും. അങ്ങനെ ഒരു കൂട്ടം വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് പറന്നുയരാൻ പോവുകയാണ്. നിനക്കതിൽ പോകണ്ടേ? ഒരുങ്ങിക്കൊള്ളുക, കഷ്ടമനുഭവിപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, മരുഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുക. ഈ സുഖജീവിതം വേണ്ടെന്ന് വെക്കുക, കർത്താവിനോട് കഷ്ടം അനുഭവിപ്പാൻ തീരുമാനിക്കുക. അവർക്കായിട്ട് അവകാശപ്പെടുവാൻ യേശു വരികയാണ്. അതിനുവേണ്ടിയാണ് ഈ കാലങ്ങളിൽ നമ്മൾ ഈ ഒലിവുമരത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കണം. അന്ന് കണ്ട വിളക്ക് സക്കറിയാ പ്രവചനം 4-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ മുഴുവനും പൊന്നുകൊണ്ടുള്ള വിളക്ക്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടല്ലോ. അവിടെ 2 ഒലിവുമരം, ക്രിസ്തുവും പരിശുദ്ധാത്മാവും, അവരിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരിക്കണം. എപ്പോൾ? ഈ മരുഭൂമിയിൽ കൂടെ പോകുമ്പോൾ. അവിടെ സഭയില്ല, വേലക്കാരില്ല, നടത്തിപ്പുകാരില്ല, ആരും നമ്മെ നടത്താനില്ല. കഴിഞ്ഞ ആഴ്ച കേട്ട പോലെ നിങ്ങൾ അഭിഷേകം നിങ്ങൾ നടത്തും. ഈ ക്രിസ്തുവിന്റെ ആത്മാവ്, ഈ പരിശുദ്ധാത്മാവ് അത് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ എഫേസ്യർ 1:17 വായിക്കുന്ന പോലെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എല്ലാം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. ആ 7 ആത്മാവ്, ഒരേ കല്ലിന്മേൽ 7 കണ്ണ്. യെശയ്യാ 11-ാം അധ്യായത്തിൽ കാണുന്ന 7 ആത്മാവ് 11:9 വായിക്കുന്ന പോലെ സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പോലെ ഭൂമി യഹോവയുടെ മഹത്വത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. അങ്ങനെയുള്ള വിശുദ്ധന്മാർ ലോകത്തിലേക്ക് വരാൻ പോവുകയാണ്. ആ കാലങ്ങളിൽ ഈ ലോകവും അതേ അനുഭവത്തിലേക്ക് എത്താൻ പോവുകയാണ്. അതാണ് സഹസ്രാബ്ദ വാഴ്ച. അതിനും നമ്മുടെ യേശു വരും. നമുക്ക് അവന്റെ വരവിനായിട്ട് ഒരുങ്ങാം. അബ്സലോം എന്ത് ചെയ്തു? ദാവീദ് തന്റെ ശുദ്ധീകരണ കാലം കഴിഞ്ഞപ്പോൾ അവൻ കരഞ്ഞും കൊണ്ട് ഒലിവുമലയുടെ കയറ്റത്തിലേക്ക് പോയി. ഒലിവുമല പ്രത്യാശയുടെ മലയാണ്. സക്കറിയാ 14-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ യേശു ഒലിവുമലയിൽ പ്രത്യക്ഷമാകാൻ പോവുകയാണ്. നമുക്ക് രഹസ്യവരവുമുണ്ട്, പരസ്യവരവുമുണ്ട്. ഈ പ്രത്യാശയോട് ജീവിക്കുന്നവർ അവരെന്ത് ചെയ്തു? ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പോകേണ്ട സമയം വരാൻ പോവുകയാണ്. ദാവീദ് കരഞ്ഞും കൊണ്ട് പോയതുപോലെ നമുക്കൊരു കരച്ചിലിന്റെ സമയം വരാൻ പോവുകയാണ്. ഇതെല്ലാം മാറ്റപ്പെടും. ഈ കൺവെൻഷന്റെ ചെളിപ്പെല്ലാം മാറ്റും. ഈ വെള്ള ഡ്രസ്സിന്റെ ഷൈനിങ് എല്ലാം മാറും. പലരും നിലവിളിക്കുന്ന സമയം വരാൻ പോവുകയാണ്. കരഞ്ഞും കൊണ്ടുവരും. പക്ഷെ ഒരു കാര്യം, അവർ വീണ്ടെടുപ്പ്, അവർ രൂപാന്തര ശരീരം അവർ പ്രാപിച്ചു വരുമ്പോൾ അവർ പോരാടിക്കൊണ്ടിരുന്ന സ്പിരിറ്റ് ഇല്ലാതാകും. ദാവീദിനെതിരായി നിന്ന അബ്സലോം ഇതാ കാട്ടിലകപ്പെട്ടു, അവൻ കൊല്ലപ്പെട്ടു, സിംഹാസനം കാലിയായി. അപ്പോൾ അവിടുത്തെ പുരോഹിതന്മാർ പറയുകയാണ്, എത്ര 2 ശമൂവേൽ 19:10
2 സാമുവേൽ 19:10 വായിച്ചേ. രാജാവിനെ തിരികെ കൊണ്ടിരുന്ന കാര്യത്തിൽ നമുക്ക് രാജാവായി നാം അഭിഷേകം ചെയ്തിരിക്കുന്ന അബ്ശലോമോ പടയിൽ ഇടക്കാലത്തിൽ നാം നമ്മുടെ സ്വയത്തെ അഭിഷേകം ചെയ്തു. നാം ഒരു കാലത്തെ സ്വയത്തെ അഭിഷേകിച്ചു. നമ്മൾ ഇതിനകത്ത് ഒന്ന് വേലക്കാരൻ വിശ്വാസം ജഡത്തിന്റെ പുറകെ പോയി, നാം മാംസത്തിற்கு പിന്നാലെ പോണം, ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ പോയി. നാം പണാസൈൻ. ഇതാണ് അബ്സലോം. നാം തന്നെ വരുത്തി വെച്ച വിന. ആ അബ്സലോം മരിക്കണം. ഈ പാപം നമ്മളിൽ മരിക്കണം. വീണ്ടും ക്രിസ്തുവിനെ നമ്മൾ കൊണ്ടുവരണം. ഇനി ക്രിസ്തു നമ്മളെ തേടി വരത്തില്ല. ഇനി നിങ്ങളെ ആരെയും തേടി യേശു വരത്തില്ല. നഷ്ടപ്പെട്ടു പോയ യേശു വരണമെങ്കിൽ പോയി താഴ്മയോടെ കൃപ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആണിക്കല്ലെ കൊണ്ടുവരണം. അത് ഒരർത്ഥത്തിൽ നിങ്ങളുടെ അകത്തുണ്ട് ആ വചനം. അന്ന് പ്രാപിച്ച അനുഭവം ഉണ്ട്. വീണ്ടും അതിന് മേളിലുള്ളതായെല്ലാം കളഞ്ഞ് താഴ്മയോട് ചെന്ന് കൃപ 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 എന്ന് ആർപ്പോടെ ഞാനല്ല ക്രിസ്തു അത്രേ. അങ്ങനെ ക്രിസ്തുവിനെ നിങ്ങൾ ഉയർത്തിക്കൊണ്ട് വരണം. അതിന് പാഷന്മാരും നടത്തിപ്പാരും മാത്രമല്ല, എല്ലാവരും സ്വയം ക്രിസ്തുവിനെ ഉയർത്തണം. അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ ആ ക്രിസ്തു ഉയർന്നുയർന്നുയർന്ന് മൂലെ കിടന്ന ക്രിസ്തു നമ്മൾ ഉയർത്തി ഉയർത്തി തലക്കല്ലേ കൊണ്ടിരിക്കുക. ക്രിസ്തു സഭയ്ക്ക് തലയായി വരിക. അങ്ങനെ ക്രിസ്തു ഉയർന്നതനുസരിച്ച് നമ്മൾ കണ്ടില്ലേ, ലിഫ്റ്റ് 24 നിലയിലുള്ള ലിഫ്റ്റ് ഞാൻ കയറി. താഴെ ലിഫ്റ്റ് ഇങ്ങനെ പൊങ്ങി പോവുകയാണ്. മേലെ പോകുന്തോറും ഈ നിലയെല്ലാം താഴെ പോവുകയാണ്. ഇപ്പോൾ അവസാനം വന്നപ്പോൾ എല്ലാ നിലകളും എനിക്ക് താഴെയായി. അതിന്റെ കഴിവല്ല, ഈ കൃപ എന്ന ലിഫ്റ്റിൽ കയറിക്കോണം. കൃപ എന്ന ലിഫ്റ്റിൽ, ആ ലിഫ്റ്റിൽ കയറി നീ പോകുമ്പോൾ നിനക്ക് വിരോധമായതെല്ലാം താഴെ കൊണ്ടിരിക്കും. അങ്ങനെ കൃപാകൃപ നാൽപ്പോടുകൂടി ദാവീദിനെ തിരിച്ചരമനയിൽ കൊണ്ടുവന്ന പോലെ നമ്മുടെ അരമനയായ മനസ്സിൽ, ഹൃദയത്തിൽ, ശരീരത്തിൽ ആ ക്രിസ്തു വാഴട്ടെ. അങ്ങനെ ക്രിസ്തു രാജാവായി വാഴുമ്പോൾ നാമല്ല ക്രിസ്തു അത്ര നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ക്രിസ്തു ജീവിക്കുമ്പോൾ മണവാളനും മണവാട്ടിയും നമ്മിൽ തന്നെ നമുക്കുള്ളതാണ്. അത് മേലോട്ട് നോക്കി കെട്ടിടത്തിൽ പോയി താമസിക്കുകയല്ല. അതാണ് പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം. ഭർത്താവിനെ അലങ്കരിച്ച് മണവാട്ടിയെ പോലെ ഇറങ്ങി വരുന്നത് കണ്ടു. അപ്പൊ ക്രിസ്തു നമ്മിൽ ഇപ്പൊ പൂർണ്ണമായി. അതാണ് അതിന്റെ വിളക്ക്. പുതിയ യെരൂശലേമിനെ പ്രകാശിപ്പിക്കാൻ, നഗരത്തെ പ്രകാശിക്കാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. കുഞ്ഞാടതിന്റെ വിളക്ക്. ഇനി നമുക്ക് ഇനി ദീപന്തിക്കോസ് മിഷൻ വേണ്ട, തന്നെ ഇല്ല, ഇനിയില്ല. നടത്തിപ്പുകാർ വേണ്ട, എല്ലാവർക്കും ക്രിസ്തു വന്നു കഴിഞ്ഞു. ക്രിസ്തു മണവാളനായി വന്നു കഴിഞ്ഞു. മണവാളനും എന്നിൽ, മണവാട്ടി എന്നിൽ. യെശയ്യാപ്രവചനം 62:5 വായിക്കുന്ന പോലെ മണവാളൻ തന്റെ മണവാട്ടിയിൽ സന്തോഷിക്കുന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. ദൈവം എന്നിലും ഞാൻ നിന്നിലും. യെശയ്യാ 62:5. മണവാളൻ തന്റെ മണവാട്ടി സന്തോഷിക്കുന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ ആനന്ദിക്കും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. വിശ്വാസപ്പെട്ട് നമ്മൾ ഇരുന്നാലും ഇവരിരുന്നാലും ഇവർ ഈ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ഞാനിവിടെ പാസ്സായിട്ടിരിക്കും. ആ പൂർണ്ണപ്പെട്ട സഹോദരിക്കുള്ള ക്രിസ്തു ഉണ്ട്. ശുശ്രൂഷയൊക്കെ ചെയ്യും. അവർക്ക് പാസ്റ്റർമാരില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം അവർ ക്രിസ്തു ഉണ്ട്. ഇതുപോലെ നിങ്ങളിലും അങ്ങനെ ക്രിസ്തു നമ്മിലായി. മണവാളനും നമ്മിൽ, മണവാട്ടിയും നമ്മിൽ. വീണ്ടും വായിച്ച വാക്യം, മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കുന്നു. പിന്നെ യെരൂശലേമേ, ഞാൻ നിന്റെ മതിലുകളിൽ മേൽ കാവൽക്കാരെ ആക്കി. അപ്പോൾ ഈ മണവാളനും മണവാട്ടിയുള്ള ആ ബന്ധത്തിലേക്ക് വരികയാണ്. അപ്പോൾ സിയോനും നീ തന്നെ, യെരൂശലേമും നീ തന്നെ. നിന്നിൽ പുതിയ ഭൂമിയുണ്ട്, നിന്നിൽ പുതിയ ആകാശമുണ്ട്. ഇതാണ് നമ്മിൽ പണിപൂർത്തുന്ന സിയോനും യെരൂശലേമും. ഇതാണ് കർത്താവിന്റെ സന്നിധിയിൽ നീ സ്വർഗ്ഗത്തിലേക്ക് പോകാൻ പോകുന്നത്. സിയോനെ പണിത് മഹത്വത്തിൽ പ്രത്യക്ഷനാകും. ആ ക്രിസ്തുവും പരിശുദ്ധ സഭയും ഒന്നായി തിരിയ. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെ സഭയെ കുറിച്ച് അത്ര പറഞ്ഞിരിക്കുന്നു. ഇതാണ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. പക്ഷെ ആദാമിനെ സൃഷ്ടിച്ചില്ലല്ലോ.
ആദാമിനെ മണ്ണുകൊണ്ടുണ്ടാക്കി, ഹവ്വായെ അതിൽ നിന്ന് എടുത്തു. പക്ഷെ ക്രിസ്തുവിൽ ഒരു സൃഷ്ടിയായി തീരുക, നാം അവനിൽ ദൈവത്തിന്റെ സൃഷ്ടിയായി തീരേണ്ടത്. ക്രിസ്തുവിൽ നാം സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അവിടെയാണ് അത് നിവൃത്തിയിരിക്കുന്നത്. ദൈവം തന്റെ സൃഷ്ടിയിൽ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. ആണാരാ? ക്രിസ്തു. പെണ്ണാരാ? മണവാട്ടി. അപ്പൊ ക്രിസ്തു തമ്മില്. അപ്പൊ നമ്മൾ പോകുന്നിടത്തല്ല ആരുണ്ട്? മണവാളുണ്ട്, മണവാട്ടിയുണ്ട്. ഇനി സഭയും വേണ്ട, ഒന്നുമില്ല, അവർക്ക് സന്തോഷമാണ്. മണവാളനും മണവാട്ടി എന്നുള്ള ആത്മീയ അനുഭവത്തെ പറ്റി പറയുന്നു. അത് പ്രാപിച്ചുകൊള്ളണം. അതിനെന്ത് ചെയ്യണം? നമ്മുടെ പ്രവാസകാലം നീക്കി കിട്ടണം. അതിനെ കരഞ്ഞ് നിലവിളിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നേരെ പുതിയ യെരൂശലേമായി മാറുകയാണ്. കുഞ്ഞാടത്തിന്റെ വിളക്ക്. അവിടെ രാത്രിയില്ല, അവർക്ക് പരാതിയില്ല, പ്രശ്നമില്ല, ഒന്നുമില്ല. കുഞ്ഞാടത്തിന്റെ വിളക്കാണ്. ഇതിനെപ്പറ്റി പറയാൻ നമുക്ക് ഒരുപാടുണ്ടെങ്കിലും അങ്ങനെ പറഞ്ഞാലും കാര്യമില്ലല്ലോ. നമുക്ക് അവസാനിപ്പിക്കാം, ഒരു നിമിഷം കണ്ടടയ്ക്കാം. നാമം ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരാം. മണവാളൻ തന്റെ മണവാട്ടിയിൽ സന്തോഷിക്കുന്ന പോലെ, യൗവനക്കാരൻ തന്റെ കന്യകയിൽ സന്തോഷിക്കുന്ന പോലെ നമുക്ക് നമ്മുടെ ദൈവത്തിൽ സന്തോഷിക്കാം. യഹോവയെങ്കിലെ സന്തോഷം നമ്മുടെ ബലം. ഇന്ന് പകൽക്കാലം ഈ സത്യത്തിലേക്ക് വരുവാൻ വേണ്ടി നാം വീണ്ടും മരുഭൂമിയിലേക്ക് വരിക, രാജാവിനെ തിരികെ കൊണ്ടുവരിക. രാജാവിനെ കൃപ എന്ന ആർപ്പോടെ തലക്കല്ലായ ക്രിസ്തുവിനെ നമുക്ക് കൊണ്ടുവരാം. ആമേൻ. മൂലക്കല്ലായിരിക്കുന്ന ക്രിസ്തുവിനെ നാം തന്നെ ഉയർത്തണം. ഉയർത്തി ക്രിസ്തുവിനെ തലക്കല്ലാക്കി വെക്കണം. അപ്പോൾ ക്രിസ്തു നമ്മുടെ തല, ശരീരമായ നാം അവന്റെ മണവാട്ടി. അങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാം. ഏത് കാലഘട്ടത്തിലും എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആ വിശ്വാസ ദൈവത്തോടുള്ള ജീവിതമാണ് നമുക്ക് തന്നിരിക്കുന്നത്. എത്ര അത്ഭുതമായ സത്യങ്ങള്, എത്ര ഭയങ്കരമായ സത്യങ്ങൾ. പ്രിയ ദൈവത്തിലെ, നിനക്കിത് വേണ്ടായോ? അവന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവേ, എന്നെ മരുഭൂമിയിലേക്ക് നടത്തണമേ, എന്നെ പണിയണമേ, ഈ ശക്തികളെല്ലാം ജയിക്കണമേ. അബ്സലോമിന്റെ ആത്മാവിനെ വിട്ടു പോകട്ടെ, ഞാൻ ക്രിസ്തുവിന്റെ ആത്മാവിന് അധീനനായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിനക്കൊരു വിടുതൽ കൽപ്പിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇതാ പ്രാപിച്ചുകൊള്ളുക, ഇതാ പ്രാപിച്ചുകൊള്ളുക. യേശുവേ, നീ എന്നിൽ രാജാവായി വാഴുകയാ, നിൻ സമാധാനമെന്നിൽ നിറഞ്ഞൊഴുകുന്നേ. യേശുവേ, നീ എന്നിൽ രാജാവായി വാഴുകയാ, നിൻ സമാധാനമെന്നിൽ നിറഞ്ഞൊഴുകുന്നു. ചിന്താകുലങ്ങളെ വെടിഞ്ഞികേ, വിശ്രാമ ജീവിതം ഞാൻ ചെയ്തിടുന്നു. ചിന്താകുലങ്ങളെ വെടിഞ്ഞികേ, വിശ്രാമ ജീവിതം ഞാൻ ചെയ്തിടുന്നു. സദാ മഹത്തമായോനെ, വിശുദ്ധിയിൽ സദാ മഹത്തമായോനെ, കൃപയും ബലവും നിന്നെയും നീയല്ലോ. കൃപയും ബലവും നിന്റെ രക്ഷയും നീയല്ലോ. മാലിന്യമേശാതെ സിയോനിൽ നിന്നിടാ, ചേകത്താൽ നിറച്ചെന്നെ വേദനിച്ചുവല്ലോ. മാലിന്യമേശാതെ സിയോനിൽ സ്നേഹത്താൽ നിൻ സമാധാനമെന്നിൽ നിറഞ്ഞൊഴുകുന്നു. ചിന്താകുലങ്ങളെ വെടിഞ്ഞികേ, വിശ്രാമ ജീവിതം ഞാൻ ചെയ്തിടുന്നു. ചിന്താകുലങ്ങളെ വെടിഞ്ഞികേ, വിശ്രാമ ജീവിതം ഞാൻ ചെയ്തിടും. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. രാജാവിനെ നമുക്ക് തിരികെ കൊണ്ടുവരാം. രാജാവിനെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ ഇനി നാം അമാന്തിക്കേണ്ട. അവൻ രാജാവായി നമ്മെ വാഴട്ടെ. മൂലക്കല്ലായ ക്രിസ്തു രാജാവായി നമ്മിൽ വാഴട്ടെ. അപ്പോൾ എല്ലാം ശരിയാകും.
അപ്പോൾ മാത്രമേ എല്ലാം ശരിയാകൂ. ആമേൻ. ഹല്ലേലൂയ. ശരവണബലകത്തിനാരഭംതിനാദിനാം. രാജരാജനേശുവിൻ പോർ വീരരെ യുദ്ധസന്നദ്ധരായും ശത്രുവിൻ ആരവം കേൾക്കുന്നില്ലേ? ശത്രുവിൻ ആരവം കേൾക്കുന്നില്ലേ? രാജരാജനേശുവിൻ യുദ്ധസന്നദ്ധരായും ശത്രുവിൻ ആരവം